എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും 8ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയുടെ പരീക്ഷയനുബന്ധിച്ചുള്ള ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഇനി ഞാൻ ഉണർന്നിരിക്കാമെന്ന നമ്മളുടെ 1ാമത്തെ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. ഓരോ പാഠത്തിലെയും പ്രധാന ആശയങ്ങളിലൂടെ കടന്നു പോവുക എന്നതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ സ്വീകരിക്കുന്ന രീതി. അപ്പോൾ അതിലെ ആദ്യത്തെ പാഠഭാഗം സാന്ദ്ര സൗഹൃദം. നമുക്കറിയാം കൃഷ്ണൻ്റെയും കുചേലൻ്റെയും സൗഹൃദത്തെക്കുറിച്ചുള്ള ഒരു പാഠഭാഗമാണ് സാന്ദ്ര സൗഹൃദം. രാമപുരത്ത് വാര്യരാണ് ഈ ഒരു പാഠം രചിച്ചിട്ടുള്ളത്. കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൻ്റെ ഭാഗമായിട്ട് രാമപുരത്ത് വാര്യർ എഴുതിയിരിക്കുന്ന ആളുകൾ, എഴുത്തുകാരെയും അതേപോലെ കൃതിയെയും നമ്മൾ മറക്കാതിരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ പാഠഭാഗത്ത് പ്രധാനമായിട്ട് വരുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അവസാനത്തെ 2 വരിയാണ്. നന്മ നമുക്കതേയുള്ളൂ, ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാലാർക്കും. ഈ 2 വരികളെ ആധാരമാക്കി എടുത്തു വെച്ച് ഉദ്ധരിച്ചുകൊണ്ടുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്താണ് ഈ 2 വരിയുടെ ആശയം? ഗുരുവിൻ്റെ കടാക്ഷം ജീവിത വിജയത്തിന്, ജീവിതം സഫലമാവുന്നതിന് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നൊരാശയമാണ് ഈ 2 വരികൾ നമുക്ക് പങ്കുവയ്ക്കുന്നത്. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്, ഇത് പഴയ ടെക്സ്റ്റ് ബുക്കിൽ കാണാവുന്നതാണ് കേട്ടോ. പഴയ ടെക്സ്റ്റ് ബുക്കിലാണ് നമുക്കിത് കാണാവുന്നത്. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഒരു പക്ഷേ ഉണ്ടാവണമെന്നില്ല. സമഭാവന വളർത്തുന്നവയായിരുന്നു പ്രാചീന ഗുരുകുലങ്ങൾ. സമഭാവന വളർത്തുന്നതായിരുന്നു. അപ്പോൾ ശ്രീകൃഷ്ണനും കുചേലനും ഒരേ തട്ടിലുള്ള ആളുകളല്ല എന്നുള്ള കാര്യം നമുക്കറിയാം, അല്ലേ? ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന രാജാവാണ്, ഒരുപാട് പണവും അധികാരവും എല്ലാം ഉള്ള ഒരു അവസ്ഥയിലാണ്. അതുപോലെ കുചേലൻ എന്ന് പറയുന്ന പരമദരിദ്രനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇവർ തമ്മിൽ പല കാരണങ്ങളിലും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും എല്ലാം പല വിധത്തിലുള്ള അന്തരങ്ങളുണ്ട്. എന്നാൽ ഈ അന്തരങ്ങൾ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾക്കൊന്നും യാതൊരുവിധ ഒരു പ്രസക്തിയും ഇല്ലാത്തൊരു ഇടത്തിലാണ് അവർ ഒരുമിച്ച് വളർന്നത്, സുഹൃത്തുക്കളായിട്ട് വളർന്നു വന്നിട്ടുള്ളത്, അല്ലേ? അപ്പം ഗുരുകുലങ്ങൾ അല്ലെങ്കിൽ വിദ്യാലയങ്ങളാണ് സമൂഹത്തിൽ എല്ലാ തട്ടിലുമുള്ള ആളുകളെ ഒരുമിപ്പിച്ച്, അല്ലേ, സമഭാവന എന്നുള്ള മനോഭാവം അവരിൽ വളർത്തിയെടുക്കാൻ ഉതകുന്ന ഇടമായിട്ട് മാറുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. പാഠഭാഗത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആശയം നമുക്ക് അറിയാവുന്നതാണ്. കാലങ്ങൾക്ക് ശേഷം തൻ്റെ സുഹൃത്തിനെ കണ്ടുമുട്ടുന്ന ശ്രീകൃഷ്ണൻ കുചേലനോടായിട്ട് സംസാരിക്കുന്നതാണ് പാഠഭാഗത്തുള്ള എല്ലാ വരികളും. ശ്രീകൃഷ്ണൻ സംസാരിക്കുന്ന കാര്യങ്ങളാണ്, അല്ലേ? അപ്പോൾ അതേ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ്, ഓർമ്മകൾ പുതുക്കുകയാണ്, അല്ലേ? സാന്ദീപനി എന്ന മഹർഷിയുടെ ആശ്രമത്തിലാണ് ഇരുവർ കഴിഞ്ഞതും. അവർ ഗുരുപത്നിയുടെ ആവശ്യപ്രകാരം വിറക് എടുക്കാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോകുന്നതും, കാട്ടിലാക്കപ്പെട്ടു പോകുന്നതും, അവർ കാട്ടിൽ വഴിതെറ്റി നിന്ന് പിന്നെ കൊടുങ്കാറ്റും പേമാരിയും വരുന്ന ഒരു ഗുഹയിൽ എല്ലാ കൂട്ടുകാരും ഒരുമിച്ച് കയറിയിരിക്കുന്നു. പിറ്റേന്ന് അവരെ തിരഞ്ഞ് ഗുരു അവരെ കാണാനായിട്ട് കാട്ടിലേക്ക് എത്തിച്ചേരുമ്പം അവർ ഒരുമിക്കുന്നതും ഗുരുവിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നതും എല്ലാമാണ് ഈ പാഠഭാഗത്തിൻ്റെ ആശയം എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് പരീക്ഷയ്ക്ക് മുന്നേ ഇതിൽ ആസ്വാദനത്തിന് സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി 2ാമത്തെ പാഠഭാഗം അമ്മമ്മ, പി സുരേന്ദ്രൻ്റെ ഇലഞ്ഞിപ്പൂ മണമുള്ള നാട്ടുവഴികൾ എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അമ്മമ്മ. അപ്പോൾ അതൊരു കഥയല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പി സുരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ് അമ്മമ്മ. അമ്മമ്മയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത് അമ്മമ്മയുടെ കഥാപാത്ര നിരൂപണമാണ്. അപ്പോൾ ഒരു കഥാപാത്രം എഴുതുമ്പോൾ രൂപപരമായ സവിശേഷതകൾ അതിൽ ഉൾക്കൊള്ളിക്കുന്നത് നന്നായിരിക്കും, നമുക്കറിയാം. അപ്പോൾ അമ്മമ്മയുടെ രൂപപരമായുള്ള സവിശേഷതയിൽ കരച്ചിൽ വടുകെട്ടിയ മുഖം, അതേപോലെ വെപ്രാളപ്പെട്ട നടത്തം, ഇതൊക്കെ അമ്മമ്മയുടെ സവിശേഷതയായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുമാത്രമല്ല, അമ്മമ്മയുടെ കാതുകൾ നഗ്നമാണ്, അതേപോലെ തന്നെ നിറങ്ങൾ കവർന്നെടുത്തൊരു സാരിയാണ് ധരിക്കുന്നത്, കാലിലാണെങ്കിൽ ചെരുപ്പില്ല. ഇങ്ങനെ ചില പ്രത്യേകതകളൊക്കെ അമ്മമ്മയുടേതായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ രൂപപരമായ സവിശേഷതകൾ ഇത്രയാണ്. പക്ഷേ രൂപപരമായ സവിശേഷതകൾ ഒതുങ്ങേണ്ടതില്ല. നമ്മൾ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് സ്വഭാവ സവിശേഷതകളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പാഠത്തിൽ അമ്മമ്മയുടെ സ്വഭാവ സവിശേഷതകൾ? അമ്മമ്മയുടെ സ്വഭാവ സവിശേഷതയിൽ നമുക്കൊന്ന് പറയാൻ പറ്റുന്നത് മക്കളോടുള്ള സ്നേഹം, അതിൽ മകളോടുള്ള സ്നേഹമാണ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത്.
ഒരേ ഒരു മകളായതുകൊണ്ട് തന്നെ അമ്മമ്മ വളരെയധികം സ്നേഹിച്ച് ലാളിച്ചാണ് അവളെ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ അവൾ മദ്യപാനിയായിട്ടുള്ള ഒരു ഭർത്താവാണ് അവൾക്ക് ലഭിക്കുന്നത്. പക്ഷേ അമ്മമ്മ എന്ത് ചെയ്യുന്നില്ല, ലാളിച്ചു വളർത്തിയ തൻ്റെ മകളെ ജോലിക്ക് വിട്ടില്ല. പകരം അമ്മമ്മ പണിയെടുക്കാൻ പോയി. ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് തെളിയുന്നത് എന്താണ്? സ്വന്തം മകളെ അല്ലേ, ആ സ്വന്തം മകളെ വിവാഹം ചെയ്ത് അയച്ചിട്ട് അവൾക്കൊരു ദുരനുഭവം വരുന്ന സമയത്ത് അവൾക്ക് സഹായത്തിനായിട്ട് എത്തുകയാണ് അമ്മമ്മ അല്ലേ. അപ്പോൾ ആ പ്രായം ചെന്ന അവസ്ഥയിലും അവൾക്ക് വേണ്ടി ജോലിക്ക് പോകാൻ അമ്മമ്മ തയ്യാറാവുക. എന്തുകൊണ്ടാണ് മകളെ ജോലിക്ക് വിടാതിരിക്കുന്നത്? മകൾ ജോലിക്ക് പോകുന്നത് അമ്മമ്മയ്ക്ക് സഹിക്കുന്നില്ല, അതുകൊണ്ടാണ് അമ്മമ്മ പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് അറിയാം അമ്മമ്മയ്ക്ക് മകളോട് എന്തുമാത്രം സ്നേഹമുണ്ട് എന്ന്. അപ്പോൾ ആ സ്നേഹം തെളിയിക്കുന്ന ഒരു ഭാഗമാണ് ഇപ്പം ഞാൻ ഉദ്ധരിച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെ കുട്ടികൾ 3 പേരെയും പേരക്കുട്ടികളെ ഓരോരുത്തരെയും ഓരോരോ ഹോസ്റ്റൽ സൗകര്യമുള്ള സ്കൂളുകളിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് അവരുടെ നന്മയെ കരുതിയിട്ടാണ്. അമ്മമ്മയ്ക്ക് അവരെ പിരിഞ്ഞിരിക്കണം എന്നില്ല, പക്ഷേ അവരുടെ വിദ്യാഭ്യാസം ഒരിക്കലും മോശമായി പോകരുത്, അവർ നല്ല നിലയിലെത്തണമെന്ന് അമ്മമ്മയ്ക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ്. അപ്പോൾ തന്നേക്കാളുപരി മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന, അതിനായിട്ട് സ്വയം പല കാര്യങ്ങളും ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു കഥാപാത്രമാണ് അമ്മമ്മ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഞാൻ 2 പ്രത്യേകതകളാണ് അമ്മമ്മേൻ്റെ 2 പ്രത്യേകതകളാണ് പറഞ്ഞിട്ടുള്ളത്. അമ്മമ്മയുടെ സ്നേഹവും അതേപോലെ ത്യാഗമനോഭാവവും ഞാൻ ഉദാഹരണങ്ങളിലൂടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മറ്റ് ഉദാഹരണങ്ങളും കൂടി ചേർത്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇതിൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ. ഇനി നമ്മൾ പാഠഭാഗത്തുനിന്ന് പ്രധാനപ്പെട്ട 2 ഉദ്ധരണികളിലേക്ക് ശ്രദ്ധ കൊടുക്കാം. ഒന്ന്, തേവി തേവി വറ്റിപ്പോയ കിണറാണ് മുമ്പിൽ, എന്നാലും പൊടിയുന്നുണ്ട് തെളിനീര്. അപ്പോൾ ആ ഒരു പ്രയോഗം, തേവി തേവി വറ്റിപ്പോയ കിണറാണ് മുന്നിൽ, അമ്മമ്മയുടെ കണ്ണുകളെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലേ. ആ കണ്ണിനെ കിണറായിട്ടാണ് ഇവിടെ സാദൃശ്യപ്പെടുത്തിയിട്ടുള്ളത്. എന്നാലും പൊടിയുന്നുണ്ട് തെളിനീര്. ഒരുപാട് കരഞ്ഞു, ഒരുപാട് ജീവിതത്തിൽ അനുഭവിക്കുകയും ഒരുപാട് കരയുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും ആ കണ്ണിൽ തെളിനീര് പൊടിയുന്നുണ്ട് കിണറ്റിലെന്ന പോലെ അമ്മമ്മയുടെ കണ്ണിൽ ഇപ്പോഴും കണ്ണുനീരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ദുഃഖങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നതാണ് അതിൽ നിന്ന് വ്യക്തമാവുന്നത്. മറ്റൊന്ന്, അമ്മ വിളക്ക് ഊതിക്കെടുത്തി പറക്കമുറ്റാത്ത 3 മക്കളെ ഇരുട്ടിലേക്ക് തള്ളി, അവരുടെ കരച്ചിലുകൾക്ക് കാതുകൾ കൊടുക്കാതെ അവൻ എങ്ങോട്ടോ ഓടിപ്പോയി എന്ന് പറയുന്ന ഭാഗം. ഈ ഒരു ധരണിയിൽ എന്താണ് തെളിയുന്നത്? അമ്മമ്മയുടെ മകൾക്ക് സംഭവിച്ചതെന്തോ അതിനെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അമ്മമ്മയുടെ മകൾക്ക് സംഭവിച്ച ദുരനുഭവം എന്താണ്? അവളുടെ കല്യാണം കഴിഞ്ഞു, എന്നാൽ വിവാഹം ചെയ്തത് മദ്യപാനിയായിട്ടുള്ള ഒരാളായിരുന്നു. അവൻ്റെ കള്ളുകുടിയുടെ പേരിൽ അവൾ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു. ഒടുവിൽ എന്താ സംഭവിച്ചത്? ഒടുവിൽ ആ അമ്മ വിളക്കിനെ അവൻ ഊതിക്കെടുത്തുകയാണ് ഉണ്ടായത്. അതായത് മകളുടെ ഒരു മരണത്തിൻ്റെ സൂചനയാണ് നമുക്ക് ആ വരികളിലൂടെ ലഭിക്കുന്നത്. ആ 3 കുഞ്ഞുങ്ങളെയും വെറുതെ 3 കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ അവരെ ഉപേക്ഷിച്ചുകൊണ്ട് അയാൾ കടന്നു കളഞ്ഞു എന്നുള്ളതാണ് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നത് അല്ലേ. അപ്പോൾ ആ 2 ഭാഗങ്ങൾ കൂട്ടി ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി എന്താണ് എഴുത്തുകാരൻ്റെ വേവലാതി എന്നുള്ള ഒരു ചോദ്യം. എഴുത്തുകാരൻ്റെ വേവലാതി വർണ്ണത്തിളപ്പിൻ്റെ ലോകം വളരെ പെട്ടെന്ന് അവരെ മാറ്റിമറിക്കും എന്നുള്ളതാണ്. അവരെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ 3 പേരക്കുട്ടികളെയാണ്. അമ്മമ്മയുടെ സാരിത്തുമ്പിൽ തൂങ്ങി നടക്കുന്ന ആ 3 കുട്ടികളാണ്. പക്ഷേ എന്ത് സംഭവിക്കാം? ഇവർ വളർന്നു വരുന്നതിനനുസരിച്ച് ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു അവസരം അമ്മമ്മയ്ക്ക്, ഒരവസ്ഥ അമ്മമ്മയ്ക്കില്ല. അമ്മമ്മ പിഞ്ഞിക്കേറിയ പേഴ്സുമായിട്ട് നടക്കുന്ന, കണ്ണീര് നനച്ച് നാണയങ്ങൾ കൊടുക്കുന്ന ഒരവസ്ഥയിലാണ്. കുട്ടികളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണം പോലും പലപ്പോഴും അമ്മമ്മയുടെ കയ്യിലുണ്ടാവാറില്ല. അവരുടെ ആവശ്യങ്ങളെന്ന് പറയുന്നത് പേന, ചെരുപ്പ്, ബെൽറ്റ്, ചോക്ലേറ്റ്, ഇങ്ങനത്തെ കൊച്ചു കൊച്ചു സാധനങ്ങളും മറ്റുമാണ്. പക്ഷേ ഇത് വളർന്നു വരുന്നതിനനുസരിച്ച് അവരുടെ ചുറ്റുമുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്താൻ നോക്കും അല്ലേ. അപ്പോൾ അവരുടെ ചുറ്റും കാണുന്നത് വർണ്ണത്തിളപ്പിൻ്റെ ഒരു ലോകമാണ്. അപ്പോൾ ആ ഒരു ലോകത്ത് തങ്ങളുടെ അമ്മമ്മയ്ക്കൊന്നും ചെയ്യാനാവുന്നില്ല എന്ന ചിന്ത അവരിൽ വെറുപ്പുണ്ടാക്കുമോ എന്ന ഒരു ആശങ്കയാണ് ആർക്കുള്ളത്? നമ്മളുടെ എഴുത്തുകാരന് ഉള്ളത് എന്നാണ് പറയാനുള്ളത്. ഇനി അടുത്ത പാഠത്തിലേക്ക്, വഴിയാത്ര അല്ലേ. ആരാണിത് എഴുതിയത്? EV കൃഷ്ണപിള്ളയാണ് ഈ വഴിയാത്ര എന്ന ചാപ്റ്റർ എഴുതിയിട്ടുള്ളത്. ചിരിയും ചിന്തയും എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ വഴിയാത്ര എന്ന് പറഞ്ഞ പാഠഭാഗം ചിരിയും ചിന്തയും എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നർമ്മലേഖനം എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിന് വായിക്കാം. ഹാസ്യ സാഹിത്യകാരനാണ് EV കൃഷ്ണപിള്ള എന്നുള്ളത് അറിയാം. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം നമുക്ക് പറയാനുള്ളത് ആത്മവൽ സർവഭൂതാനി. ആത്മവൽ സർവഭൂതാനി എന്താണ്? എല്ലാത്തിനെയും സ്വന്തമെന്ന് കരുതുന്നു
എന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അദ്വൈത ദർശനങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന പോലെ എല്ലാം ഒന്ന് തന്നെ എന്നൊരു ചിന്തയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അത് ആ പ്രയോഗം നടത്തിയിരിക്കുന്ന ഇടമാണ് അവിടെ ഒരു തമാശ സൃഷ്ടിക്കുന്നത്. ആത്മാവൽ സർവഭൂതാനി എന്നുള്ള അതിൻ്റെ തത്വചിന്താപരമായ അർത്ഥത്തിലല്ല ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ഇവിടെ എന്താണ്, പൊതിച്ചോറ് എടുത്ത് അവർ യാത്ര തിരിക്കുന്ന പണ്ടത്തെ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അവർ അങ്ങ് യാത്ര തിരിക്കും, വഴിയിൽ കാണുന്നിടത്ത് കയറും, ഏത് വീടും തങ്ങളുടെ വീട്, എല്ലാം തങ്ങൾക്ക് സ്വന്തം എന്നുള്ള മട്ടിലാണ് അവർ പെരുമാറുന്നത്. അപ്പോൾ അതിനെ ഒരു ചെറിയ നേരിയ പരിഹാസത്തോടെ അവതരിപ്പിക്കുന്നതാണ് ഈ ആത്മാവൽ സർവഭൂതാനി, എല്ലാം തൻ്റേത് തന്നെ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത്. രണ്ട്, മറ്റൊരു തമാശ നിറഞ്ഞ രീതിയിൽ അവതരിപ്പിക്കുന്ന ഭാഗം, പൊതിച്ചോറുണ്ണാത്തവനും ചെങ്കണ്ണ് വരാത്തവനും ജീവിത സുഖം അനുഭവിച്ചിട്ടില്ലെന്ന്, അല്ലേ? അപ്പോൾ ജീവിതത്തിൽ സുഖങ്ങളായി അതിനെ അവതരിപ്പിക്കുകയാണ്. പൊതിച്ചോറ് ഉണ്ണാത്തവനും ചെങ്കണ്ണ് വരാത്തവരും, അതായത് പൊതിച്ചോറും ഉണ്ണണം, അതുപോലെ ചെങ്കണ്ണും വരണം എന്നുള്ള രീതിയിലാണ് ഈ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പൊതിച്ചോറിൻ്റെ ഒരു മാഹാത്മ്യം എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. പൊതിച്ചോറിൻ്റെ മണം നമ്മളെയൊക്കെ വളരെയധികം സ്വാധീനിക്കും, നമുക്ക് വളരെ കൊതി ഉണ്ടാക്കുന്നതാണ് എന്നെല്ലാം നമുക്കറിയാം. അപ്പോൾ നമ്മൾ പഴയകാല വഴിയാത്രകളെ കുറിച്ചുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞു, പൊതിച്ചോറ്, അല്ലേ? പൊതിച്ചോറ് എടുത്തുകൊണ്ടാണ്, പൊതിച്ചോറ് വെച്ച് ഒരുങ്ങിയിട്ടാണ് അവർ യാത്ര തിരിക്കുന്നത്. എന്നിട്ട് ആദ്യം കാണുന്ന വീട് ഏതോ, അല്ലെങ്കിൽ അവർക്ക് വിശ്രമിക്കണമെന്ന് തോന്നുമ്പോൾ അവരടുത്ത് കാണുന്ന വീട് ഏതോ, ആ വീട്ടിൽ സ്വന്തം വീടെന്ന പോലെ കയറി ചെല്ലുന്നു, അവിടെ ഇരുന്ന് പാത്രങ്ങൾ വാങ്ങുന്നു, അതേപോലെ ഉപ്പോ മുളകോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കറികൾ തന്നെ ആവശ്യമുണ്ടെങ്കിൽ അത് ചോദിക്കുന്നു. പക്ഷേ ചില ആളുകൾ മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്യും, കൈയും വീശി ഇറങ്ങും. അവർക്ക് വേണ്ട ഭക്ഷണം എവിടെ നിന്നാണെങ്കിലും കിട്ടും എന്നുള്ള വിശ്വാസത്തോടു കൂടി അവരിറങ്ങും. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ മറ്റുള്ളവരുടെ ഭക്ഷണം പറ്റാൻ വേണ്ടിയിട്ടൊക്കെ ചെല്ലുന്നവരെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഒരുക്കാൻ വീട്ടുകാരുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത, അല്ലേ? ഇപ്പോൾ വേറെ വീട്ടുകാർ എങ്ങനെയാണ് അവർ ഭക്ഷണം ഒരുക്കുന്നത്, അത് അവരുടെ ഒരു അന്തസ്സിൻ്റെ ഭാഗമാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഇത്ര ആളുകൾ വഴിയാത്രക്കാർ ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്നത് ആ കുടുംബത്തിൻ്റെ ഒരു നേട്ടം പോലെയാണ് അവർ കണക്കാക്കിയിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നം അനുഭവിച്ച ആരാണ് എന്നുള്ളത് ചോദിച്ചാൽ, ഒഴിഞ്ഞ വയറുകളോടുകൂടി കിടക്കുന്ന ഗൃഹനായികമാർ, അല്ലേ? ഗൃഹനായികമാർക്ക് എന്ത് സംഭവിക്കുന്നു, അവർ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നു, ഏറ്റവും ഒടുവിൽ അവർക്കുള്ള ഭക്ഷണം ആയിരിക്കും മാറ്റി വെച്ചിട്ടുള്ളത്. അപ്രതീക്ഷിതമായിട്ട് ഏതെങ്കിലും ഒരു വഴിയാത്രക്കാരൻ വന്നാൽ അവർക്ക് വേണ്ടി മാറ്റി വെച്ച ആ ചോറും കൂടി വഴിയാത്രക്കാരന് നൽകേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അവിടെ വീട്ടിലുള്ള മറ്റാളുകൾ എല്ലാവരും എന്ത് ചെയ്യും, ആദ്യമേ അവരുടെ സമയത്ത് ആഹാരമൊക്കെ കഴിച്ചിട്ടുണ്ടാകും. മിക്കവാറും പട്ടിണിയിലേക്ക് പോകുന്നത് ഈ ഗൃഹനായികമാർ ആയിരിക്കും. അപ്പോൾ അതാണ് അവിടെ പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ വഴിയാത്രക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ അന്തസ്സ് കണ്ട് കൊടുത്ത് കുടുംബം മുടിക്കുന്ന ഗൃഹസ്ഥന്മാരെ കുറിച്ചാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ചോറ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു മിടുക്കായി അന്തസ്സായി കാണുന്നു. അതൊരു മത്സരമായി എടുത്ത് എത്ര പേരെ വേണമെങ്കിലും കടം മേടിച്ചിട്ടാണെങ്കിലും കടം വാങ്ങിയിട്ടാണെങ്കിലും അവർക്ക് വേണ്ട ആഹാരം നൽകുക എന്നുള്ള രീതിയിലേക്ക് മത്സരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു, ഒടുവിൽ സാമ്പത്തികമായിട്ട് വളരെയധികം നശിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അവരതിൻ്റെ ഫലം അനുഭവിക്കുന്നില്ല. അവർക്ക് ശേഷം വരുന്ന അവരുടെ പിന്തുടർച്ചക്കാർ തെരുവിലേക്ക് ഇറങ്ങേണ്ടതായിട്ടുള്ള ഒരവസ്ഥ എത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയെല്ലാം പറഞ്ഞ് പഴയകാല വഴിയാത്രയെ കുറിച്ച് എടുത്തു പറയുന്ന ഒരു സംഗതി, അന്നത്തെ വഴിയാത്ര ഒരാളുടെ ലോകപരിചയം വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്നതായിരുന്നു എന്നാണ്. അന്നത്തെ വഴിയാത്രകൾ ഒരാളുടെ ലോകപരിചയം തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത്. ഇതിനുശേഷം പറയുന്ന ഈ ഒരു പോയിന്റ് ശരിയാണ് എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ശേഷം പറയുന്ന പാഠഭാഗത്തിൽ ശേഷം പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഉദാഹരണത്തിലൂടെയാണ് പറയുന്നത്. കുറച്ച് ആളുകളെ എടുത്ത് ഒരു വഴിയാത്ര, പഴയകാല വഴിയാത്ര അദ്ദേഹം ഭാവന ചെയ്യാണ്. ആ പഴയകാല വഴിയാത്രയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ പഴയകാല വഴിയാത്ര ഒരുപാട് സമയമെടുക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഒരുപാട് കഥാപാത്രങ്ങളെക്കുറിച്ച്. അവർ യാത്ര ചെയ്യുന്നത് ഒരു തപാൽ വള്ളത്തിലൂടെയാണ്, തോണിയിലാണ് യാത്ര ചെയ്യുന്നത്. തിരുവനന്തപുരത്തേക്കാണ് യാത്ര ചെയ്യുന്നത്, കൊല്ലം മുതൽ തിരുവനന്തപുരം വരെ. അപ്പോൾ അന്നത്തെ കാലത്ത് അതൊരു വലിയ യാത്രയായിരുന്നു, ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഈ സമയമെടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വഴിയാത്രക്കാർ പരസ്പരം ഇടപഴകും, അവരുടെ അറിവുകളും അനുഭവങ്ങളും അവർ പങ്കുവയ്ക്കും. ഇതാണ് അതിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ പങ്കുവയ്ക്കപ്പെടുന്നു എന്നതുകൊണ്ടാണ് അവർക്ക് ലോകപരിചയവും സിദ്ധിക്കുന്നത്. പിന്നെ ഇതിൽ കുറേ ക്യാരക്ടേഴ്സിനെയൊക്കെ പറയുന്നുണ്ടല്ലോ, അംബാസമുദ്രക്കാരൻ, ചെട്ടിയാർ, പറവൂക്കാരൻ, ഹൈക്കോടതി കക്ഷി, അങ്ങനെ ഒരുപാട്
യാത്രക്കാർ ഒരുപാട് കഥാപാത്രങ്ങൾ ഇദ്ദേഹം ഭാവന ചെയ്തുണ്ടാക്കി അവരെ ഒരുമിച്ച് യാത്ര ചെയ്യിപ്പിച്ചു. ആ യാത്രയുടെ ഒടുവിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? അവർക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തുമ്പോഴേക്ക് ഒരുപാട് അടുത്ത് കഴിയും അല്ലേ? അപ്പോൾ പരസ്പരം അവർ അറിവുകളും അനുഭവങ്ങളും പങ്കുവയ്ക്കും. അപ്പോൾ ഒരാൾക്ക് അറിയാത്ത കാര്യങ്ങൾ മറ്റൊരാൾക്ക് അറിയാം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും. ഓരോരുത്തരും വ്യത്യസ്തരാണ് അല്ലേ? അപ്പോൾ വ്യത്യസ്ത മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട അറിവുകളും അനുഭവങ്ങളും ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. വ്യത്യസ്ത ജാതി മത വിഭാഗങ്ങളിൽ പെട്ടുന്നവരാണ്, വ്യത്യസ്ത നാടുകളിൽ കഴിയുന്നവരാണ്, വ്യത്യസ്ത ജോലികൾ ചെയ്യുന്ന, വ്യത്യസ്ത സംസ്കാരങ്ങളുള്ള ആളുകളാണ്. ഇവരൊക്കെ ഒരുമിച്ച് ഒത്തുചേരുന്ന ഒരിടമായിട്ട് വഴിയാത്ര മാറുന്നു അല്ലേ? അപ്പോൾ അവരുടെ അറിവുകളും അനുഭവങ്ങളും പങ്കുവെക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇതിനെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലേക്കുള്ള ഒരു വഴിയാത്രയായിട്ട് മാറ്റുകയാണ് അല്ലേ? ഇപ്പോൾ എങ്ങനെയാണ് എന്നാണ് ചോദ്യം. ഇപ്പോൾ എങ്ങനെയാണെന്ന് പറയുമ്പോൾ ഇത് ഇ വി കൃഷ്ണപിള്ളയുടെ ഒരു കാലഘട്ടമാണെന്നുള്ളതും കൂടി ഓർക്കുക അല്ലേ? അപ്പോൾ ഇ വി കൃഷ്ണപിള്ളയുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ട്രെയിനുകൾ വന്നു അല്ലേ? അപ്പോൾ ഇതേ കഥാപാത്രങ്ങൾ അദ്ദേഹം തോണിയിൽ യാത്ര ചെയ്യിപ്പിച്ച അതേ കഥാപാത്രങ്ങൾ ഒരു ട്രെയിനിലേക്ക് പറിച്ചു നടുകയാണ്. അപ്പോൾ അതിലാണ് അവർ യാത്ര ചെയ്യുന്നത്. കൊല്ലം മുതൽ തിരുവനന്തപുരം വരെ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ യാത്രയുടെ ഒടുവിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ അവർ തമ്മിൽ അടുപ്പം ഉണ്ടാവുന്നില്ല. മുന്നേ ഏറ്റവും വലിയ പ്രത്യേകത യാത്രയ്ക്ക് സമയമെടുക്കുന്നു, അടുപ്പം ഉണ്ടാവുന്നു എന്നതാണെങ്കിൽ അവരവരുടെ സീറ്റിൽ ഒന്നിരുന്ന് അവരുടെ പാകത്തിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ അവർക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടാകും. വളരെ ചുരുങ്ങും സമയം അല്ലേ? അപ്പോൾ ഒരു യാത്ര എന്നുള്ള നിലയിൽ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതൊരു സമയലാഭമാണ്. പക്ഷേ യാത്രയിലൂടെ നമുക്ക് കിട്ടുന്ന ലോകപരിചയം എന്ന ഗുണം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പുതിയ യാത്രകൾ എന്താണ്? നമുക്ക് നഷ്ടമാണ് ഉണ്ടാവുന്നത്. നമുക്ക് എന്ത് ലഭിക്കുന്നില്ല? നമുക്ക് ലോകപരിചയം ലഭിക്കുന്നില്ല. അപ്പോൾ പല തലമുറകളിൽ 3 കാലഘട്ടങ്ങളിലെ യാത്രാനുഭവങ്ങളെ വഴിയാത്ര എന്ന പാഠഭാഗത്ത് പറയുന്നുണ്ട് അല്ലേ? നടന്നു പോകുന്ന കാലഘട്ടം പറയുന്നുണ്ട്, അതേസമയം തോണി യാത്രയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ട്രെയിൻ യാത്ര ഉള്ള ഒരു കാലഘട്ടത്തിനെയും അവതരിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്കും എന്ത് ചെയ്യാം? നമ്മളുടെ കാലഘട്ടത്തിൽ നമുക്ക് കുറച്ചും കൂടി വേഗതയിലുള്ള അല്ലേ? ഇപ്പോൾ ട്രെയിൻ തന്നെയാണെങ്കിൽ ട്രെയിനിലും വേഗതയേറിയ ട്രെയിനുകൾ വന്നു. അതല്ല ഇനി കടൽ കടന്നു പോകുക എന്നുള്ള കാര്യമാണെങ്കിൽ പോലും വിമാനങ്ങൾ കടന്നു വന്നു അല്ലേ? ഇനി കടൽ കടക്കണമെന്നുമില്ല. നമുക്ക് നമ്മുടെ രാജ്യത്തു നിന്ന് തന്നെ ഒരിടത്തു നിന്ന് മറ്റിടത്തേക്ക് പോകാൻ എളുപ്പത്തിൽ നമുക്ക് പോകാൻ ഇന്ന് വിമാനങ്ങളുണ്ട്. അപ്പോൾ യാത്രയുടെ ദൂരം, സമയം ഇതെല്ലാം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഇത്രയാണ് നമുക്ക് വഴിയാത്ര എന്ന പാഠഭാഗത്തുനിന്ന് പ്രധാനമായിട്ടും പറയാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള പാഠഭാഗം എന്ന് പറയുന്നത് 2ാമത്തെ യൂണിറ്റിലുള്ള പൂക്കളും ആണ്ടരതികളും. നമുക്കറിയാം VT ഭട്ടതിരിപ്പാടാണ് ഈ പാഠം എഴുതിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പാഠഭാഗത്തിൻ്റെ തലക്കെട്ട് സൂചിപ്പിക്കുന്ന പോലെ തന്നെ 2 വിഷയങ്ങളാണ് പ്രധാനമായിട്ട് ഈ പാഠഭാഗത്ത് പറയുന്നത്. ഒന്ന് പൂക്കളെക്കുറിച്ചും 2 ആണ്ടരതികളെക്കുറിച്ചും. അപ്പോൾ കേരളത്തിൽ പൂക്കൾക്ക് വളരെ സവിശേഷമായിട്ടുള്ള സ്ഥാനമാണ് ഉള്ളത് അല്ലേ? അപ്പോൾ നമുക്കറിയാം നമ്മുടെ സംസ്കാരത്തിൻ്റെ തന്നെ ഭാഗമാണ് പൂക്കൾ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു കല്യാണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ അവരുടെ തലയിൽ മുല്ലപ്പൂ ചൂടിയിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അതേപോലെ അമ്പലത്തിൽ ദേവനോ ദേവിക്കോ ഒക്കെ അർച്ചിക്കാനായിട്ട് പുഷ്പങ്ങൾ കാണാം. അതുപോലെ പുഷ്പമാല്യം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായത് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം കേരളത്തിലെ പൂക്കൾ അത്രയധികം ലഭ്യമായിരുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് VT ഭട്ടതിരിപ്പാട് ഇവിടെയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. പൂക്കളും ആണ്ടരതികളും എന്നുള്ള പാഠഭാഗത്ത് കേരളത്തിനെ ഒരു പൂപ്പാലിക എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ കാട്ടിലും മേട്ടിലും പാടത്തും പറമ്പത്തും തൊടിയിലും ഒക്കെ ആയിട്ട് നിരവധി പൂക്കൾ നമുക്ക് ലഭ്യമാണ്, സുലഭമായിട്ട് ഉണ്ടായിട്ടുണ്ട്, സമൃദ്ധമായി വിളയുന്നുണ്ട് പൂക്കൾ എന്നാണ്, സമൃദ്ധമായി വിളയുന്ന ഒന്നാണ് പൂക്കൾ എന്നാണ് ആര് പറയുന്നത്? VT ഭട്ടതിരിപ്പാട് പറയുന്നത്. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കുക. അതിൽ അതെ അമ്പലത്തിലേക്ക് പോകുന്ന സ്ത്രീകൾ അവർ പൂക്കൾ ചൂടുന്നുണ്ട് എന്നുള്ള കാര്യം ആണ് പറയുന്നത്. ഇനി കവികളെ സംബന്ധിച്ചിടത്തോളം അവരും പ്രധാനമായിട്ട് കാണുന്ന ഒന്നാണ് പൂക്കളെന്ന് പറയുന്നത്. അവർ സൗന്ദര്യത്തിനെ വർണ്ണിക്കാൻ വേണ്ടിയിട്ട് നായകന്മാരെയും നായികമാരെയും ഒക്കെ പൂക്കളുമായിട്ടാണ് ഉപമിക്കാറുള്ളത് എന്നുള്ള കാര്യം എടുത്തു പറയുന്നു. ഇനി ഒരാൾ ഒരു സംസ്കൃത പഠനം ആരംഭിക്കുകയാണെങ്കിൽ അവരുടെ പ്രാഥമിക പാഠമായിട്ടൊക്കെ അവർ പഠിക്കുന്ന ശ്ലോകം കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേന വിനിവേശയന്തം. അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ട്. കൈയാകുന്ന താമരപ്പൂ കൊണ്ട് കാലാകുന്ന താമരപ്പൂവിനെ മുഖമാകുന്ന താമരപ്പൂവിൽ
ചേർത്ത് വെച്ചിരിക്കുന്ന ശ്രീകൃഷ്ണൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ പാഠം ആരംഭിക്കുമ്പോൾ, സംസ്കൃത പഠനം ആരംഭിക്കുമ്പോൾ അവർ പഠിക്കുന്ന ശ്ലോകത്തിൽ നിന്നിട്ട് പൂക്കൾ കടന്നു വരുന്നുണ്ട്. ഇനി എല്ലാ വിദ്യകളും ഒക്കെ നേടി ആത്മീയതയുടെ ഒരു ലോകത്തിലേക്ക് പോകുന്ന, ഭൗതികത വേണ്ട എന്ന് വിചാരിച്ച് ആത്മീയതയുടെ ഒരു ലോകത്തിലേക്ക് കടക്കാൻ പോകുന്ന ഒരു തത്വജ്ഞാനി, അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? സമർപ്യേകം ചേത സരസിജ ഉമാനാഥ ഭവതേ, അല്ലേ? എൻ്റെ മനസ്സാകുന്ന താമരപ്പൂവ് ഉമാനാഥനായ ഭവാന് ഞാൻ സമർപ്പിക്കുന്നു, അല്ലേ? അപ്പം അത്രയധികം ആത്മീയതയിലേക്ക് കടക്കുന്ന, ഭൗതികത വേണ്ട എന്ന് വെക്കുന്ന ഒരു തത്വജ്ഞാനി പോലും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ഭഗവാനായിട്ട് സമർപ്പിക്കുന്നത് ഒരു പുഷ്പമാണ്. അപ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് മാറിയതാണ് പുഷ്പങ്ങൾ എന്നുള്ളത് അവിടെ തന്നെ വ്യക്തമാണ്. അപ്പോൾ ഇത്രയാണ് പൂക്കളെക്കുറിച്ച് പറയുന്നത്. പൂക്കളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ആണ്ടൃതികളെക്കുറിച്ച് പറയുന്നത്, അല്ലേ? അപ്പം നിരന്തരം കർമ്മമണ്ഡലത്തിൽ അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു വിശ്രമം ആവശ്യമാണ്, അല്ലേ? ശരീരത്തിനും മനസ്സിനും ഒരു വിശ്രമം ആവശ്യമാണ്, ഒരു ഇടവേള ആവശ്യമാണ്. ആ ഇടവേള ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ഒന്നുകൂടി മെച്ചപ്പെടുത്താനാണ് സാധിക്കുക. അപ്പോൾ മനസ്സിന് ഒരു ഉന്മേഷം ഉണ്ടാക്കുന്ന ഒരു ഇടവേളകളെയാണ്, അല്ലേ, കൊല്ലത്തിൽ ഒരിക്കൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇടവേളകളെയാണ് ആണ്ടറുതികൾ എന്ന് പറയുന്നത്. അതാണ് ആണ്ടറുതി എന്ത് എന്ന് വി.ടി. ഭട്ടതിരിപ്പാട് പറയുന്നതാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഭാഗത്തായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നു. ഇനി കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെയാണ് കേരളത്തിൻ്റെ ആണ്ടറുതികളെന്ന് ചോദിക്കുമ്പോൾ പ്രധാനമായിട്ട് ഓണം, വിഷു, തിരുവാതിര, ഇത് മൂന്നുമാണ് കേരളത്തിൻ്റെ ആണ്ടറുതികളായിട്ട് വി.ടി. ഭട്ടതിരിപ്പാട് പറയുന്നത്, അല്ലേ? അതിൽ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പ്രതിനിധാനങ്ങളുണ്ട്, അല്ലേ? വിഷു എന്ന് പറയുന്നത് അധ്വാനത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഓണം എന്ന് പറയുന്നത് സമൃദ്ധിയുടെ ഒരു പ്രതീകമാണ്, കാരണം വിളവെടുപ്പിൻ്റെ സമയത്താണല്ലോ, അല്ലേ? തിരുവാതിര എന്ന് പറയുന്നത് സൗന്ദര്യത്തിൻ്റെ പ്രതീകമാണ്. ഇനി ഇത് ഓരോന്നും ഏത് കാലഘട്ടത്തിലാണ് വരുന്നത് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് ഇതിൻ്റെ ഒരു ഋതുക്കളാണെന്നുണ്ടെങ്കിൽ മലയാള മാസത്തിൽ ഓരോന്നും പറയുന്നുണ്ട്. വിഷു ഏത് മലയാള മാസത്തിൽ കടന്നു വരുന്നെന്നും പാഠഭാഗത്ത് തന്നെ സൂചനകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചിരിക്കുക. ഇനി ഈ ഒരു പാരഗ്രാഫിൽ മുഴുവൻ കൊടുത്തിട്ടുള്ളത്, ഈ ഒരു പാരഗ്രാഫിൽ മുഴുവനായിട്ടും കൊടുത്തിട്ടുള്ളത് വിഷുവിൻ്റെ സവിശേഷതകളാണ്, അല്ലേ? വിഷുവിനെ നമ്മൾ മലയാളത്തിൽ നമ്മളുടെ പുതുവർഷം എന്നുള്ള നിലയിലാണ് കാണുന്നത്. പുതുവർഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷുക്കാലം എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് പറയുന്നത് ഓണത്തിനെ കുറിച്ചാണ്. ഏത് സമയത്താണ് ഓണം, ഓണത്തിൻ്റെ പ്രത്യേകത എന്താ, ഓണം അനുബന്ധിച്ച് വീട്ടിൽ നമ്മൾ വൃത്തിയാക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ നമ്മൾ ചേട്ടേ പോ എന്ന് പറയുന്ന ഒരു ഭാഗം കണ്ടില്ലേ? അത് എന്താണ്? ചേട്ട എന്ന് പറയുന്നത് ജ്യേഷ്ഠ ഭഗവതിനെയാണ്. ലക്ഷ്മി ഭഗവതി എന്നപോലെ, ലക്ഷ്മി ദേവി എന്നതുപോലെ തന്നെ നമ്മൾ ആരാധിക്കുന്ന ഒരു ദേവി സങ്കല്പമാണ് ഇത് ജ്യേഷ്ഠ ഭഗവതി എന്ന് പറയുന്നത്. പക്ഷേ ഇവർ രണ്ടുപേരും, ലക്ഷ്മി ദേവിയും ജ്യേഷ്ഠ ഭഗവതിയും ഇരട്ട സഹോദരിമാരാണ്. പക്ഷേ ഇവർ വ്യത്യസ്തരായിട്ടുള്ള, തീർത്തും എന്താ പറയുക, വിപരീത സ്വഭാവങ്ങളുള്ള രണ്ടാളുകളായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ചേട്ട വീട്ടിനകത്തുള്ളത് ഐശ്വര്യക്കേടാണ്, അതുകൊണ്ട് ചേട്ടയെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കണം എന്നുള്ള ചിന്തയാണ്. അപ്പോൾ അതിനാണ് വീടൊക്കെ വൃത്തിയാക്കുന്നത് എന്നൊക്കെ പറയുന്നതാണ് ഈ പാരഗ്രാഫിൽ മെയിനായിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഓണത്തിൻ്റെ പ്രത്യേകതകളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഓണം അവർ പ്രതീക്ഷിച്ചിരിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലേ? സ്വപ്നം കണ്ട് ഈശ്വര വിചാരത്തിലും ഇലക്കറി ഭക്ഷണത്തിലും മുഴുകി ദിനരാത്രികൾ നീക്കും എന്ന് പറയുന്ന ഭാഗത്ത് ഓണം പ്രതീക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ ഓണത്തിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് പ്രധാനപ്പെട്ടത് പറയുന്നത് തിരുവാതിരയാണ്, അല്ലേ? തിരുവാതിര ഏത് ഒരു പശ്ചാത്തലത്തിലാണ് തിരുവാതിര ആഘോഷിക്കുന്നത്, അതിന് പിന്നിലുള്ള ഒരു മിത്ത് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് പ്രധാനമായിട്ടുള്ളത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ആണ്ടൃതികൾ മൂന്ന് ആണ്ടൃതികളും, ഓണമാവട്ടെ, വിഷു ആവട്ടെ, തിരുവാതിര ആവട്ടെ, ഇതിന് മൂന്നിനും എന്തിനും പ്രാധാന്യമുണ്ട്? പൂക്കൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കാം. അടുത്ത പാഠമാണ് KP അപ്പൻ്റെ കാർമുകിലിന് ഗദ്യത്തിൽ ഒരു അർച്ചനാ ഗീതം. അപ്പോൾ ഈ പേരിൽ നിങ്ങൾക്കറിയാം, അർച്ചനാ ഗീതം എഴുതിയിരിക്കുന്നത് ഒരു ലേഖനമാണ് എന്നിരിക്കലും അതുപോലെ ഒരു അർച്ചനാ ഗീതം എന്നാണ് എഴുത്തുകാരൻ അതിന് തലക്കെട്ടിൽ തന്നെ അതിനെ വിശേഷിപ്പിക്കുന്നത്, അല്ലേ? സാധാരണഗതിയിൽ ഈ എഴുത്തുകാരൊക്കെ അർച്ചനാ ഗീതം എന്ന് പറയുമ്പോൾ അത് പദ്യത്തിലാണ് അവർ എഴുതാറുള്ളത്, അല്ലേ? കവിതകൾ എന്ന പോലെയാണ് അർച്ചനാ ഗീതങ്ങൾ.
എഴുതാറുള്ളത്. അപ്പോൾ ഇവിടെ മറ്റൊരു സവിശേഷത എന്താണ്? ഗദ്യത്തിൽ എഴുതിയിട്ടുള്ള അർച്ചനാഗീതം. മൂന്നാമതായിട്ട് എടുത്ത് പറയേണ്ട സംഗതി, ഇത് ആർക്കാണ് സാധാരണയായിട്ട് എല്ലാ കവിഭാവനകളെയും ഉണർത്തുന്ന ഒരു ബിംബമൊന്നും അല്ല ഇവിടെ അർച്ചനാഗീതത്തിന് പാത്രമായിട്ടുള്ളത്. ഒരു കാർമുകിൽ അല്ലേ, കാർമേഘത്തിനാണ് ഇവിടെ അർച്ചനാഗീതം തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ സവിശേഷമായിട്ടുള്ള ഒരു പാഠഭാഗമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാവും. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ പാഠഭാഗത്ത് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മിച്ച് വെക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. നമ്മൾ ബൈഹാർട്ട് പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. എളുപ്പമാണ്, അത് നമുക്ക് അടുത്തായിട്ട് അത് പറയാം. അപ്പോൾ എന്തെല്ലാമാണ് നമുക്ക് ഈ പാഠഭാഗത്ത് ബൈഹാർട്ടായിട്ട് പഠിക്കാനുള്ളത് എന്നുള്ളത് നോക്കാം. ഒരുപാട് ആളുകളുടെ പേരുകൾ പറയുന്നുണ്ട്. അവരൊക്കെ എന്താണ് മേഘങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന്. KP അപ്പൻ ആദ്യം തന്നെ അദ്ദേഹത്തിന് കാർമേഘമാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ പ്രകൃതിയിലുള്ള പല പ്രതിഭാസങ്ങളെയും ഇഷ്ടപ്പെടുന്നത് അവരുടെ കവിഭാവനയെ ഉണർത്തുന്നതായിട്ട് അവർ പറയുകയും അവരുടെ കവിതകളിൽ നിരന്തരം വർണ്ണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പൊതുവേ അത്രയധികം വർണ്ണിക്കപ്പെടാതെ പോയിട്ടുള്ള ഒന്നാണ് കാർമുകിൽ അല്ലെങ്കിൽ കാർമേഘം എന്ന് പറയുന്നത്. ഏറ്റവും ചുരുങ്ങിയത് മലയാള സാഹിത്യത്തിലെങ്കിലും അത്രയധികം വർണ്ണിക്കപ്പെടാതെ പോയിട്ടുള്ള ഒന്നാണ് കാർമേഘങ്ങളെന്ന് പറയുന്നത്. പക്ഷേ KP അപ്പനെ സംബന്ധിച്ചിടത്തോളം കാർമേഘം എന്ന് പറയുന്നത് എഴുതാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സ് പോലെയാണ്. കാർമേഘം കെട്ടഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും മഴയായിട്ട് പെയ്യാം. അതേപോലെ അദ്ദേഹത്തിൻ്റെ മനസ്സ് പ്രവാഹസന്നദ്ധമായിട്ട് നിൽക്കുമ്പോൾ എന്താണോ ഒരു കാർമേഘത്തിന് തുല്യമായിട്ടാണ് അതിനെ സാദൃശ്യപ്പെടുത്തുന്നത്. എഴുതാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഒരു കാർമേഘമായിട്ട് അദ്ദേഹം തന്നെ സാദൃശ്യപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് പറയുന്നു. അദ്ദേഹം അതിനെ പല രീതിയിൽ വർണ്ണിക്കുന്നുണ്ട്. ആകാശത്ത് കാണപ്പെടുന്ന ഒരു കറുത്ത സിംഹം, അതേപോലെ തന്നെ ചെറിയ ചെറിയ കൊടുമുടികളായി പ്രത്യക്ഷപ്പെടുന്നത്, അതേപോലെ നിദ്രയ്ക്ക് കാർമുകിലിൻ്റെ നിറമാണ്. ഇങ്ങനെ KP അപ്പൻ തന്നെ പല കാര്യങ്ങൾ കാർമുകിലിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഭാവനകൾ എന്ത് ചെയ്യുന്നുണ്ട്, പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ബൈഹാർട്ട് ചെയ്യണം എന്ന് ഞാൻ പറയുന്ന ഭാഗങ്ങൾ KP അപ്പൻ പറഞ്ഞിട്ടുള്ളതല്ല, മറ്റുള്ളവർ പറഞ്ഞതിന് അദ്ദേഹം എടുത്തു പറയുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് വേർഡ്സ്വർത്ത്. എന്താണ് വേർഡ്സ്വർത്ത് പറഞ്ഞിട്ടുള്ളത്? മേഘത്തെ പോലെ ഏകാഗി, മേഘം ഏകാഗിയാണ്, ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളാണ് എന്നുള്ളതാണ് വേർഡ്സ്വർത്ത് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരാളാരാ? വില്യം ബ്ലേക്ക് എന്താ പറഞ്ഞത്? ദൈവത്തിൻ്റെ തേരാണ് മേഘം. അപ്പോൾ ഇതിന് തുല്യമായിട്ടുള്ള ഇതുപോലെയുള്ള വേറെയും എന്താ പറയുക കൽപ്പനകൾ നിങ്ങൾ കാണും. യേറ്റ്സ് പറയുന്നത് ഫലപ്രദമല്ലാത്ത തത്വം എന്നാണ് മേഘത്തിനെ കുറിച്ച് പറയുന്നത്. അതേപോലെ പേര് പറയുന്നില്ല. മറ്റ് ചില കാവ്യഭാവനകൾ എന്തൊക്കെയാണ് പറയുന്നത്? സർവശക്തൻ്റെ, അതായത് ദൈവത്തിൻ്റെ തൂണുകളാണ് എന്ന് പറയുന്നു. സ്രഷ്ടാവിൻ്റെ ഇരുണ്ട തേരാണ് എന്നൊക്കെ പറയുന്നു. ഇനി മറ്റൊരു നാടകത്തിനെ കുറിച്ചുള്ള പരാമർശമാണ്. അരിസ്റ്റോഫിനീസ് എഴുതിയ മേഘങ്ങൾ എന്ന കോമഡി നാടകം എന്ന് പറയുമ്പോൾ പര്യവസായിയായിട്ടുള്ള നാടകത്തിനെയാണ് കോമഡി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അരിസ്റ്റോഫിനീസിന് സോക്രട്ടീസിനെ എതിർക്കണമായിരുന്നു. സോക്രട്ടീസ് ഒരു ദൈവവിശ്വാസിയല്ല. അപ്പോൾ അദ്ദേഹം മേഘങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അപ്പോൾ വിശ്വാസത്തിനെ സംബന്ധിച്ചിടത്തോളം മേഘങ്ങൾ സ്യൂസ് ഉണ്ടാക്കുന്നതാണ് മേഘങ്ങൾ അല്ലേ. അപ്പോൾ സ്യൂസ് എന്ന ദേവൻ ഉണ്ടാക്കുന്നതാണ് മേഘങ്ങൾ എന്നതാണ് വിശ്വാസം. സോക്രട്ടീസ് അതിന് എതിരായിരുന്നു. അദ്ദേഹം പറയുന്നത് ഡിനോസ് എന്ന സൂക്ഷ്മ വസ്തു മൂലം ഉണ്ടാകുന്നതാണ് മേഘങ്ങളെന്ന്. അപ്പോൾ സോക്രട്ടീസിനെ പരിഹസിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അരിസ്റ്റോഫിനീസ് എന്ത് എഴുതിയത്? മേഘങ്ങൾ എന്നുള്ള ആ ഒരു നാടകം എഴുതിയത്. അവിടെയും എന്ത് കടന്നു വരുന്നുണ്ട്? മേഘങ്ങൾ കടന്നു വരുന്നുണ്ട്. പിന്നെ ഇതിൽ പ്രധാനമായിട്ടൊരു ചോദ്യമായിട്ട് തന്നെ വരാവുന്ന ഒരു സംഗതിയാണ് ബൈബിളിൽ എന്താണ് മേഘങ്ങളെക്കുറിച്ച് ധാരാളം പരാമർശങ്ങൾ ബൈബിളിൽ കടന്നു വരുന്നുണ്ട്. ബൈബിളിനെയാണ് ഇവിടെ വേദപുസ്തകം എന്ന് പറയുന്നത്. ബൈബിളിൽ വരുന്നത് അനിത്യതയുടെ പ്രതീകമായിട്ട് മേഘങ്ങളെ പറയുന്നുണ്ട്. കഷ്ടതയുടെ അടയാളമായിട്ട് മേഘത്തിനെ പറയുന്നു. വാർദ്ധക്യത്തിൻ്റെ അടയാളമായിട്ട് മേഘങ്ങളെ പറയുന്നു. പിന്നെ മേഘങ്ങളിൽ മഴവെള്ളം നിറച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് പറയുന്ന ഇയ്യോബിൻ്റെ പുസ്തകത്തിലാണ്. പിന്നെ ഔന്നത്യത്തിൻ്റെ അടയാളമായിട്ട് മേഘത്തിനെ പറയുന്നു. സമുദ്രത്തിൻ്റെ വസ്ത്രമായിട്ട് മേഘങ്ങളെ പറയുന്നു. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇതിനുശേഷം നിങ്ങൾ നോക്കുക, പുറപ്പാട് പുസ്തകത്തിൽ മേഘം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ധ്വനിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. ദൈവത്തെ ജനങ്ങളിൽ നിന്ന് മേഘം മറച്ചു പിടിക്കുന്നു എന്ന് ഭാവന ചെയ്തിട്ടുണ്ട്. മേഘങ്ങൾ യഹോവയുടെ രഥമാണെന്ന് പറയുന്നുണ്ട്. മിശിഹായും അവൻ്റെ ഭക്തന്മാരും മേഘത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നും ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഒരു ചോദ്യമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അത് ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. മേഘത്തെക്കുറിച്ചുള്ള ബൈബിൾ വചനങ്ങൾ അല്ലേ, ബൈബിളിലെ മേഘസംബന്ധിയായ മറ്റെന്തെല്ലാം കൽപ്പനകൾ പാഠഭാഗത്തുണ്ട്. ഈ രണ്ടാമത്തെ ചോദ്യം നോക്കുക. അപ്പം അത്രയാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം നമ്മളുടെ
അടുത്ത പാഠം മുക്തകങ്ങൾ എന്നാണ്. അപ്പോൾ ഈ പാഠത്തിൽ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ മുക്തകം എന്ന് പറയുന്നത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. മുക്തകം എന്ന് പറയുന്നത് ഒരു ഒറ്റ ശ്ലോകമാണ്, ഒരു ശ്ലോകം 4 വരികൾ. പക്ഷെ ആ ഒരു 4 വരിക്കകത്ത് തന്നെ ഒരു പൂർണ്ണമായ ആശയം ഉൾച്ചേർന്നിരിക്കും. അത്തരത്തിലുള്ള കവിതകളെയാണ് മുക്തകം എന്ന് പറയുക. നമുക്ക് പഠിക്കാൻ 2 മുക്തകങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. ഒന്ന് ചേലപ്പറമ്പ് നമ്പൂതിരിയുടേതാണ്, മറ്റൊന്ന് നാലപ്പാട്ട് നാരായണ മേനോൻ്റെയാണ്. അതിൽ ചേലപ്പറമ്പ് നമ്പൂതിരിയുടേതായിട്ടുള്ള മുക്തകത്തിൽ പറയുന്നത് നമുക്ക് വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ആശയം ഒക്കെ ഉൾച്ചേർന്നിരിക്കുന്ന കവിതയായിരിക്കണം എന്നുള്ള നിർബന്ധമൊന്നും എന്തിനില്ല, മുക്തകത്തിന് ഇല്ല. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പാടത്തിൻ്റെ വേലിയിൽ നിറയെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന കയ്പവല്ലി, അതിൽ നല്ല നീല നിറം ഉണ്ടാക്കിക്കൊണ്ട് അതിൽ നിറയെ ഉണ്ടായിരിക്കുന്ന കൈപ്പയ്ക്കകൾ, ആ കൈപ്പയ്ക്ക പറിക്കാൻ വേണ്ടിയിട്ട് കവി ചെല്ലുകയാണ്. അപ്പോൾ അതിനെ തൻ്റെ കയ്യിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെടുക. കയ്പവല്ലി പെറ്റിട്ടുള്ള പൈതങ്ങളെ, കൈപ്പക്കേനെ വിളിക്കുകയാണ്. തൻ്റെ കയ്യിലേക്ക് വാടുന്നതിന് മുമ്പ് വായോ എന്നാണ് കവി വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുമ്പോൾ പീയൂഷഡംബത്തെ ഭേദിക്കുന്നു എന്നൊരു പ്രയോഗം നടത്തുന്നുണ്ട്. പീയൂഷഡംബം എന്ന് പറയുമ്പോൾ അമൃതിൻ്റെ അഹങ്കാരം എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അമൃതിൻ്റെ അഹങ്കാരത്തിന് വരെ ഭേദിക്കാൻ കെൽപ്പുണ്ട് കൈപ്പയ്ക്കയ്ക്ക്. അതായത് കൈപ്പയ്ക്കയുടെ ഒരു ഔഷധ ഗുണത്തിനെയാണ് പറയുന്നത്. അമൃത് എന്ന് പറയുന്നത് നമുക്ക് ജീവൻ നിലനിർത്തുന്ന, അല്ലെങ്കിൽ നമുക്ക് മരണമില്ലാതാക്കി തീർക്കുന്ന ഒന്നാണ് അമൃത്. ആ അമൃതിൻ്റെ അഹങ്കാരം ഇല്ലാതാക്കുന്നതാണ് കൈപ്പയ്ക്ക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കൈപ്പയ്ക്കയുടെ ഔഷധ ഗുണം അത്രമേൽ മഹത്തരമാണ് എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ നാലപ്പാട്ട് നാരായണ മേനോൻ്റെ മുക്തകമാണ്. ആശയം നിങ്ങൾക്കറിയാം അല്ലേ. ഒരു രാജാവിൻ്റെ ആജ്ഞയനുസരിച്ച് രാജാവിൻ്റെ അനുചരന്മാർ ആരാമത്തിലുള്ള കുളിർ കൽത്തറയിൽ വളരുന്ന ഒരു പൂച്ചെടിയെ പൂച്ചെടിയായാലും അതേപോലെ തന്നെ ആരും നോക്കാതെ, ആരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നും ഇല്ലാതെ ഒരു മതിലിൻ്റെ വിടവിൽ വളരുന്ന ഒരു പാഴ്ചെടിയാണെങ്കിലും രണ്ടിനെയും സൂര്യൻ ഒരുപോലെയാണ് കാണുന്നത്. സൂര്യൻ്റെ പ്രകാശം രണ്ടിനും ഒരുപോലെയാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് അവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ എത്രയോ ആളുകൾ ശ്രദ്ധിക്കാനുള്ള ഒന്നും ആരും ശ്രദ്ധിക്കാനില്ലാത്ത മറ്റൊന്നും, രണ്ടും പ്രകൃതിയുടെ മുന്നിൽ, ഈശ്വരൻ്റെ മുന്നിൽ ഒന്നാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾക്കും ഇതേപോലെ ജീവിതത്തിൽ പല പല വ്യത്യാസങ്ങളുണ്ടാകും. നമുക്ക് ചുറ്റുമുള്ള പല ആളുകളുമായിട്ട് നമ്മൾക്ക് പല വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ ഈശ്വരന് മുന്നിൽ നമ്മൾ ഒന്നാണ് എന്നുള്ളൊരാശയമാണ് നാലപ്പാട്ട് നാരായണ മേനോൻ അതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് എൻ്റെ ഗുരുനാഥൻ എന്ന പാഠഭാഗമാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് പറയാനുള്ള പാഠഭാഗം എൻ്റെ ഗുരുനാഥൻ എന്നതാണ്. അപ്പോൾ ഈ പാഠഭാഗത്തിൽ നമുക്കറിയാം വള്ളത്തോള് ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് അല്ലേ. അപ്പോൾ വള്ളത്തോള് തൻ്റെ ഗുരുനാഥനായിട്ടാണ് ആരെ കാണുന്നത്? ഗാന്ധിജിയെ കാണുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അദ്ദേഹത്തിനെ ഒരു ദേശീയ കവി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. ദേശീയത മുറ്റി നിന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കുക. അപ്പോൾ എന്താണ് ഇവിടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ? ഗാന്ധിജിയുടെ മഹത്വമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ് ആര് പറയുന്നത്? വള്ളത്തോൾ ഈ കവിതയിലൂടെ പറയുന്നത്. ഗാന്ധിജി വസുദൈവ കുടുംബകം എന്ന ആശയം പോലെ ലോകത്തിനെ തൻ്റെ തറവാടായിട്ട് കാണുന്നു അല്ലേ. അപ്പോൾ സ്വന്തമായിട്ട് ഒരു വീട് എന്ന് പറഞ്ഞിട്ട് അതിലൊതുങ്ങുകയല്ല. ഈ ലോകം മുഴുവൻ എൻ്റെ വീടാണ്, ലോകം മുഴുവൻ എൻ്റെ വീടാകുമ്പോൾ ഇവിടെ നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന പുഴുക്കളും പുല്ലുകളും കൂടി ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാരായിട്ട് മാറുന്നു. ഇനി നമുക്ക് ഒട്ടും ചേരില്ലെന്ന് തോന്നുന്ന പദങ്ങളെ അവിടെ ചേർത്ത് വയ്ക്കുകയാണ്. ത്യാഗം എന്നതേ നേട്ടം. ത്യാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു വസ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നമുക്ക് നഷ്ടപ്പെടുകയാണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്നും ഇല്ലാതാവും. ഞാൻ ഒരു കാര്യം ത്യജിക്കുമ്പോൾ എനിക്കത് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഒരെണ്ണം കിട്ടുന്നതിന് തുല്യമായിട്ടുള്ള പദമാണ് നേട്ടം അല്ലേ. എനിക്ക് എന്തെങ്കിലും കിട്ടുമ്പോഴാണ് അത് നേട്ടമായിട്ട് മാറുക. അപ്പോൾ തമ്മിൽ യോജിക്കാത്ത 2 പദങ്ങളെയാണ് അവിടെ ചേർത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ത്യാഗത്തിനെ നേട്ടമായിട്ട് കാണുന്ന ആളാണ് എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ഗാന്ധിജി എന്ന് പറയുന്നു. താഴ്മയെ അഭ്യുന്നതിയായിട്ട് കാണുന്ന ആളാണ് എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ഗാന്ധിജി എന്ന് പറയുന്നത്. താഴ്മ എന്ന് പറഞ്ഞാൽ വിനയം അല്ലേ. വിനയം ആണ് ഉയർച്ച. നമ്മൾ എത്രത്തോളം വിനയത്തോടെ നിൽക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് ഉയർച്ച ഉണ്ടാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ വിഹായസായിട്ടാണ്, അതായത് ആകാശമായിട്ടാണ് എഴുത്തുകാരൻ കവി എന്ത് ചെയ്യുന്നത്? ഗാന്ധിജിയെ സാദൃശ്യപ്പെടുത്തുന്നത്. ആകാശത്തിൻ്റെ പ്രത്യേകത എന്താ? ചില സമയത്ത് ആകാശത്ത് ചളി പുരണ്ടതുപോലെ കാർമേഘങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മറ്റു ചില സമയങ്ങളിൽ ആകാശത്ത് എന്താ കാണാൻ പറ്റുക? മറ്റു ചില സമയത്ത് ആകാശത്ത് നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ പറ്റും. എന്തുപോലെ? ഒരു മാല പോലെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചളി വാരി പൂശി അദ്ദേഹത്തിനെ അപമാനിക്കാം അല്ലേ.
അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പുഷ്പമാല അണിയിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ സ്വീകരിക്കാം. നിങ്ങൾ അദ്ദേഹത്തിനെ പുകഴ്ത്തിയാലും ശരി, അദ്ദേഹത്തിനെ ഇകഴ്ത്തിയാലും ശരി, അദ്ദേഹം ആകാശം പോലെയാണ്. എന്താണ് ആകാശത്തിൻ്റെ പ്രത്യേകത? അപ്പോൾ കാർമേഘം വന്നാലും കുറച്ച് കഴിഞ്ഞാൽ പോവും, ആകാശത്തിനെ അത് ബാധിക്കുന്നില്ല. നക്ഷത്രങ്ങളുണ്ടെങ്കിലും കുറച്ചു നേരം കഴിഞ്ഞാൽ അത് മങ്ങും, ആകാശത്തിനെ അത് ബാധിക്കുന്നില്ല. എന്നതുപോലെ യാതൊരുവിധ പ്രശ്നങ്ങളെയും ആര് ബാധിക്കുന്നില്ല? ഗാന്ധിജിയെ ബാധിക്കുന്നില്ല. അദ്ദേഹത്തിനെ പുകഴ്ത്തിയാലും ശരി, അദ്ദേഹത്തിനെ ഇകഴ്ത്തിയാലും ശരി, അതൊന്നും അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ആശയം. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് സവിശേഷതകൾ എന്താണ്? അപ്പോൾ ശസ്ത്രമില്ലാതെ ധർമ്മസങ്കരം ചെയ്യുന്നു, ആയുധമില്ലാതെ ധർമ്മം സ്ഥാപിക്കുന്നു, പുസ്തകമില്ലാതെ പഠിപ്പിക്കുന്നു, ഔഷധമില്ലാതെ രോഗങ്ങളില്ലാതാക്കുന്നു. എന്ത് രോഗം? സമൂഹത്തിലുള്ള നമ്മുടെ ഭാരതത്തിന് ഉള്ള ഭാരത സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റായ പ്രവണതകൾ, ദുഷ്പ്രവണതകളെയാണ് രോഗമായിട്ട് പറയുന്നത്. അതിനെ ശമിപ്പിക്കുന്നവനാണ്. ഹിംസാദോഷമിന്യേ യജ്ഞം ചെയ്യുന്നവനാണ്. ഹിംസയില്ലാതെ യജ്ഞം ചെയ്യുന്നവനാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വ്രതം എന്ന് പറയുന്ന അഹിംസയാണ്. അദ്ദേഹത്തിൻ്റെ പരദേവത എന്നത് ശാന്തിയാണ് എന്നൊക്കെ പറയും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്, അഹിംസയാകുന്ന പടച്ചട്ട നമ്മൾ ധരിക്കുകയാണെങ്കിൽ ഏതായുധം വെച്ചും നമ്മളെ വേദനിപ്പിക്കാൻ സാധിക്കില്ല. ഏതായുധം വെച്ച് നമ്മൾ ആക്രമിച്ചാലും അതിൻ്റെ ആ ഒരു വാള് വെച്ച് നമ്മൾ വെട്ടുകയാണെങ്കിലും ഈ പടച്ചട്ട ഉണ്ടെങ്കിൽ ആ വാളില്ലാതായി പോവുകയാണ് ചെയ്യുക. അപ്പം നമ്മളെ ഒരാൾ ആക്രമിക്കുകയാണെങ്കിൽ പോലും അതിനെ നേരിടേണ്ടത് അഹിംസയാകുന്ന പടച്ചട്ട ഉപയോഗിച്ചാണ് എന്നുള്ളൊരു സൂചനയാണ് ഇവിടെ നൽകുന്നത്. ഇനി ഒരുപാട് മഹത്തുക്കളായിട്ടുള്ള ആളുകളെ നമുക്കറിയാം. ഇപ്പോൾ ക്രിസ്തുദേവനെ നമുക്കറിയാം. ക്രിസ്തുദേവൻ്റെ കഥയിൽ അദ്ദേഹത്തിൻ്റെ ത്യാഗം എന്ന ഗുണം നമുക്കറിയാവുന്നതാണ്. ഓക്കെ, അതേപോലെ ശ്രീകൃഷ്ണനെ അറിയാം അല്ലേ? ശ്രീകൃഷ്ണൻ്റെ ഒരു ഗുണമായിട്ട് നമ്മൾ പറയാവുന്ന ധർമ്മരക്ഷ, ഏത് വിധേനയും ധർമ്മത്തെ സംരക്ഷിക്കുന്ന ആളായിട്ടാണ് ശ്രീകൃഷ്ണനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ മുഹമ്മദിൻ്റെ സ്ഥൈര്യം അല്ലേ, ഒരു സ്ഥിരത, മുഹമ്മദ് നബി എന്ന പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിരത അദ്ദേഹത്തിൻ്റെ ഗുണമായിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ മഹത്തുക്കൾക്കും ഓരോ ഗുണങ്ങളുണ്ട്. പക്ഷേ ഗാന്ധിജിയുടെ ഗുണമായിട്ട് നമ്മൾ പറയുന്നത് ഈ ഗുണങ്ങളെല്ലാം ഒത്തുചേർന്ന ഒരാളായിട്ടാണ് ഗാന്ധിജീനെ ഇവിടെ പറയുന്നത്. അതായത് ക്രിസ്തുവിൻ്റെ ത്യാഗശീലവും കൃഷ്ണൻ്റെ ധർമ്മരക്ഷയും ബുദ്ധൻ്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിയും രന്തിദേവൻ്റെ ദയയും ഹരിശ്ചന്ദ്രൻ്റെ സത്യവും മുഹമ്മദിൻ്റെ സ്ഥൈര്യവും ഇതെല്ലാം ഒരുമിച്ച് ഒത്തുചേർന്ന ഒരാളിൽ ഒത്തുചേർന്നാൽ ആരായി? അദ്ദേഹം ഗാന്ധിജിയായി എന്നാണ് പറയുന്നത് അല്ലേ? അല്ലെങ്കിൽ ഗാന്ധിജിയിൽ ഈ എല്ലാ മഹത്തുക്കളുടെയും ഈ ഗുണങ്ങൾ ഒത്തുചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഗാന്ധിജിയെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ പ്രത്യേകത? കാതരനായിട്ടുള്ള ഒരാൾ ധീരനായിട്ട് മാറും, ഭയമുള്ള ഒരാൾ ഭയമില്ലാത്തവനായി തീരും, കർക്കശൻ കൃപാവശനായിട്ട് മാറും അല്ലേ? ഒരു ദയയൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ദയയുള്ള ഒരാളായി തീരുന്നു. അതേപോലെ പിശുക്കൻ പ്രധാനോത്ഖൻ അല്ലേ? മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ മടിയുള്ള ഒരാളാണെങ്കിൽ അയാൾ എന്താവും? മറ്റുള്ളവർക്ക് നൽകുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളാവും. പിശുനൻ സുവചനൻ അല്ലേ എന്ന് പറഞ്ഞാൽ എന്താ? നല്ലത് പറയാത്ത ഒരാൾ, മറ്റുള്ളവരെ കുറിച്ച് ദുഷിച്ച് സംസാരിക്കുന്ന ആൾ നല്ലത് സംസാരിക്കുന്ന ഒരാളായിട്ട് തീരും. അശുദ്ധൻ പരിശുദ്ധൻ, മനസ്സിന് ശുദ്ധി ഇല്ലാത്ത ഒരാൾ മനസ്സിന് ശുദ്ധിയുള്ള ഒരാളായിട്ട്, നന്മയുള്ള ഒരാളായിട്ട് മാറുന്നു. അലസൻ സദായാസൻ അല്ലേ? അതായത് മടി മടിയുണ്ട്, അധ്വാനത്തിൽ പങ്കുചേരാത്തൊരു ആൾ എന്ത് സംഭവിക്കും? ഗാന്ധിജിയെ കാണുന്നതോടുകൂടി ആൾ അധ്വാനിക്കുവാൻ സദാ ജോലി ചെയ്യുന്ന ഒരാളായിട്ട് മാറുന്നു. ഇങ്ങനെ ഇത്രയാണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട വരികളായിട്ട് നമുക്ക് പറയാവുന്നത്. അതുകൂടാതെ ഇതിലുള്ള മറ്റ് സദൃശ്യ കൽപ്പനകൾ നിങ്ങൾ നോക്കുക. ഗാന്ധിജിനെയാണ് ഇവിടെ സിംഹം എന്നും കൽപ്പപാദം എന്നും ഒക്കെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എൻ്റെ ഗുരുനാഥൻ എന്ന പാഠഭാഗത്തിൽ നിന്ന് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അടുത്ത നമ്മുടെ പാഠമാണ് ഭൂമിയുടെ സ്വപ്നം. നമുക്കറിയാം, പ്രണയതാഴ്വരയിലെ ദേവദാരു എന്ന് പറയുന്ന ഒരു കൃതിയിൽ നിന്ന് എടുത്താണ് ജോർജ് ഓണക്കൂറിൻ്റെ. അപ്പോൾ അതൊരു നോവലാണ്. നോവലിൻ്റെ മുഴുവൻ ഭാഗമൊന്നുമില്ല, നോവലിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ നമുക്കെന്തുള്ളൂ പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ അതിൽ സൈറ എന്നൊക്കെ പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ഉണ്ണിയുടെ ഒരു കാമുകിയായിട്ടൊക്കെ കടന്നു വരുന്ന കഥാപാത്രമുണ്ട്. സൈറേനെ കുറിച്ചൊക്കെ പാഠത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അവർ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ഉണ്ണിയും സൈറയും ഒക്കെ നാട്ടിലേക്ക് വരാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ നാട്ടിലേക്ക് തീരുമാനിക്കുമ്പോൾ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ വരികയാണ്. അപ്പോൾ ഉണ്ണിയുടെ ഒരു പഴയ കാലം, എങ്ങനെയാണ് ഉണ്ണി ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഉണ്ണിയുടെ ഒരു ചെറുപ്പകാലം തൊട്ടുള്ള ഇന്ന് കാണുന്ന നിലയിലേക്കുള്ള ജീവിതം എങ്ങനെയായിരുന്നു, അമ്മ എങ്ങനെയാണ് അതിന് ഒരു സഹായമായി തീർന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം നമുക്ക് പറയാനുള്ള
ഉണ്ണിയുടെ അച്ഛന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. പാതി വരച്ചിട്ട വർണ്ണഭംഗിയാർന്ന ചിത്രം പോലെ അച്ഛൻ്റെ ജീവിതം, അല്ലേ? അത് വളരെ ഭംഗിയുള്ള ഒരു ചിത്രമായിരുന്നു, നല്ലൊരു അച്ഛനായിരുന്നു എന്നുള്ള സൂചനയാണ്. പക്ഷെ അത് പാതി വരച്ചിട്ട ഒരു ചിത്രമാണ് എന്ന് പറഞ്ഞാൽ ആ ചിത്രം മുഴുവനാക്കാൻ സാധിച്ചില്ല. അച്ഛൻ മരിച്ചുപോയി എന്നുള്ളതിൻ്റെ സൂചനയാണ്. നദീജലത്തിൽ അത് നനഞ്ഞു കുതിർന്നു, ഒരു പക്ഷേ പുഴയിൽ മുങ്ങി മരണപ്പെട്ടിട്ടാവാം. അപ്പം എന്തായാലും അച്ഛനില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. ഏതായാലും ഒരു വിധവയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ഇല്ലം എന്നുള്ള വാക്കൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ബ്രാഹ്മണ ഗൃഹത്തിലെ ഒരു വിധവയെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രതിസന്ധി നിറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അവരെന്ത് ചെയ്തു? അമ്മയുടെ കൗമാരത്തിൽ കൗതുകത്തിന് പഠിച്ച പാട്ടുകളൊക്കെ കൂടി എന്ത് ചെയ്യുകയാണ്? പാട്ടുകളും നൃത്തവും ഒക്കെ വീണ്ടെടുക്കുകയാണ് ഉപജീവനത്തിന് വേണ്ടി, തൻ്റെ കുഞ്ഞിനെ വളർത്തുന്നതിന് വേണ്ടി. അമ്മ അങ്ങനെ ധൈര്യപൂർവ്വം ആ പ്രതിസന്ധിയെ നേരിട്ടു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ തളരാതെ മുന്നോട്ട് പോകണം എന്നുള്ള സൂചനയാണ് അവിടെ കാണുന്നത്. അങ്ങനെ ആ വിധവ തനിക്കും തൻ്റെ മകനും വേണ്ടിയിട്ടുള്ള ഉപജീവനം കണ്ടെത്തി വിധിയെ വെല്ലുവിളിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇതിന് പകരമായിട്ട് മകൻ എന്താണ് കൊടുത്തത്? ആ സ്നേഹത്തിന് തിരികെ കൊടുത്തത് പഠനത്തിലെ മികവും വിനയാന്വിതവുമായ പെരുമാറ്റവുമാണ്. നല്ലോണം പഠിക്കുകയും ചെയ്യും, അല്ലേ? നന്നായി പഠിക്കണം. ആ അമ്മ കഷ്ടപ്പെട്ട് മകനെ വളർത്തുന്നത് മകൻ നല്ല നിലയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ മകൻ നല്ല ജോലിയിലെത്തി നന്നായി സമ്പാദിക്കാൻ വേണ്ടിയിട്ടോ ആ സമ്പാദ്യത്തിന് പങ്കുപറ്റി അമ്മയ്ക്ക് സുഖിച്ച് കഴിയാൻ വേണ്ടിയിട്ടോ അല്ല, മറിച്ച് അമ്മയ്ക്കൊരു ലക്ഷ്യമുണ്ട്. അത് പാഠത്തിൻ്റെ തുടർഭാഗത്ത് വ്യക്തമാകുന്നുമുണ്ട്. അപ്പോൾ നന്നായി പഠിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ വിനയാന്വിതമായ പെരുമാറ്റവുമാണ്, നല്ല പെരുമാറ്റവുമായിരുന്നു ആ മകന്. പിന്നെ ഈ പാഠഭാഗത്ത് പ്രകൃതിയെക്കുറിച്ചുള്ള ഒരുപാട് വർണ്ണനകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവരുടെ വീടിന് മുന്നിൽ കാണാവുന്ന ഒരു കൃഷിഭൂമിയുണ്ട്. കൃഷിഭൂമിയെക്കുറിച്ചുള്ള ഇവിടെ പരാമർശത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? അവർക്ക് ആ ഗ്രാമത്തിന് എന്തുമാത്രം ഭംഗിയുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ കാണാം. പിന്നെ ഇതിൽ ഒരു ചോദ്യമായിട്ട് ഉദ്ധരണിയോടുകൂടി ചോദിച്ചിട്ട് വരാവുന്ന സാധ്യതയുള്ള ഒരു ഭാഗമാണ്. കുരുവിക്ക് കൂടുകൂട്ടാൻ വൻമരത്തിലെ ചെറുശാഖ മതി, ഉണങ്ങിയ ഇലകളും ചുള്ളിക്കമ്പുകളും മതി, അല്ലേ? ഒരു കുരുവിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വീടിന് മരത്തെ ആശ്രയിക്കണം എന്ന് കരുതി ആ മരം മുഴുവനായിട്ട് ആവശ്യമുണ്ടോ? ഇല്ല. മരത്തിലുള്ള ചെറിയൊരു ശാഖ മതി കുരുവിക്ക് കൂടുകൂട്ടുവാൻ. ഇതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഗാന്ധിജിയുടെ ഒരു കോട്ടിങ്ങുകൾ നിങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമുള്ളത് എല്ലാം ഉണ്ട്, എന്നാൽ നമ്മുടെ അത്യാഗ്രഹത്തിനുള്ള ഒന്നുമില്ല എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. എന്നതുപോലെയാണ് ഇവിടെ എന്താണ്, ഒരു കുരുവിയെ സംബന്ധിച്ചിടത്തോളം മരം മുഴുവനായിട്ട് വേണ്ട, അതിൻ്റെ ഒരു ചെറുശാഖ മതി. അതായത് നമുക്ക് ചുറ്റുമുള്ള സ്രോതസ്സുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായത് വളരെ ചുരുങ്ങിയ സംഗതികളാണ്. അത് മാത്രമേ നമുക്ക് അർഹതപ്പെട്ടതായിട്ടും ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മൾ കടക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. ഇത് ഏത് സാഹചര്യത്തിൽ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇവരുടെ ഇവരുടെ കുടുംബത്തിൻ്റെ സ്വത്തുവകകളായിട്ട് ഒരുപാട് പാഠങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് പിൽക്കാലത്ത് സർക്കാരിൻ്റെ ഭൂപരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് അത് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളിലേക്ക് എത്തി. ജന്മിമാരിൽ നിന്ന് തൊഴിലാളികളിലേക്ക് ആ ഭൂമി എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന ഭൂമികൾ, വസ്തുവകകൾ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നഷ്ടമായിട്ടല്ല അവർ കാണുന്നത്, മറിച്ച് എന്താണ്, അവർക്ക് ആവശ്യത്തിലുള്ളതിൽ അധികം ഉണ്ടായിരുന്നു, അത് അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് എത്തി എന്ന് ചിന്തിക്കാനുള്ള ഒരു വിശാല മനസ്സ് ആണ് അവിടെ കാണാവുന്നത്, അല്ലേ? അടുത്തത് എന്താണ്, ഈ ഉണ്ണി വളരെ നന്നായിട്ട് പഠിച്ചു വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉണ്ണി അമ്മയുടെ കൂടെ തന്നെ നാട്ടിലെവിടെയെങ്കിലും ഒരു ജോലിയൊക്കെ നോക്കാം, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ പഠിക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് അമ്മയാണ് അതിനെ എതിർത്തതും ഉണ്ണിക്ക് ധൈര്യം കൊടുത്തതും ദൂരേക്ക് പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ ഉണ്ണി എവിടെ പോയാലും എപ്പോഴും എന്നോടൊപ്പമുണ്ട്, അല്ലേ? പോയി എന്ന് പറയുമ്പോൾ അത് ശരീരം മാത്രമേ അകലുന്നുള്ളൂ, മനസ്സകലുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എനിക്ക് വിശ്വാസമാണ്, നല്ല ധൈര്യമാണ്, അല്ലേ? മകനെ ദൂരെ പറഞ്ഞയച്ച് പഠിപ്പിക്കാനുള്ള ആ അമ്മയുടെ ധൈര്യം, മകൻ വഴിതെറ്റി പോകില്ല എന്ന് ഉറച്ച ബോധ്യം, മകൻ തന്നോടുള്ള സ്നേഹം മകൻ നഷ്ടപ്പെടുത്തില്ല എന്നുള്ള വിശ്വാസം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച കേന്ദ്രത്തിൽ പഠിക്കണം, ഉന്നത വിജയം കൈവരിക്കണം, അല്ലേ? നന്നായി പഠിച്ച് നല്ല ഉയർന്ന മാർക്കോടുകൂടി പാസ്സായാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച കേന്ദ്രത്തിൽ പഠിക്കാനുള്ള ഒരു അവസരം ലഭിക്കും. ആ അവസരം നേടണം എന്നാണ് പറയുന്നത്. പഠിക്കാൻ കിട്ടുന്ന അവസരം ഒരിക്കലും എന്ത് ചെയ്യരുത്, പാഴാക്കരുത്. അപ്പോൾ അമ്മയുടെ ധൈര്യത്തിൽ ആ വിശ്വാസത്തിലും ഒക്കെ കാത്തു സൂക്ഷിച്ച് മകൻ എന്ത് ചെയ്യാണ്, IIT എൻട്രൻസ് ടെസ്റ്റ് എഴുതി മികച്ച റാങ്ക് വാങ്ങി മുംബൈ IITയിൽ എയറോസ്പേസ് എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ടാണ്, അല്ലേ, പഠിക്കുന്നത്.
അപ്പോൾ അത്രയും കാര്യങ്ങൾ വന്നപ്പം അമ്മയ്ക്കുണ്ടായ ഒരു നിറവ് എന്താണ്? സ്വയം നട്ടു വളർത്തിയ ചെടി അത് ആകാശം നോക്കി വളർന്ന് ജീവിത പരിസരമാകെ തണൽ വിരിക്കുന്നു എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ സ്വയം നട്ടു വളർത്തിയ ചെടി എന്ന് പറയുമ്പം അമ്മയാണ് നട്ടു വളർത്തുന്നത്. ആരാണ് ചെടി? ഇവിടെ ചെടി എന്ന് വിശേഷിപ്പിക്കുന്നത് മകനെയാണ്. അപ്പോൾ അത് ജീവിത പരിസരമാകെ തണൽ വിരിക്കുന്നു. അമ്മയടക്കം തൻ്റെ ചുറ്റുമുള്ളവർക്ക് എന്ത് കൊടുക്കുകയാണ്? തണൽ കൊടുക്കുകയാണ്. നന്നായി പഠിച്ച് നല്ല നിലയിലെത്തി അയാൾ ഒരു ജോലിയൊക്കെ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് സേവനം എന്ന നിലയിൽ ചെയ്യുമ്പോൾ അതെന്താണ്? അത് സേവനം തണൽ കൂടിയായി മാറുകയാണ്. അപ്പോൾ അദ്ദേഹം സ്വയം നട്ടു വളർത്തിയ ആ ഒരു ചെടി, ഉണ്ണി എന്ന് പറയുന്ന ആ ചെടി, അത് വളർന്ന് വലുതാവുമ്പോൾ നട്ടു വളർത്തി അതിനെ നനച്ച് വളർത്തുന്ന ആൾക്ക് മനസ്സിന് സന്തോഷം കിട്ടും. ആ സന്തോഷമാണ് അമ്മയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനി മറ്റുള്ളവർക്ക് തണൽ പകരാനും കൂടി തുടങ്ങുമ്പോൾ എന്തുമാത്രം സന്തോഷമായിരിക്കും ഉണ്ടാവുക എന്ന് ആലോചിക്കാം. നൊന്തുപറ്റ മകനാണ്, പക്ഷേ അത് വേറൊരു ജന്മം എന്നൊരു ബോധ്യം അമ്മയ്ക്കുണ്ട്, അല്ലേ? അമ്മ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി എന്ന് കരുതി മകൻ്റെ ജീവിതം എന്ന് പറയുന്നത് അമ്മയ്ക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റി വയ്ക്കാനുള്ള ഒരു ജീവിതമാണോ? ഒരിക്കലും അല്ല, അല്ലേ? അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് വേണമെങ്കിൽ ആണെന്ന് പറഞ്ഞ് സ്വാർത്ഥമതിയാകാം. പക്ഷെ അമ്മ സ്വാർത്ഥതയിൽ നിൽക്കുന്നില്ല. അമ്മ എന്താണ് മകനെ പറഞ്ഞു കൊടുക്കുന്നത്? ധനസമ്പാദനമോ സ്വകാര്യമായ ഉയർച്ചയോ അല്ല, രാഷ്ട്രത്തിന് വേണ്ടി എന്ത് നൽകാനാവുമെന്ന ചിന്ത മാത്രമേ ഉണ്ണിയിൽ ഉണ്ടാകാവൂ. ഇതാണ് ആര് പറയുന്നത്? അമ്മ പറയുന്നത്, അല്ലേ? അതായത് രാഷ്ട്രത്തിന് വേണ്ടി എന്ത് ചെയ്യാനാകും, മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാനാവും, അതാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നത്, അല്ലേ? അന്യജീവൻ ഉതകി സ്വജീവിതം. നമ്മൾ ഗാന്ധിജീൻ്റെ ഉദാഹരണം കാണുന്നത്. ഗാന്ധിജി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചിട്ടുള്ളത്, അല്ലേ? അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ ഉയർച്ച മുൻനിർത്തിയിട്ട് ജീവിച്ചിട്ടുള്ള വ്യക്തിയാണോ? അല്ല, അദ്ദേഹത്തിന് രാഷ്ട്രത്തിൻ്റെ ഒരു നന്മയായിരുന്നു ലക്ഷ്യം. എന്നതുപോലെ ഇവിടെ സ്വന്തം ഉയർച്ചയോ അല്ലെങ്കിൽ അമ്മയെ നന്നായി നോക്കുക എന്ന് പറയുന്ന സ്വാർത്ഥതയോ ഒന്നും അല്ല പറയുന്നത്. അമ്മ മകന് ഉപദേശമായിട്ട് നൽകുന്നത് നിന്റെ ലക്ഷ്യം രാഷ്ട്രത്തിൻ്റെ ഉയർച്ചയായിരിക്കണം എന്നതാണ് അമ്മ മകന് പറഞ്ഞു കൊടുക്കുന്നത്. തന്നിൽ നിന്ന് പിറന്ന മകൻ തൻ്റേത് മാത്രമല്ലെന്ന തിരിച്ചറിവ്, അല്ലേ? തന്നിൽ നിന്ന് പിറന്നു, പക്ഷെ അത് മറ്റൊരു ജന്മമാണ്, അല്ലേ? ആ മകന് മകൻ്റേതായ സ്വതന്ത്രമായൊരു വ്യക്തിത്വമുണ്ട്, സ്വന്തമായ ഇടങ്ങളുണ്ട്. അതുമാത്രമല്ല, തൻ്റേത് മാത്രമല്ല ആ മകൻ. തന്നിൽ നിന്ന് പിറന്നുവെന്ന് കരുതി അവൻ്റെ മേലെയുള്ള എല്ലാ അവകാശവും തനിക്ക് മാത്രമല്ല, അവൻ ഈ ലോകത്തിനായിട്ടുള്ള മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ടുള്ളവനാണ് എന്ന് പറയും. ഇനി ഈ പാഠഭാഗത്തുള്ള അമ്മ സങ്കല്പത്തിനെ കുറിച്ച്, അപ്പോൾ പ്രധാനമായിട്ട് ഉണ്ണിയുടെ അമ്മേനെ കുറിച്ചാണ് പറയേണ്ടത്. അത് കൂടാതെ ഇതിൽ മറ്റ് 2 അമ്മമാർ കൂടിയുണ്ട്, അല്ലേ? ഒരു ദേവി, മാതാവ് എന്നീ അമ്മമാർ കൂടി കടന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് 3 അമ്മമാർ എന്ന് പറയുന്നത്. ഇനി പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അമ്മ കൊടുക്കുന്ന ഉപദേശം എന്താണ്? ഉണ്ണിയോട് പറയുകയാണ്, ഇന്ത്യ എന്താണെന്ന് അറിയണം, കാരണം യഥാർത്ഥമായ ജ്ഞാനം സ്വന്തമാക്കണം. പുറത്തിറങ്ങിയ ആളുകളുമായിട്ട് ഇടപെട്ട് അറിവ് അനുഭവത്തിലൂടെ എന്ത് ചെയ്യണം? ഉറപ്പിക്കണം എന്നാണ് പറയുന്നത്, അല്ലേ? ഇത്രയും കാലം കുട്ടിക്കാലം തൊട്ട് ഓതി പഠിച്ച തത്വങ്ങൾ, കുട്ടിക്കാലം തൊട്ട് പുസ്തകങ്ങളിലൂടെ നേടുന്ന അറിവുകളാണ്, തത്വങ്ങളാണ്. ഈ അറിവുകളെയും തത്വങ്ങളെയും ഒക്കെ എന്താക്കി മാറ്റണം? അനുഭവങ്ങളിലൂടെ അത് മനസ്സിൽ ഉറപ്പിക്കണം എന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ പഠിച്ച് പോയാൽ മാത്രം പോരാ, അത് അനുഭവത്തിലൂടെ അത് ശരിയോ തെറ്റോ എന്ന് തിരിച്ചറിയുക, ആ തിരിച്ചറിവിലൂന്നിയുള്ള ഒരു ജീവിതം നയിക്കുക, ഇതാണ് ആവശ്യം എന്നതാണ് അമ്മയുടെ ഉപദേശമായിട്ട് വരുന്നത്. അപ്പോൾ ഈ പാഠഭാഗത്ത് അമ്മയും മകനും തമ്മിലുള്ള ബന്ധം വരാം, പ്രകൃതിയെ വർണ്ണിച്ചിരിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യം വരാം, അമ്മ സങ്കല്പത്തിനെ കുറിച്ചുള്ള ചോദ്യം വരാം, അമ്മയുടെ സ്വാർത്ഥതയില്ലാത്ത ആ മനസ്സിനെ കുറിച്ചുള്ള ചോദ്യം വരാം. അങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് സാധ്യതയായിട്ടുള്ള ഒരു പാഠഭാഗമാണ് ഭൂമിയുടെ സ്വപ്നം. അടുത്ത പാഠഭാഗമാണ് വേദം. വേദം എന്ന വാക്കിനർത്ഥം അറിവ് എന്നാണ്. യൂസഫ് അലി കേച്ചേരിയുടെ വരികളാണ്, കവിതയാണ് നമുക്ക് പഠിക്കാനുള്ള വേദം എന്ന് പറയുന്ന പാഠഭാഗം. നമുക്കറിയാം, ഈ ടെക്സ്റ്റ് ബുക്കിലെ തന്നെ ഏറ്റവും ലളിത സുന്ദരമായിട്ടുള്ള അതേസമയം ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു പാഠഭാഗം കൂടിയാണ് വേദം. ഇതിൻ്റെ ആശയം വളരെ ചുരുക്കി പറയാതെ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയായിരിക്കും, അല്ലേ? പാഠഭാഗത്ത് കടന്നു വരുന്ന ഒരു കുട്ടി ഭക്ഷണത്തിൻ്റെ പേരിൽ ഉമ്മയോട് പരിഭവിക്കുകയാണ്, അല്ലേ? വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ തനിക്ക് വേണ്ട വിഭവങ്ങളില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി പരിഭവിക്കുന്നു, അല്ലേ? ഭക്ഷണം കഴിക്കാതെ എഴുന്നേൽക്കുന്നു. അങ്ങനെയുള്ള ആ മകൻ കാണുകയാണ് അമ്മ എന്തോ തിരക്കിലാണ്. എന്താണ് അമ്മയുടെ തിരക്ക്? നാട്ടിലാകെ പട്ടിണിയാണ്, ആളുകൾക്ക് ഭക്ഷണം കിട്ടാനില്ല. അപ്പോൾ അവർക്ക് വേണ്ടി കഞ്ഞി ഒരുക്കുകയാണ് അമ്മ. അപ്പോൾ ആ കഞ്ഞി ഒരുക്കുന്ന അമ്മയുടെ അടുത്തേക്ക് ആ മകൻ എത്തിച്ചേരുകയാണ്. അപ്പോൾ അമ്മ മകനോട് എന്ത് പറയുന്നുണ്ട്?
മകനോട് സ്കൂളിലേക്ക് ചെല്ലാൻ പറയുകയാണ്. സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോഴേക്ക് മകന് വേണ്ടിയിട്ട് മീൻകറിയൊക്കെ ഉണ്ടാക്കി വെക്കാം എന്ന് അമ്മ പറയുന്നു. പക്ഷേ അപ്പോഴാണ് മകൻ ശ്രദ്ധിക്കുന്നത് നാട്ടിൽ മൊത്തം അത്രയധികം വിശപ്പുമായിട്ട് ആളുകൾ വിശന്ന് പൊരിയുന്ന വയറുമായിട്ട് അവർ അമ്മ ഉണ്ടാക്കുന്ന കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് താൻ എന്ത് ചെയ്യുന്നത്, നിറയെ ചോറുണ്ടായിട്ടും അത് വേണ്ട എന്ന് വെക്കുന്നത്. അപ്പോൾ തൻ്റെ അഹങ്കാരം എന്തുമാത്രം തെറ്റായിപ്പോയി എന്ന് ആ മകൻ തിരിച്ചറിയുകയും പിന്നെ അവൻ്റെ നിഷ്കളങ്കതയും അവൻ്റെ നന്മയും കൊണ്ട് അവൻ എന്ത് ചെയ്യുകയാണ്, അവൻ്റെ കയ്യിലുള്ള ചോറ്റുപാത്രം അമ്മയ്ക്ക് നീട്ടുകയാണ്. ആ ചോറ്റുപാത്രത്തിൽ ചോറ് കൂടി ആ കഞ്ഞിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മകൻ അത് നീട്ടുന്നത്. അപ്പോൾ വളരെ കുറച്ച് ചോറ് അല്ലെങ്കിൽ വറ്റ് മാത്രമേ ഇതിലുള്ളൂ, ആ കഞ്ഞിയിലുള്ളൂ. ആളുകൾക്ക് കഞ്ഞി കൊടുക്കുന്നു എന്ന് കരുതി ഒരുപാട് ആളുകൾക്ക് കൊടുക്കാണ്ട് കഞ്ഞിയിൽ കൂടുതലും വെള്ളം മാത്രമാണ്. പക്ഷേ അത് എങ്കിലും അത് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ എത്തിച്ചേർന്നു. വിശപ്പ് എങ്ങനെയെങ്കിലും അകറ്റണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആളുകൾ വന്നു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കാണുന്നത്. ഏതായാലും ആ കുട്ടി ഒരു തിരിച്ചറിവിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വിശപ്പാണ് ഏറ്റവും വലിയ സത്യം എന്നുള്ള തിരിച്ചറിവിലേക്ക്. അപ്പോൾ ആ ഉമ്മ മകന് നൽകുന്ന ഒരു ഉപദേശത്തിലൂടെയാണ് പാഠഭാഗം അവസാനിക്കുന്നത്. ഏതൊന്നറിഞ്ഞാൽ മറ്റെല്ലാം അറിയാം, ആ വേദം വിശപ്പെന്നറിഞ്ഞുകൊണ്ടാൽ പൈക്കുന്ന പള്ളക്കിര തേടി പാടുന്ന പാവത്തിൽ കാണാം പടച്ചവനെ. അപ്പോൾ ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈശ്വരനെ പ്രസാദിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഈശ്വരനോടുള്ള ആരാധന പ്രകടിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ വിശക്കുന്ന വയറിന് അന്നം കൊടുത്തുകൊണ്ടാണ് എന്നുള്ളൊരു സൂചനയാണ് അമ്മ പറയുന്നത്. അന്നദാനം മഹാദാനം എന്ന് പറയുന്നത് പോലെ വിശക്കുന്ന ആളുകളുടെ വയറ് നിറയ്ക്കുക എന്നുള്ളതിനെയാണ് ഏറ്റവും വലിയ പ്രാധാന്യമായിട്ട് കാണുന്നത്. അതിലും വലിയൊരു ആരാധനയോ പുണ്യകർമ്മമോ മറ്റൊന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പൈക്കുന്ന പള്ളക്കിര തേടി വരുന്ന മനുഷ്യന്മാരിൽ വിശക്കുന്ന വയറുമായിട്ട് ഭക്ഷണം തേടി വരുന്ന മനുഷ്യരുടെ മുഖത്ത് ദൈവത്തിനെ നമ്മൾ കാണണം, ദൈവത്തിനെ പ്രസാദിപ്പിക്കാനായിട്ട് ഭക്ഷണം നൽകണം എന്നുള്ളതാണ് അമ്മ പറയുന്നത്. അപ്പോൾ ഏതൊന്നറിഞ്ഞാൽ മറ്റെല്ലാം അറിയാം. ഈ ഒരു കാര്യമുണ്ട്, ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. എന്താണ് ആ വേദം, ആ അറിവിൻ്റെ പേരാണ് വിശപ്പ്, അല്ലേ? വിശപ്പ് എന്ന് പറയുന്ന ആ അറിവ് അതിനെ മനസ്സിലാക്കി എടുക്കുക എന്നതാണ് കവിതയുടെ പ്രധാനപ്പെട്ട ആശയം. ഇതാണ് ഈ കവിതയുടെ പല ഭാഗത്തുനിന്ന് വരികൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട ആശയം. ഇത്രയാണ്. നമ്മുടെ അടുത്ത പാഠം എന്ന് പറയുന്നത് മാനവികതയുടെ തീർത്ഥമാണ്. നമുക്കറിയാം 2018 കേരളത്തിൽ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. 2018 വെള്ളപ്പൊക്കത്തിനെ മുൻനിർത്തിയിട്ടുള്ള ഒരു പാഠഭാഗമാണ് പ്രളയാക്ഷരങ്ങൾ എന്ന് പറയുന്ന കൃതിയിൽ നിന്ന് വൈശാഖൻ എഴുതിയിട്ടുള്ള. അപ്പോൾ ഇതിൽ നിന്ന് പ്രളയം മാനവികതയുടെ തീർത്ഥമാകുന്നത് എങ്ങനെ, തീർത്ഥമെന്ന് പറയുമ്പോൾ അതിനൊരു വിശുദ്ധി വരുന്നുണ്ട്, അല്ലേ? അതേപോലെ അതുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുത്തിട്ടുള്ള വാക്ക് മാനവികതയാണ്. അപ്പോൾ പ്രളയം എങ്ങനെ മാനവികതയാവുന്നു? നമ്മൾ നോക്കുമ്പോൾ അതിൽ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രളയം കൊണ്ട് നമുക്കുണ്ടാകുന്ന നഷ്ടം എന്താണ്? ആൾനാശം ഉണ്ടാകുന്നു, സ്വത്തുവകകൾ ഇല്ലാതാകുന്നു, അല്ലേ? മനുഷ്യൻ കെട്ടിയുണ്ടാക്കിയതായ പലതും നമുക്ക് നശിച്ച് ഇല്ലാതാവുകയാണ്. നമ്മുടെ സാമ്പത്തിക അവസ്ഥ തന്നെ, ഭദ്രത തന്നെ ഇല്ലാതാക്കുന്ന ഒന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രളയം എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതിനിടയിൽ നമുക്ക് മാനവികത കാണാം, അല്ലേ? പരസ്പരം പല പല കാരണങ്ങളുടെ പേരിൽ ജാതി മത വർഗ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പേരിൽ വേർതിരിഞ്ഞ് നിന്ന മനുഷ്യന്മാരെല്ലാവരും ഒന്നു ചേർന്ന ഒരു സന്ദർഭമായിരുന്നു 2018 പ്രളയം എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഇത്തരത്തിലുള്ള എല്ലാ വ്യത്യാസങ്ങളെയും മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഒന്നു ചേരുന്നു എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ ഒരു പ്രളയമാണ്. അല്ലെങ്കിൽ ഈ പ്രകൃതിയിലെ പല പ്രതിഭാസങ്ങളും, അല്ലേ? നമ്മൾ അരക്ഷിതരാവുന്ന, നമ്മൾ ഒറ്റപ്പെട്ട് നിസ്സഹായരായി തീരുന്ന പല അവസരങ്ങളിലും ഒന്നിച്ചു നിൽക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥ വരും, അല്ലേ? മനുഷ്യനെന്ന് പറയുന്ന ഒരു സമൂഹ ജീവിയാണ്. ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് മനുഷ്യന് നിലനിൽപ്പും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില അവസരങ്ങളിൽ മനുഷ്യൻ ഒന്നിച്ചു നിൽക്കേണ്ടതായിട്ട് വരുന്നു, അത് തിരിച്ചറിയുന്നു, അതുപോലെ ഒന്നിച്ചു നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് 2018 പ്രളയത്തിലാണ്. അതുകൊണ്ടാണ് അതിനെ മാനവികതയുടെ തീർത്ഥം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നതും ആ പ്രളയം നമ്മളെ പഠിപ്പിച്ച പാഠം ആണ്.
ഈ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ആശയം. 2018 പ്രളയത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അതിന് മുമ്പ് ഉണ്ടായിരുന്ന 1924 പ്രളയത്തിനെ കുറിച്ച് എഴുത്തുകാരൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി നേരിട്ട് അനുഭവിച്ചത് എന്താണ്? 1946 വെള്ളപ്പൊക്കം നേരിട്ട് അനുഭവിക്കുകയും ചെയ്തു. ആ വെള്ളപ്പൊക്കത്തിനെ കുറിച്ചുള്ള അനുഭവമാണ് ഈ പാഠഭാഗത്ത് പറയുന്നത്. ആ വെള്ളപ്പൊക്കത്തിൽ എന്താണോ സംഭവിച്ചത് അത് പറയുമ്പോൾ നമുക്കറിയാം 2018 നമ്മൾ അനുഭവിച്ചതും അത് തന്നെയാണ് എന്നുള്ളത്, അല്ലേ? എല്ലാവരും കൂടി ചേർന്ന് നാട്ടിലുള്ള ഉയർന്ന സ്ഥലത്തേക്ക് കയറി ചെല്ലുകയാണ്, അല്ലേ? കുന്നിൻ മുകളിലെ അണ്ണാച്ചിയുടെ വീട്ടിലേക്കാണ് എല്ലാവരും കൂടി ചേരുന്നത്. അപ്പോൾ ഈ അണ്ണാച്ചിയുടെ വീട് അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. 2018 അനുഭവമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാമ്പ്, ഒരു കമ്മ്യൂണിറ്റി ക്യാമ്പ് എങ്ങനെയാണോ അതിൻ്റെ അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ ഉള്ളത്, അല്ലേ? സമൂഹത്തിൻ്റെ പല തട്ടിലുള്ള പല അന്തരങ്ങളുള്ള ആളുകൾ ഒന്നിച്ചു ചേരുന്നു, അല്ലേ? അവർ ഒരുമിച്ച് വിനോദങ്ങളിൽ ഏർപ്പെടുന്നു, ഒരുമിച്ച് പച്ചക്കറിക്ക് നുറുക്കുന്നു, അതേപോലെ ഭക്ഷണം ഉണ്ടാക്കുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരേ ഇടം അവർ പങ്കുവെച്ച് കിടന്നുറങ്ങുന്നു. ഇങ്ങനെ ഒരു പ്രകൃതി ദുരന്തം സംഭവിക്കുന്ന സമയത്ത് അവർ മനുഷ്യർ എന്നുള്ള ഒരു നിലയിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. അവിടെ മാനവികത ഉയരുകയാണ് ചെയ്യുന്നത്. അത്രയും കാലം ഉണ്ടായിരുന്ന വേർതിരിവുകളെല്ലാം മാറ്റി എല്ലാവരും ഒന്നു ചേരുന്നു. കാരണം അവിടെ നിലനിൽക്കണമെങ്കിൽ ഒന്നു ചേർന്നേ തീരൂ എന്നുള്ളതാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ അവർ എന്തെല്ലാം അനുഭവിക്കുന്നു അത് തന്നെയാണ് 2018 നമ്മൾ ക്യാമ്പുകളിലും കണ്ടിട്ടുള്ളത്. പിന്നെ ഇതിൽ 2018 നമ്മൾ നേരിട്ട കെടുതിയെക്കുറിച്ചും പറയുന്നുണ്ട്. ഇത്രയും കെടുതികളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ പോലും ഒരു ഫിനിക്സ് പക്ഷി എന്ന പോലെ ആ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് നമുക്ക് ഉയരം സാധിക്കണം എന്നുള്ള ഒരു പ്രതീക്ഷയുടെ വശം കൂടിയാണ് പാഠഭാഗത്ത് പറയുന്നത്. അത് പറയുമ്പോൾ നമ്മൾ ചേർത്ത് പറയേണ്ടതാണ് ചേക്കുട്ടിപ്പാവകളെക്കുറിച്ച്. ചേക്കുട്ടിപ്പാവ എന്ന് പറയുന്നത് എന്താണ്? പ്രളയത്തിനെ അതിജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു പ്രതീകമായിട്ട് അവർ ഉണ്ടാക്കിയിട്ടുള്ള പാവകളെയാണ് ചേക്കുട്ടിപ്പാവ എന്ന് പറയും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. ഓക്കെ, അടുത്ത പാഠഭാഗമാണ് ഉണ്ണികൃഷ്ണൻ പുതൂരിൻ്റെ കീർത്തിമുദ്ര എന്ന കഥ. ഇത് കഥയാണ്. യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള, അദ്ദേഹം കണ്ടിട്ടുള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട അനുഭവത്തിൽ നിന്ന് അദ്ദേഹം എഴുതിയ കഥയായിരിക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അനുഭവം എന്ന് എഴുതാൻ പാടില്ല. പാഠഭാഗം ഒരു കഥയായിട്ട് തന്നെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രധാന ആശയം നിങ്ങൾക്കറിയായിരിക്കും, അല്ലേ? ഒരു വേഷക്കാരനായിട്ടുള്ള ഒരു ആശാൻ, അദ്ദേഹത്തിൻ്റെ അവസാന ദിവസത്തെ എന്താണ് അരങ്ങേറ്റം നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ ആദരിക്കാനായിട്ട്, അദ്ദേഹത്തിന് കീർത്തിമുദ്ര കൊടുക്കാനായിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്, അല്ലേ? ഔദ്യോഗികമായിട്ടുള്ള ഒരു പരിപാടി പോലെ മുഖ്യമന്ത്രിയും മറ്റ് വിശിഷ്ടമായ അതിഥികളും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് കീർത്തിമുദ്ര നൽകി ആദരിക്കാൻ വേണ്ടി അവർക്ക് മുന്നിലാണ് വേഷം കെട്ടി ആടേണ്ടത്. അപ്പോൾ അദ്ദേഹം വേഷം കെട്ടുന്നതിന് മുന്നേ ഉള്ള സന്ദർഭത്തിൽ അദ്ദേഹത്തിനെ പഴയ കാലത്തിനെ കുറിച്ചൊക്കെ ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, കളിയോഗത്തിലെ കുട്ടികൾക്ക് എന്തറിയാം? അവരൊക്കെ കലയെ കാര്യമായി എടുക്കുന്നുണ്ടോ? ചില ആളുകൾ എടുക്കുന്നുണ്ടാവാം, പക്ഷേ എല്ലാവരും എടുക്കുന്നില്ല എന്നാണ് ആശാൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹം എങ്ങനെയാണ് വളർന്നു വന്നിട്ടുള്ളത്? കളിപ്പെട്ടി തലയിലേറ്റി നടക്കാൻ പോലും ഈ വേഷവും മറ്റു വസ്തുവകളും ഒക്കെ ചേർന്നിട്ടുള്ള ഈ കളിപ്പെട്ടി തലയിലേറ്റി നടക്കുക വരെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത്രമാത്രം കഷ്ടപ്പെട്ടാണ് അദ്ദേഹം കഥകളിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇവരുടെ കൂട്ടത്തിൽ വളർന്നു വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് അത്രയും കഷ്ടതകൾ സഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ അവിടെ പലരും ഇത്ര തന്നെ കഷ്ടതകൾ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കളിയരങ്ങ് ദൈവസന്നിധിയാണ്. പക്ഷേ പുതിയ കുട്ടികൾക്ക് അത് അങ്ങനെയല്ല എന്നുള്ളൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ദൈവസന്നിധി അല്ലാതെ മറ്റൊന്നായിട്ട് കാണുക എന്ന് പറയുന്നത് ആശാനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു ധിക്കാരം അല്ലെങ്കിൽ ഒരു പരിഷ്കാരമാണ്. അങ്ങനത്തെ ധിക്കാരവും പരിഷ്കാരവും ഒന്നും തനിക്കില്ല എന്ന് അദ്ദേഹം തീർത്ത് പറയുന്നുണ്ട്. തൻ്റെ കളി അരങ്ങിനെ ഒരു ദൈവസന്നിധിയായിട്ട് കാണുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണമാണ്. അത് ദൈവസന്നിധിയായി തീരുമ്പോഴാണ് താൻ ചെയ്യുന്ന കലയിൽ ഒരു പ്രാർത്ഥന അടങ്ങിയിട്ടുണ്ടാവുക. ആ പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമാണ് അച്ചടക്കം, പ്രയത്നിക്കാനുള്ള സന്നദ്ധത എന്നിവ ഉണ്ടാവുക. അതിൽ തന്നെ അച്ചടക്കവും പ്രയത്നിക്കാനുള്ള സന്നദ്ധതയാണ് ഒരു കലാകാരന് ആദ്യമായി ഉണ്ടാകേണ്ടത്. ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് അവിടെ എടുത്തു പറയുന്നു അതാണ്.
ഇനി അദ്ദേഹത്തിനെ പലരും ആശാൻ എന്ന് വിളിക്കുന്നുണ്ട്. ഈ വിളി പ്രായം ചെന്ന ഒരാളെ വിളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ അദ്ദേഹത്തിന് താല്പര്യമില്ല. പ്രായം ചെന്നതുകൊണ്ട് ആരും തന്നെ ആശാൻ എന്ന് വിളിക്കണം എന്നില്ല. അതല്ലാത്ത അയാളൊരു നല്ല വേഷക്കാരനാണ്, നല്ല അഭിനേതാവാണ് എന്ന നിലയിൽ ആരെങ്കിലും ആശാൻ എന്ന് വിളിക്കുകയാണെങ്കിൽ അതിൽ അഭിമാനമുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് കെട്ടിയാടിയിരുന്ന വേഷം കൃഷ്ണൻ്റേതാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ പ്രായത്തിന് ചേർന്നതായിട്ടുള്ള ഒരു വേഷം കൂടിയായിരുന്നു. വൃന്ദാവനത്തിലെ രാധയായിട്ട് അദ്ദേഹം തൻ്റെ മനസ്സിൽ തൻ്റെ തന്നെ കാമുകിയായിരുന്ന കുഞ്ഞുലക്ഷ്മിയെയായിരുന്നു സങ്കല്പിച്ചിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം രാധയെ മനസ്സിൽ ഓർക്കുന്ന സമയത്ത് കുഞ്ഞുലക്ഷ്മിയുടെ മുഖവുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിട്ടാണ് ഓർമ്മിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കാലം കൃഷ്ണവേഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആളുകളുടെ ഇടത്തുനിന്ന് അംഗീകാരം കിട്ടുന്നത് അദ്ദേഹം യവനൻ്റെ വേഷം കിട്ടിയാടിയപ്പോഴാണ്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം യവനൻ്റെ വേഷം കെട്ടിയാടാൻ വേണ്ടിയിട്ട് തുടങ്ങി. യവന വേഷം കെട്ടിയാടാൻ തുടങ്ങിയതിന് അദ്ദേഹത്തിന് ആശാൻ്റെ യവനനെ വെല്ലാൻ ആരുമില്ലെന്ന് വിവരമുള്ളവർ വിധി എഴുതി എന്ന് പറയുന്നുണ്ട്. അത്രമാത്രം അദ്ദേഹത്തിൻ്റെ യവന വേഷത്തിന് പ്രശംസ കിട്ടുക. അപ്പോൾ ഏത് വേഷം കിട്ടിയാലും അതിനെ പരിപൂർണമായിട്ട് മികച്ചതാക്കുക, പൂർണ്ണമായ അർത്ഥത്തിൽ മികച്ചതാക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പക്ഷേ അദ്ദേഹത്തിന് കൃഷ്ണൻ്റെ കിരീടം അല്ലേ, അത് അവിടുന്ന് നഷ്ടമാവുകയാണ്. ശ്രീകൃഷ്ണൻ്റെ കിരീടത്തിനൊരു പ്രത്യേകതയുണ്ട്. മയിൽപീലിയൊക്കെ കുത്തിവെച്ചുള്ള ഒരു കിരീടമാണെന്ന് ഇതിൽ പറയുന്നുണ്ട്. ആ കിരീടം അദ്ദേഹം കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, വലിയ ഒരു വിഷമം തോന്നുന്നുണ്ട്. ആശാൻ കിരീടം തൊട്ട് വന്ദിച്ചു, നമസ്കരിച്ചു. എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ എന്ത് ചെയ്യുന്നു, കണ്ണ് നിറയുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ കിരീടം നഷ്ടമാകുന്നു അല്ലേ. കൃഷ്ണവേഷം മാറി യവനവേഷം കെട്ടിയാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കിരീടം നഷ്ടമാവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി തീർപ്പിച്ച അദ്ദേഹത്തിൻ്റെ തലയുടെ പാകത്തിന് അനുസരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കിരീടമാണ്. അപ്പോൾ മറ്റ് കിരീടങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അണിയറയുടെ മൂലയിൽ പ്രത്യേക പീഠത്തിന്മേലിരിക്കുന്ന ആ കിരീടം തൻ്റെ തലയ്ക്ക് പാകത്തിന് തീർപ്പിച്ചതായിരുന്നു. ഇന്നത് ഉപയോഗിക്കാതെ വെറുതെ ഇരിക്കുകയായിരുന്നു. ആ കിരീടം കാണുന്ന സമയത്ത് അദ്ദേഹം പഴയ കാലത്തിലേക്ക് കടന്നു പോവുകയാണ്, അത് പറയുന്നുണ്ട്. പിന്നെ സംഭവിക്കുന്നത് നമുക്കറിയാം അല്ലേ. അതേ ആ പെർഫോമൻസ്, അതേ ആ വേദിയിൽ യവനനായി കെട്ടിയാടുന്നു, ശ്രീകൃഷ്ണൻ്റെ കൂടെ തന്നെ മത്സരിച്ച് അഭിനയിക്കുന്നു, ശ്രീകൃഷ്ണനായിട്ട് അഭിനയിക്കുന്ന വേഷക്കാരൻ്റെ കൂടെ മത്സരിച്ച് അഭിനയിക്കുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം തളർന്നു വീഴുന്നു, അദ്ദേഹം മരിക്കുന്നു, കീർത്തിമുദ്ര നൽകാൻ സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് കഥ അവസാനിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം മുൻകൂട്ടി സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം മരണമല്ല, അദ്ദേഹത്തിന് സ്വർഗം ലഭിക്കും എന്നുള്ളത് സൂചന. ഏകാദശി നോയമ്പ്, സ്വർഗവാതിലെ ഏകാദശി ദിവസമാണ്. അദ്ദേഹം ഏകാദശി നോറ്റിട്ടുണ്ട്. അതേപോലെ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ശ്രീകൃഷ്ണനുമായിട്ട് യുദ്ധം ചെയ്ത് മരിക്കുന്ന ആൾക്ക് മോക്ഷം കിട്ടും. അപ്പോൾ വേദിയിലാണെങ്കിലും അഭിനയമാണെങ്കിലും അദ്ദേഹം ശ്രീകൃഷ്ണനുമായിട്ട് പടവെട്ടി മരിച്ചു വീഴുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ സമയത്താണ് മരിച്ചു വീഴുന്നത്. ഇപ്പം ഇത് രണ്ടും കൂട്ടിച്ചേർത്ത് അദ്ദേഹത്തിന് സ്വർഗം ലഭിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിന് മോക്ഷം ലഭിച്ചു എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആശയം. ഉണ്ണികൃഷ്ണൻ പോരൂരിൻ്റെ ഒരു കഥയാണ് പാഠഭാഗം എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആശാൻ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കഥയായിട്ട് കണ്ടാൽ മതിയാവും. നമ്മുടെ അടുത്ത പാഠഭാഗമാണ് കളിയച്ഛൻ ജനിക്കുന്നു. ഇത് പി കുഞ്ഞിരാമൻ നായർ എഴുതിയിട്ടുള്ള പാഠഭാഗമാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, അദ്ദേഹം സൗന്ദര്യാരാധകനായിട്ടുള്ള, പ്രകൃതി ആരാധകനായിട്ടുള്ള ഒരു കവിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഒരു കവി എന്നുള്ള നിലയിലാണ് നമുക്ക് പരിചയം. അദ്ദേഹത്തിൻ്റെ കവിയുടെ കാൽപ്പാടുകൾ എന്ന ആത്മകഥാഭാഗത്തു നിന്നാണ് ഈ ഒരു രചനയെടുത്ത്. അപ്പോൾ കളിയച്ഛൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതിയാണ്, അദ്ദേഹം എഴുതിയ പ്രശസ്തമായിട്ടുള്ളൊരു കവിതയാണ് എന്നുള്ള കാര്യം ആദ്യം നമ്മൾ ഓർക്കണം. കളിയച്ഛൻ എന്നതിൽ അഹങ്കാരിയായിട്ടുള്ള ഒരു കഥകളി വേഷക്കാരൻ്റെയൊക്കെ ഒരു കഥയാണ് പറയുന്നത്. അയാൾ തൻ്റെ ഗുരുവിനെ ധിക്കരിക്കുന്നു, എന്നിട്ട് പോകുന്നു, പക്ഷേ അയാൾക്ക് തിരിച്ചു വരേണ്ടതായിട്ട് വരുന്നു. ആ ഗുരുവിൻ്റെ മാഹാത്മ്യം അയാൾ തിരിച്ചറിയുന്നു. ഇത്തരത്തിലുള്ള ഒരു ആശയം ഉൾക്കൊള്ളുന്ന കവിതയാണ് കളിയച്ഛൻ. അപ്പം എങ്ങനെയാണ് ആ കളിയച്ഛൻ എന്ന കവിത എഴുതിയത് എന്ന ആത്മകഥയിൽ പറയുന്നതാണ് ഈ ഒരു പാഠഭാഗം. അതുകൊണ്ടാണ് ഇതിന് എന്ത് പേര് വരുന്നത്, കളിയച്ഛൻ ജനിക്കുന്നു എന്നുള്ള ശീർഷകം വരുന്നത്. ഓക്കെ, ഇനി ഒറ്റപ്പാലത്ത് എന്തിനു പോയതാണ് കവി? പരിഷൽ സമ്മേളനം, സാഹിത്യ സമ്മേളനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അവിടെ നിരവധി തലയെടുപ്പുള്ള ആനകളുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ തലയെടുപ്പുള്ള ആനകളെന്ന് വിശേഷിപ്പിച്ച അന്ന് ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെയാണ്. അതിൽ ഡോക്ടർ രാധാകൃഷ്ണൻ വരുന്നുണ്ട്,
അറിയാലോ അദ്ദേഹം ആരാന്ന്. പിന്നെ കവികളാണ് മഹാകവി വള്ളത്തോൾ, എൻ വി കൃഷ്ണവാര്യർ, മഹാകവി ജി വൈലോപ്പിള്ളി, ഒളപ്പമണ്ണ, ഇങ്ങനെ പ്രധാനപ്പെട്ട പല ആളുകളും ഇതിലുണ്ട്, ഈ സാഹിത്യ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഡോക്ടർ രാധാകൃഷ്ണൻ്റെ സംസാരം അദ്ദേഹത്തിനെ ഇംഗ്ലീഷിൽ നിന്ന് തർജ്ജമ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തയ്യാറായിട്ട് വന്നിരുന്നത് എൻ വി കൃഷ്ണവാര്യരാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തർജ്ജമ അല്ലേ, പ്രസംഗം തന്നെ എന്താണെന്നാണ് പറയുന്നത്, പ്രസംഗം തന്നെ ഒരു ശക്തമായിട്ടുള്ള നല്ല ഭാഷ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രസംഗം, അതിന് യോജിച്ച ഒരു തർജ്ജമയാണ് അതിന് നൽകുന്നത്, എൻ വി കൃഷ്ണവാര്യരും നൽകുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അത് ഇംഗ്ലീഷിലെ ചില പദങ്ങൾക്ക് മലയാളത്തിൽ വാക്കുകളില്ല എന്ന് സ്വന്തം അജ്ഞത പുറത്തിടുന്ന വെറും ഡിഗ്രിക്കാർക്ക് ആ തർജ്ജമ ചാട്ടയടിയായി എന്ന് പറയും. അപ്പോൾ നമ്മുടെ നാട്ടിൽ വിദ്യാസമ്പന്നരെന്ന് പറയുന്ന പഠനമൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകൾ, ഡിഗ്രിക്കാർ, അവർ പലരും ഈ തർജ്ജമയുടെ സമയത്ത് പറയും ഈ വാക്കുകൾക്കുള്ള മലയാളം ഇല്ല എന്നൊക്കെ പറയും. അവർക്കുള്ളൊരു ചാട്ടയടി പോലെയാണ് ഈ എൻ വി കൃഷ്ണവാര്യർ രാധാകൃഷ്ണൻ്റെ പ്രസംഗ വെള്ളച്ചാട്ടത്തിനെ മലയാളത്തിലേക്ക് മാറ്റിയത് എന്ന് പറയുന്നുണ്ട്. രാധാകൃഷ്ണൻ്റെ പ്രസംഗ വെള്ളച്ചാട്ടം എന്നാണ് വിശേഷിപ്പിച്ചത്. ആ പ്രസംഗ വെള്ളച്ചാട്ടത്തിനെ എന്ത് ചെയ്തു, വാര്യർ ഉള്ളം കയ്യിൽ സമുദ്രമെടുത്തു അല്ലേ, വളരെ നിസാരമായിട്ട് അതിനെ പരിഭാഷപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം കഴിഞ്ഞു. ഈ രണ്ടാമത്തെ ദിവസത്തിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പി കുഞ്ഞിരാമൻ നായർ കവിത അവതരിപ്പിക്കണം. അപ്പോൾ ഇദ്ദേഹം ഒരു നിമിഷ കവിയെ പോലെയാണ് അല്ലേ. യാത്രകൾക്കിടയിലൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, കവിതകൾ എഴുതിയിട്ടുണ്ട്. ബസ് യാത്രയിലും ട്രെയിൻ യാത്രയിലും, ഇനി വേദിയിൽ കയറി അപ്പോൾ വേദിയിലെ ആ നിമിഷം അദ്ദേഹം കവിതകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു നിമിഷ കവി എന്നുള്ള നിലയിൽ അറിയപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ആ പണി എവിടെ പറ്റില്ല, ഇവിടെ പറ്റില്ല. കാരണം ഇത് പരിഷൽ സമ്മേളനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെയും ആളുകളുണ്ടാവും, അവിടെ ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട്. എന്തെങ്കിലും ഒരു കവിത പറഞ്ഞാൽ പോരാ, അത് നല്ല കവിതയായിരിക്കണം എന്നുള്ള നിർബന്ധം കൂടി ഉണ്ട്. അപ്പോൾ അദ്ദേഹം കവിത എഴുതാനായിട്ട് അദ്ദേഹത്തിൻ്റെ താമസിക്കുന്നിടത്ത് വരുന്നു, ഭാരതപ്പുഴയുടെ വക്കിലായിട്ട് വരുന്നു. അദ്ദേഹത്തിനോട് കവിത എഴുതിയില്ലേന്ന് ചോദിക്കുന്ന പ്രകൃതിയിലെ പല പല ബിംബങ്ങൾ കടന്നു വരുന്നുണ്ട്. ആദ്യം ചോദിക്കുന്നത് കവിത എഴുത്ത് കഴിഞ്ഞ മഹാകാശം ചോദിച്ചു തൻ്റെ കവിത എന്തായി അല്ലേ. മറ്റൊരു കവി അന്വേഷിക്കുന്നത് പോലെയാണ്, ആകാശമാണ് ചോദിക്കുന്നത്. ആകാശത്തിൻ്റെ കവിത എഴുത്ത് ഒരുപക്ഷെ മഴയായിരിക്കാം, എന്തായാലും ആകാശം ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പുഴയലകൾ എത്തി നോക്കി ചോദിച്ചു എന്തായി കവി എഴുതിയോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അത് കഴിഞ്ഞിട്ട് പാതിരാക്കാറ്റാണ് ചോദിക്കുന്നത്, ഉറക്കത്തിൽ പെടരുത് വേഗമാവട്ടെ അല്ലേ. പാതിരാക്കാറ്റ് ഒരുപക്ഷെ കഥക്ക് മുട്ടി എന്നാണ് പറയുന്നത്. കാറ്റിൽ കഥ കഴിഞ്ഞപ്പോൾ ഉറങ്ങി തൂങ്ങിയിരുന്ന ആൾ ഞെട്ടി ഉണർന്നതായിരിക്കാം ഒരുപക്ഷെ. അപ്പോൾ ഇങ്ങനെ പ്രകൃതിയിലെ പല ബിംബങ്ങളും ഇദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഭാഗമാവാൻ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആ കവിതാ എഴുത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തീരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കതിൽ വ്യക്തമാവുന്നത്. ഇനി അദ്ദേഹത്തിന് മനസ്സിലൊരു ദർശനം ഉണ്ടാവുന്നു, ഒരു വെളിപാടുണ്ടാവുന്നു, എഴുതാനുള്ള ആശയം ലഭിക്കുന്നു അല്ലേ. എന്താണ് ആ ആശയം എഴുതുന്നതിന് മുൻപ് അദ്ദേഹം മനസ്സിൽ ചിന്തിക്കുകയാണ്, സത്യത്തിൽ ഇത് എഴുതുന്നത് ഒരു വിശ്വമഹാകവിയാണ്. ആര്? ദൈവത്തിനെയാണ് അവിടെ കവിയായിട്ട് കാണുന്നത്. നീ കവി, ആരെ? ദൈവത്തിനെയാണ് കവിയായിട്ട് പറയുന്നത്. ഞാൻ പേന, ദൈവമാകുന്ന കവിയുടെ കവിത എഴുതാനുള്ള ഒരു ഉപകരണം, ഒരു പേന മാത്രമാണ് ഈ ഭൂമിയിലുള്ള പല കവികളും എന്നുള്ളൊരു സങ്കല്പമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങി ഞാൻ പേന അല്ലേ. പി കുഞ്ഞിരാമൻ നായർ തന്നെ ഈശ്വരന് കവിത എഴുതാനുള്ള, ദൈവത്തിന് കവിത എഴുതാനുള്ള ഒരു ഉപകരണമായി തന്നെ കവി കാണുകയാണ് അല്ലേ. അപ്പം ഞാനൊരു കവിത എഴുതുകയാണെങ്കിൽ കടലാസിൽ അത് എഴുതാൻ എനിക്കൊരു ഉപകരണം വേണം. അതേപോലെ വിശ്വമഹാകവിക്ക് കവിതകൾ എഴുതാനുള്ള ഉപകരണമായിട്ട് സ്വയം മാറുകയാണ് അവിടെ ഇദ്ദേഹം. ഇനി മെഴുകുതിരി 3 എന്നെ രക്ഷിക്കാൻ ആത്മഹൂതി ചെയ്തു. 3 മെഴുകുതിരികൾ കത്തി എരിഞ്ഞു, 4ാമത്തെ മെഴുകുതിരി കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും സമയമെടുത്തിട്ടാണ് അദ്ദേഹം ആ കവിത മുഴുവനായിട്ട് എഴുതിയത്. പിന്നെയുള്ള കാര്യം നിങ്ങൾക്കറിയാലോ, കവിത അദ്ദേഹം എന്ത് ചെയ്യുന്നു, സദസ്സിൽ വെച്ചിട്ടത് അവതരിപ്പിച്ചു. കവിത പൊതിയുമായി സ്റ്റേജിലെത്തി അല്ലേ. അതിന് മുന്നേ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അസൽ എഴുതാനുണ്ട്, ആദ്യം എഴുതിയത് തിരുത്തി കുറിച്ച് രണ്ടാമതൊരു പകർപ്പ് എഴുതാനുണ്ട്, വൃത്തിയായിട്ടുള്ള ഒരു പകർപ്പ്, വെട്ടലും കുത്തലും തിരുത്തലും ഒക്കെ കഴിഞ്ഞിട്ടുള്ള പകർപ്പ്, അതിനെയാണ് അസൽ എന്ന് പറയുക. ആ അസൽ എഴുതാനുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങൾ അവിടെ പറയുന്നുണ്ട്. കവിത പൊതിയായിട്ട് സ്റ്റേജിലെത്തി, വള്ളത്തോൾ അനുഗ്രഹിക്കുന്നുണ്ട് അല്ലേ. മറ്റൊരു കവിനെ കുറിച്ച് പറയുന്നത് വള്ളത്തോൾ എന്ന മഹാകവി അവിടെ വന്നു, വള്ളത്തോൾ അനുഗ്രഹിച്ചു, സദസ്സ് രസിച്ചു, ലയിച്ചു, വലിയ കരഘോഷമുണ്ടായി. കവിതയുടെ ജീവിത കവിതാബലിയായിരിക്കാം ഇത്, കവിയുടെ ജീവിത കവിതാബലിയായിരിക്കാം ഇത്. അത് കഴിഞ്ഞ്
മറ്റൊരു കാര്യം പറയാനുള്ളത് NV കൃഷ്ണവാര്യർ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള പേര് തന്നെയാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ്റെ പ്രസംഗത്തിനെ മലയാളത്തിലേക്ക് മാറ്റിയ വ്യക്തി കൃഷ്ണവാര്യർ. മാതൃഭൂമിയുടെ ഭാഗമായിട്ട് കൃഷ്ണവാര്യർ എന്ത് പറഞ്ഞു? കവിത എനിക്ക് പ്രസിദ്ധീകരിക്കാനായിട്ടുള്ള ആവശ്യം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കളിയച്ഛൻ എന്ന കവിത അവിടെ മാതൃഭൂമിയിൽ അച്ചടിച്ച് വരികയാണ്. ഇത്രയാണ് ഈ പാഠഭാഗത്തിൻ്റെ ആശയം. തലയെടുപ്പുള്ള ആന എന്ന് മാത്രം ഉദ്ധരിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വ്യക്തികളാണ്. ചാപ്റ്റർ ഇതാണ്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കവികളും ഡോക്ടർ എസ് രാധാകൃഷ്ണനും ഒക്കെയാണ് ഇതിൽ പറയുന്ന തലയെടുപ്പുള്ള ആനകൾ എന്നൊക്കെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കണം. അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് ടി ഉബൈദിൻ്റെ കവിതയോട് എന്ന കവിതയാണ്. അപ്പോൾ ഇതിൽ പ്രകൃതി എന്ന അമ്മയെ തിരഞ്ഞ് നടക്കുന്ന ഒരു മകൻ ആയിട്ടാണ് കവി അല്ലെങ്കിൽ ഈ കവിതയിലെ ആഖ്യാതാവ് വരുന്നത്. എന്നെ കാണാൻ വേണ്ടി എന്തിനിത്ര താമസിക്കണം? എൻ്റെ അടുത്ത് വന്നൂടെ? നിന്നെ കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചിരിക്കുന്നു. നീ എന്തിനാണ് മറഞ്ഞിരിക്കുന്നത് അമ്മേ എന്ന് ചോദിച്ചുകൊണ്ടാണ് കവി ആരംഭിക്കുന്നത്. അപ്പോൾ കവി പ്രകൃതിയിൽ എവിടെയൊക്കെയാണ് പ്രകൃതി എന്ന അമ്മയെ, ഈ പ്രകൃതി എന്ന് പറയുന്ന അമ്മേനെ, പ്രകൃതി അമ്മേനെ എവിടെയെല്ലാമാണ് തിരഞ്ഞത് എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. പൂർവാശയെ ആറ്റുനൂറ്റു സമ്പാദിച്ചൊരു തങ്ക പൂങ്കുമാരനെ അങ്ങ് പൊൽച്ചാറിൽ മുക്കി മുക്കി നീരാട്ടി മടിത്തട്ടിൽ കിടത്തി താലോലിക്കും നേരത്ത് നിന്നെ തേടി എങ്ങും ഞാൻ നടക്കവേ എന്ന് പറയുന്നു അല്ലേ. പ്രകൃതി എന്താണ് ചെയ്യുന്നത്? തൻ്റെ തങ്ക പൂങ്കുമാരനെ വെള്ളത്തിൽ, പൊൽച്ചാറിൽ, സ്വർണ്ണ നിറമുള്ള വെള്ളത്തിൽ മുക്കി മുക്കി കുളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. കുളിപ്പിച്ച് മടിത്തട്ടിൽ കിടത്തിയിരിക്കുക. സൂര്യാസ്തമയമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ സൂര്യാസ്തമയത്തിൽ പ്രകൃതി എന്ന അമ്മയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ മകൻ ചെല്ലുന്നു. പക്ഷെ പ്രകൃതി എന്ന അമ്മയെ കണ്ടോ? കണ്ടില്ല. പക്ഷേ പകരം കണ്ടത് ആ മണിമുറ്റത്ത് സ്മിതത്തൂവൊളി എന്നെ യാതൊന്നും കണ്ടിടാതെ മടങ്ങി നിരാശനായി മടങ്ങേണ്ടി വന്നു. കാരണം പ്രകൃതി എന്ന അമ്മയുടെ ഒരു പുഞ്ചിരി മാത്രമാണ് അല്ലേ, ചിരി മാത്രമാണ്. ആ ചിരിയും അതിൻ്റെ പ്രകാശവുമാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ ചുറ്റിലും പ്രകൃതിയുണ്ട്, പ്രകൃതിയുടെ പല പല ഭാവങ്ങൾ കാണാം, പ്രകൃതിയുടെ പല പല ഭാഗങ്ങൾ കാണാം. പക്ഷെ ആ പ്രകൃതി എന്ന അമ്മയെ മുഴുവനായിട്ട് ഒരിക്കലും ദർശിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് പറയുന്നത്. ഇനി പശ്ചിമ തടാകത്തിൽ ഇറങ്ങി സ്നാനം ചെയ്തു പൊൽച്ചെമ്പട്ട് ഉടുത്ത അർക്കദീപവും കയ്യിലേന്തി പ്രാർത്ഥനയ്ക്കായി ചെല്ലും സന്ധ്യയാം പെൺകുടി തൻ പൂവനത്തിലും അമ്മയെ നിന്നെ ഞാൻ തിരഞ്ഞതേ. രണ്ടാമതായിട്ട് അമ്മയെ അന്വേഷിച്ച് ചെല്ലുന്നത് സന്ധ്യയുടെ അടുത്താണ്. സന്ധ്യ അല്ലേ, സൂര്യൻ കടലിൽ അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സൂര്യൻ എന്ന ദീപത്തിനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന സന്ധ്യ എന്ന പെൺകുട്ടിയായിട്ടുള്ള അവളുടെ പൂവനത്തിലെ അവളുടെ ഇടത്തിലേക്ക് ഞാൻ ചെന്നു. ആരെ തിരഞ്ഞുകൊണ്ട്? അമ്മയെ തിരഞ്ഞുകൊണ്ട്. അവിടെ എന്താ കണ്ടത്? അവിടെ കാണുന്നത് ആ അമ്മയുടെ, പ്രകൃതി എന്ന അമ്മയുടെ ചേലയുടെ വസ്ത്രത്തിൻ്റെ ഒരു സൗവർണ രുചി, അത് മാത്രമേ കാണാൻ സാധിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം അമ്മയുടെ ചിരി മാത്രമാണ് കണ്ടതെങ്കിൽ രണ്ടാമത്തെ അമ്മയുടെ ചേലയുടെ ഒരു തിളക്കമാണ് കാണാൻ സാധിച്ചത്. ഇനി സാധുവാം കൃഷകന് നൽകുവാൻ പ്രകൃതി അമ്പ സാമോദം സംഭരിച്ച രത്നങ്ങൾ നിറച്ചതാം ഇരുമ്പ് പെട്ടികളും പത്തായങ്ങളും ഏറ്റവും നിറച്ചു വെച്ചിടന വെൺതട്ടിൻ മുകളിലും ഞാൻ അണഞ്ഞെങ്ങും തേടി. അടുത്തതായിട്ട് എത്തുന്ന ആകാശത്തേക്കാണ് അല്ലേ. കർഷകന് കൊടുക്കാനുള്ള രത്നങ്ങളുമായിട്ടാണ് ആകാശം ഉള്ളത് അല്ലേ. കാരണം ആകാശത്ത് നിന്ന് മഴ പെയ്തു കഴിഞ്ഞാലാണ് അല്ലേ മണ്ണിന് വേണ്ട വെള്ളവും വളവും ഒക്കെ രൂപപ്പെട്ട് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ കൃഷിക്കാരന് തൻ്റെ രത്നം വിളയിച്ചെടുക്കാൻ സാധിക്കുള്ളൂ, നല്ല രീതിയിൽ വിളവെടുപ്പ് നടത്താനായിട്ടുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ കർഷകന് കൊടുക്കാനുള്ള രത്നങ്ങളൊക്കെയുള്ള ആ ആകാശത്തേക്ക് ഞാൻ ചെന്നു. ആരെ തിരഞ്ഞിട്ട്? പ്രകൃതിയാകുന്ന അമ്മയെ തിരഞ്ഞിട്ട്. അവിടെ എന്താ കാണുന്നത്? അവിടെ അമ്മയെ കണ്ടില്ല, പക്ഷേ അമ്മയുടെ വാർമഴവില്ലെന്ന മാണിക്യമാല കണ്ടു. പ്രകൃതി എന്ന അമ്മയുടെ മാണിക്യമാല കണ്ടു. ഏതാണത്? മഴവില്ല്. പിന്നെയോ പൊന്മിന്നൽ കാഞ്ചിയും കണ്ടേ, അതിൻ്റെ തിളക്കം എന്താണ്? മിന്നലാകുന്ന അതിൻ്റെ തിളക്കവും കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രകൃതിയെ മുഴുവനായിട്ട് അറിയാനായി ശ്രമിക്കുന്ന ഒരു മകൻ അല്ലേ, പ്രകൃതിയെ മുഴുവനായിട്ട് ഉൾക്കൊള്ളാനായി ശ്രമിക്കുന്ന ഒരു മകൻ. എന്നാൽ പ്രകൃതിയെ മുഴുവനായിട്ട് ഉൾക്കൊള്ളാനാവില്ല. എവിടെയും നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രകൃതിയുടെ അടയാളങ്ങളാണ്. പ്രകൃതി എന്ന അമ്മയുടെ സൂചനകൾ എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ സൂചനകൾ കാണുന്നുണ്ട്. രാവിലെ നേരത്ത് പക്ഷികൾ പാട്ട് പാടുന്നുണ്ട്. ആ പാട്ടുപാടിൽ നിന്ന് തിരിച്ചറിയുന്നു അതെന്താണ്? പ്രകൃതിയുടെ താരാട്ടുപാട്ടാണ് അല്ലേ. ഈ മകന് വേണ്ടി താരാട്ട് പാടുന്നുണ്ട്. അപ്പോൾ അത് പക്ഷികളുടെ പാട്ടിലൂടെയാണ് ആ താരാട്ട് പാടുന്നത് എന്ന് മാത്രം. പിന്നെ പൂഞ്ചോലകൾ അല്ലേ, പൂഞ്ചോലകൾ ഒഴുകി പോകുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദം അതെന്തായിട്ടാണ് പറയുന്നത്? പ്രകൃതി അമ്മ കൈയടിക്കുന്ന ശബ്ദമായിട്ടാണ്. ത്വൽക്കര മൃദുഘോഷം അല്ലേ, അദ്ദേഹത്തിൻ്റെ കരഘോഷമായിട്ടാണ് അതിനെ കാണുന്നത്. പിന്നെ
അമ്മയുടെ പ്രകൃതി അമ്മയുടെ കാൽപ്പാടുകൾ എവിടെ കാണുന്നത്? ചുറ്റും കാണുന്ന പൂക്കളാണ് അല്ലേ? ചെമ്പനീർ പുഷ്പങ്ങളിൽ റോസാപുഷ്പങ്ങൾ, തൻ്റെ ചുറ്റും കാണുന്ന ഓരോ റോസാപുഷ്പവും എന്തായിട്ടാണ് പറയുന്നത്? ഈ അമ്മയുടെ കാൽപ്പാടുകളായിട്ടാണ് കവി പറയുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റിലും പ്രകൃതിയെ മുഴുവനായി അറിയണം എന്ന് ചിന്തിച്ചാൽ നമുക്ക് സാധിക്കില്ല. പക്ഷേ ആ പ്രകൃതിയുടേതായിട്ടുള്ള എന്ത് നമുക്ക് കാണാൻ പറ്റും? അടയാളങ്ങൾ നമ്മുടെ ചുറ്റിലും കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ആശയം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കവിതയിലെ വരികളുടെ ആശയങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. ഓക്കെ, നമ്മുടെ അടുത്ത പാഠം എന്ന് പറയുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ മാണിക്യ വീണ എന്ന് പറയുന്ന കവിതയാണ്. മാതൃഭാഷയെ വർണ്ണിച്ചുകൊണ്ടുള്ള, പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു കവിതയാണ് ഈ മാണിക്യ വീണ എന്ന പാഠഭാഗം. മലയാളം എന്ന മാതൃഭാഷയാണ് അല്ലേ? അപ്പോൾ അതിന് ഒരുപാട് വിശേഷണങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ദ്രാവിഡ നന്ദിനി എന്ന് പറയുന്നുണ്ട്. ദ്രാവിഡ ഭാഷകളിലൊന്നായിട്ട് മലയാളത്തിനെ കണക്കാക്കുന്നു. തമിഴിൻ്റെ പുത്രി എന്ന പോലെയും ദ്രാവിഡ ഭാഷകളിലൊന്നായിട്ടും മലയാളത്തിനെ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ദ്രാവിഡ നന്ദിനി, ദ്രാവിഡ ഭാഷയുടെ പുത്രി എന്ന് പറയുന്നത്. ഇനി ജീവന് തന്നെ നൂതനമായ ഉന്മേഷം നൽകുന്നൊരു ഭാഷയാണ് നമ്മുടെ ഭാഷ എന്ന് പറയുന്നു. അതേപോലെ ദേവഭാഷാമൃതം ചേർന്ന ഭാഷയാണ് എന്ന് പറയുന്നു. ദേവഭാഷ കലർന്നിട്ടുള്ള, ദേവഭാഷ എന്ന് പറയുന്നത് സംസ്കൃതം കലർന്ന ഭാഷയാണ് മലയാളം. ധാരാളം സംസ്കൃത പദങ്ങളൊക്കെ മലയാളത്തിലുണ്ട്. പദങ്ങൾ മാത്രമല്ല, മറ്റ് പല വിധത്തിലും സംസ്കൃത ഭാഷയുടെ സ്വാധീനം ഉള്ള ഭാഷയാണ് മലയാളം എന്ന് പറയുന്നത്. അപ്പം സംസ്കൃതമാകുന്ന ഒരു ദേവഭാഷ അല്ലെങ്കിൽ ആ അമൃത് കലർന്നിട്ടുള്ള ഒരു ഭാഷയാണ് മലയാളം എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി തെക്കൻ കടൽ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഓഷ്യൻ അല്ലേ? തെക്കൻ കടൽ പാളി കല്ലോല പാളി നിൻ ഗാനങ്ങൾ കേൾക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? താളമിട്ട് ആടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ നാളികേരദ്രുമ താലപത്രാന്തര മർമ്മരങ്ങൾ, നാളികേരദ്രുമം തെങ്ങ്, താലപത്രാന്തര മർമ്മരങ്ങൾ തെങ്ങിൻ്റെയും കരിമ്പനയുടെയും ഇലകളുടെ കാറ്റടിക്കുമ്പോഴുള്ള മർമ്മര ശബ്ദം എന്തായിത്തീരുന്നു? താനമായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ സ്വരവിസ്താരമായിട്ട് തീരുന്നു എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ നാടിൻ്റേതായിട്ടുള്ള സവിശേഷതകളൊക്കെ ഈ ഭാഷയ്ക്ക് എന്താവുന്നുണ്ട്? ഭംഗിയായി തീരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അല്ലേ, അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ വെച്ചിട്ടാണ് അവിടെ പറയുന്നത് എന്ന് മാത്രം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വരികളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നത്. ഈ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരാവുന്ന ഭാഗമാണ് അല്ലേ? കർമ്മമണ്ഡലം വിസ്തൃതമല്ലൊരു കൈക്കുടവട്ടമാണായിരിക്കാം. മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റു ഭാഷകളെപ്പോലെ ഒരുപാട് സ്ഥലത്ത് മലയാളികളൊന്നുമില്ല. ഒരുപാട് സ്ഥലത്തേക്ക് എന്താ പറയുക, വ്യാപിച്ചു കിടക്കുന്നതോ ഒരുപാട് സ്ഥലത്ത് മലയാളികളായിട്ടുള്ള ആളുകളൊന്നും ഇല്ല എന്ന് നമുക്കറിയാം അല്ലേ? അതായത് മലയാളികൾ ലോകത്തിൻ്റെ പല ഇടങ്ങളിലായിട്ടുണ്ട്. പക്ഷേ മലയാളം സംസാരിക്കുന്നവരായിട്ടുള്ള, മലയാളം മാതൃഭാഷയായിട്ടുള്ള ആളുകൾ ലോകത്തിലെ എല്ലായിടത്തും ഇല്ല. കേരളത്തിലാണ് പ്രധാനമായിട്ട് ഉള്ളവർ. അതേപോലെ മലയാളം എന്ന ഭാഷയുടെ മണ്ഡലം, കർമ്മമണ്ഡലം എന്ന് പറയുന്നത് ഒരുപാട് വിസ്തൃതമൊന്നും ആയിരിക്കില്ല. ഒരു കൈവട്ടം പോലെ വളരെ ചുരുക്കം ഒരു സ്ഥലത്ത് മാത്രം ആയിരിക്കാം അല്ലേ? കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു നാട്ടിൽ മാത്രമായിരിക്കാം. എങ്കിലും നിൻ കീർത്തി എത്താതെങ്ങുവാൻ ശങ്കരദേശിക ദേശഭാഷയെ അല്ലേ? ശങ്കരാചാര്യരുടെ ദേശത്തിലെ ഭാഷയായിട്ടുള്ള മലയാളമേ, നിൻ്റെ കർമ്മമണ്ഡലം ചെറുതാണെങ്കിലും നിൻ്റെ പ്രശസ്തി ലോകത്ത് എവിടെയാണ് എത്താതിരിക്കുക? എല്ലായിടത്തും നിൻ്റെ പ്രശസ്തി എത്തിച്ചേർന്നിരിക്കും എന്നാണ് പറയുന്നത്. അതിന് ഒരു ഉദാഹരണം കൂടി കൊടുക്കുകയാണ്. അത് എടുത്തു ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. അന്തരീക്ഷത്തിൽ സുഗന്ധം പരക്കുവാൻ എന്തിന് കസ്തൂരി ഏറെ ഓർത്താൽ അല്ലേ? നമുക്ക് ഒരു മുറി നിറയെ സുഗന്ധം ഉണ്ടാവണമെങ്കിൽ ഒരുപാട് കസ്തൂരിയൊന്നും ആവശ്യമില്ല. വളരെ കുറച്ച് കസ്തൂരി ഉണ്ടെങ്കിൽ തന്നെ ഒരു മുറി നിറയെ നമുക്ക് എന്ത് ചെയ്യാം? സുഗന്ധം പരത്താം. അന്തരീക്ഷത്തിൽ സുഗന്ധം പരത്താൻ ഒരുപാട് കസ്തൂരി നമുക്ക് ആവശ്യമില്ല എന്നതുപോലെ ലോകം മുഴുവൻ മലയാളത്തിൻ്റെ കീർത്തി എത്താൻ ഒരുപാട് ആളുകളൊന്നും മലയാളം സംസാരിക്കണം എന്നില്ല, അല്ലെങ്കിൽ മലയാളം മാതൃഭാഷയായിട്ടുള്ള ആളുകൾ ഒരുപാട് പേര് വേണമെന്നൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഇനി ചിത്രവർണ്ണോജ്വലേ നിൻ പുഷ്പവാടിയിൽ എത്ര വസന്തങ്ങൾ വന്നതില്ല. ഇവിടെ പറയുന്ന വസന്തം മലയാളത്തിലുള്ള കാവ്യ പ്രസ്ഥാനങ്ങളെയാണ്. ഒരുപാട് പ്രസ്ഥാനങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാവ്യപ്രസ്ഥാനങ്ങളെല്ലാമാണ് വസന്തം എന്ന് പറയുന്നത്. കാവ്യപ്രസ്ഥാനങ്ങളുടെ സമയത്ത് ധാരാളം അല്ലേ, വസന്തത്തിൻ്റെ സമയത്ത് ധാരാളം പുഷ്പങ്ങൾ ഉണ്ടാകുന്നു എന്നതുപോലെ കാവ്യ പ്രസ്ഥാനങ്ങളുടെ സമയത്ത് ധാരാളം
കവിതകൾ ഉണ്ടാകുന്നു. അതായത് പുഷ്പങ്ങളെ എന്തായിട്ട് കാണണം? കവിതകളായിട്ടും ഇവിടെ കാണണം. ഹൃത്തിലൊതുങ്ങാത്തൊരാവേശമാർന്നുകൊണ്ട് എത്ര കുയിലുകൾ കൂകിയില്ല. അങ്ങനെ വസന്തം വന്ന സമയത്ത് ഒരുപാട് കുയിലുകൾ കൂവിയുണ്ട്. ആരാണ് ഈ കുയിലുകൾ? കവികളെയാണ് ഇവിടെ കുയിലായിട്ട് നിങ്ങൾ കാണേണ്ടത്. ഒരുപാട് കവിതകൾ എന്ത് ചെയ്തിട്ടുണ്ട്? കവിതകൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അല്ലേ. കാവ്യപ്രസ്ഥാനങ്ങളുടെ സമയത്തും അല്ലാതെയും ധാരാളം കവിതകൾ ഉണ്ടായി വന്നിട്ടുണ്ട്. കവിതകൾ എഴുതിയിട്ടുണ്ട്. അതിനെ കുയിലിൻ്റെ കൂവലായിട്ട് ഇവിടെ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് കാണുന്നു എന്ന് മാത്രം. പിന്നെ മറ്റൊന്നെന്താ? മട്ടോലും പൂക്കളെ ചുറ്റിപ്പറന്നത്ര മത്തഭൃംഗങ്ങൾ മുരണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് വണ്ടുകൾ ഈ പൂക്കളുടെ ചുറ്റി പറന്നിട്ടുണ്ട്. തേനൊലിക്കുന്ന പൂക്കളുടെ ചുറ്റും ഒരുപാട് വണ്ടുകൾ പറന്ന് കളിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പൂക്കൾ എന്ന് പറയുന്ന കവിതയാണ്. കവിതയിൽ ആകൃഷ്ടരായിട്ട് വന്നിട്ടുള്ള വണ്ടുകൾ എന്താണ്? അതിൻ്റെ വായനക്കാരാണ്, അല്ലെങ്കിൽ ആസ്വാദകരാണ്. കവിതകളുടെ ആസ്വാദകരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വണ്ടുകൾ എന്ന് പറയുന്നത് ആസ്വാദകരാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, അത്രയാണ് അതിൽ അവിടെ പറയാനുള്ളത്. പിന്നെ മലയാള ഭാഷേനെ എന്തായിട്ട് കാണുന്നു കല്യാണ നിക്ഷേപം എന്ന പോൽ കാമസുരഭി പോൽ നിന്നെ ഞങ്ങൾ, അല്ലേ? എന്ത് നിക്ഷേപം? മംഗളകരമായ ഒരു നിക്ഷേപമായിട്ടാണ് നിന്നെ കാണുന്നത്. ഏതെങ്കിലും ഒരു പശുവായിട്ടാണോ കാണുന്നത്? അല്ല, കാമസുരഭി, കാമധേനുവായിട്ടാണ് നിന്നെ കാണുന്നത്. എന്താവശ്യപ്പെട്ടാലും സാധിച്ചു തരുന്ന ഒന്നായിട്ടാണ് നിന്നെ ഞാൻ കാണുന്നത്. ഇങ്ങനെ പുകഴ്ത്തുകയാണ് മലയാള ഭാഷയെ. നിന്നെ ഭജിക്കുന്ന ഭാവന ധന്യമാകും, നിന്നെ പുകഴ്ത്തുന്ന നാവ് വന്ധ്യമാകും എന്നൊക്കെയാണ് പറയുന്നത്. വന്ദിക്കപ്പെടേണ്ടതാകും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ കവിതയിൽ പ്രധാനപ്പെട്ട വരികൾ, ആശയങ്ങൾ. ഓക്കെ, ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അടുത്ത് നമ്മളുടെ ധർമ്മിഷ്ഠനായ രാധേയൻ എന്ന പാഠഭാഗമാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് പറയാനുള്ള പാഠഭാഗം ധർമ്മിഷ്ഠനായ രാധേയൻ എന്നുള്ളതാണ്. ഇതൊരു മഹാഭാരതത്തിനെ അടിസ്ഥാനപ്പെടുത്തി, അതേപോലെ കർണൻ എന്ന കഥാപാത്രത്തിനെ പ്രധാനമായിട്ടും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പാഠഭാഗമാണ്. ഇതിൻ്റെ ആശയം അറിഞ്ഞിരിക്കുന്നതിന് മുന്നേ തന്നെ ആരൊക്കെയാണ് ഇതിൽ പറയുന്ന കഥാപാത്രങ്ങൾ, എന്താണ് അവർക്കിടയിലുള്ള ബന്ധം, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന PK ബാലകൃഷ്ണൻ്റെ കൃതിയുടെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള ഈ പാഠഭാഗം. അപ്പോൾ മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുള്ളതുകൊണ്ട് തന്നെ കർണൻ നിങ്ങൾക്ക് അറിയായിരിക്കും. കുന്തിയുടെ മകനാണ്, സൂര്യപുത്രനാണ്. പക്ഷെ അദ്ദേഹം വളർന്നിട്ടുള്ളത് സൂതപുത്രൻ എന്നുള്ള നിലയിൽ അധിരഥൻ്റെയും രാധയുടെയും മകനായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് അപമാനങ്ങൾ സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അദ്ദേഹം ഒരു ക്ഷത്രിയൻ അല്ലെങ്കിൽ ഒരു രാജാവ് എന്നുള്ള നിലയിലല്ല സമൂഹത്തിന് മുന്നിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള യോഗ്യതയില്ല എന്നുള്ള പോലെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം പാണ്ഡവർ അവരുടെ കഴിവ് തെളിയിക്കുന്ന അതേ വേദിയിൽ വെച്ച് തന്നെ അർജുനൻ ചെയ്ത എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് അംഗീകാരത്തിന് പകരം അപമാനമേറ്റ് മടങ്ങേണ്ടതായിട്ട് വരികയാണ്. ആ നേരം അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്കായി എത്തുന്നത് ദുര്യോധനൻ എന്ന കഥാപാത്രമാണ്. നമുക്കറിയാം, കൗരവരുടെ മൂത്ത ജ്യേഷ്ഠനാണ് ദുര്യോധനൻ. അദ്ദേഹം ഒരു നല്ല കഥാപാത്രമായിട്ടല്ല എന്തിൽ കടന്നു വരുന്നത്, മഹാഭാരത കഥയിൽ കടന്നു വരുന്നത്. പക്ഷേ അദ്ദേഹം കർണനെ ആ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചേർത്ത് നിർത്തുന്നുണ്ട്. അപ്പോൾ യോദ്ധാക്കളുടെ കഴിവിനെയാണ് മാനിക്കേണ്ടത്, അവരുടെ കുലത്തിനെയല്ല നോക്കേണ്ടത് എന്നെല്ലാം പറഞ്ഞ് ചേർത്ത് നിർത്തുകയും കർണനെ അംഗരാജാവായിട്ട് അഭിഷേകം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ദുര്യോധനൻ. അന്നു മുതൽ തുടങ്ങിയതാണ് കർണനും ദുര്യോധനനും തമ്മിലുള്ള ആ ഒരു സൗഹൃദം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മുന്നോട്ട് പോകുന്നു. അതിനുശേഷം പാണ്ഡവരും കൗരവരും ഇടയിൽ ശത്രുത ഉടലെടുക്കുന്നു. പാണ്ഡവർ അവർക്ക് നഷ്ടപ്പെട്ട രാജ്യം തിരികെ ലഭിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. അവർ തമ്മിൽ യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ അനിവാര്യമായ യുദ്ധത്തിൻ്റെ മുന്നോടിയായിട്ട് ശ്രീകൃഷ്ണൻ കർണനെ തങ്ങളുടെ പക്ഷത്തേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുകയാണ്. കർണൻ്റെ ജന്മരഹസ്യം തുറന്നു പറഞ്ഞുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ എന്ത് ചെയ്യുന്നത്, കർണനെ തങ്ങളുടെ പക്ഷത്തിലേക്ക് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ കൃഷ്ണനും കർണനും തമ്മിലുണ്ടാകുന്ന ആ സമയത്തെ സംഭാഷണങ്ങളാണ് പാഠഭാഗത്തുള്ളത്. അപ്പം ശ്രീകൃഷ്ണൻ ഏതൊക്കെ വിധത്തിലാണ് കർണനെ തങ്ങളുടെ പക്ഷത്തേക്ക്, തങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്, എന്തൊക്കെ പറഞ്ഞുകൊണ്ടാണ് കർണൻ അതിനെ നിരാകരിക്കുന്നത്, കർണൻ്റെ ധർമ്മം എന്ത് എന്നുള്ളതാണ് നമുക്ക് ഈ പാഠഭാഗത്ത് അറിയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് ശ്രീകൃഷ്ണൻ ഇത് വെളിപ്പെടുത്തുന്നതാണ്. കർണനെ അദ്ദേഹം ഒരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. കർണനെ തൻ്റെ രഥത്തിൽ കൊണ്ടുപോകുന്നു. ആ രഥത്തിൽ കൃഷ്ണനും കർണനും കൂടാതെ അദ്ദേഹത്തിൻ്റെ തേരാളിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ രഹസ്യം വെളിപ്പെടുത്തുന്ന സമയത്ത് തേരാളിയും അത് അറിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവർ ഒരു ഒഴിഞ്ഞ ഇടത്തിലേക്ക് പോയതിന് ശേഷം അദ്ദേഹം യുദ്ധത്തിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഈ യുദ്ധം ഒഴിവാക്കാൻ ഒരാൾക്ക് സാധിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ കർണൻ ചോദിക്കും, നിനക്ക് പോലും തടുക്കാനാവാത്ത യുദ്ധം ആർക്ക്
തടുക്കാൻ സാധിക്കും എന്ന് കർണൻ തിരികെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിധി പോലും അല്ലെങ്കിൽ ദൈവം പോലും വിധിക്ക് മുന്നിൽ മാറി നിൽക്കുന്ന സമയങ്ങളുണ്ട് എന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്, അല്ലേ? ഈശ്വരഹിതം പോലും കാലാനുവർത്തിയാണ്, കാലത്തിനനുസരിച്ച് മാറുന്നതാണ്, അല്ലേ? വർഗവിനാശത്തിനുള്ള ഈ വിധി പോലും കാലാനുവർത്തിയാണ്. കാലത്തിൻ്റെ പക്വത വിധിവശാൽ ചിലരുടെ കർമ്മങ്ങളെ സംശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ആ വ്യക്തിക്ക് ഈശ്വരഹിതത്തോട് സാവകാശത്തിന് വേണ്ടി ഫലപ്രദമായി യാചിക്കാൻ കഴിയും. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി വിചാരിക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈശ്വരൻ്റെ ഹിതത്തിന് വരെ മാറ്റാനുള്ള ഒരു സാവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. ചിലരുടെ കർമ്മങ്ങളെ ആശ്രയിച്ചിരിക്കും, അവരെടുക്കുന്ന തീരുമാനങ്ങളനുസരിച്ച്, അല്ലേ? അവരെടുക്കുന്ന തീരുമാനങ്ങളെ അനുസരിച്ചിരിക്കും. അവരെടുക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കർണനെ സംബന്ധിച്ചിടത്തോളം ശ്രീകൃഷ്ണൻ കർണനെ പാണ്ഡവപക്ഷത്തേക്ക് ക്ഷണിക്കുകയാണ്. പാണ്ഡവപക്ഷത്തേക്ക് കർണൻ പോയിരുന്നെങ്കിൽ മഹാഭാരത കഥ മറ്റൊരു വിധത്തിലേക്ക് മാറുമായിരുന്നു, അല്ലേ? അപ്പോൾ കർണൻ പോകണോ വേണ്ടയോ എന്നൊരു തീരുമാനം എടുക്കുന്നതനുസരിച്ചാണ് യുദ്ധം നടക്കണോ വേണ്ടയോ എന്നത് സംഭവിച്ചത്. കർണൻ ഒരുപക്ഷെ പാണ്ഡവപക്ഷത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ എന്ത് സംഭവിക്കില്ലായിരുന്നു? മഹാഭാരത യുദ്ധം സംഭവിക്കില്ലായിരുന്നു. ഏതായാലും അത് വെളിപ്പെടുത്തുന്നു. കൗന്ദേയനായ കർണന് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ അത് വെളിപ്പെടുത്തുന്നു. കൗന്ദേയൻ എന്ന് പറഞ്ഞാൽ കുന്തിയുടെ മകൻ, രാധേയനല്ല, കൗന്ദേയനാണ് നീ എന്നാണ് പറയുന്നത്, അല്ലേ? രാധേയൻ എന്ന് പറഞ്ഞാൽ രാധയുടെ മകൻ, നീ രാധയുടെ മകനല്ല, മറിച്ച് കുന്തിയുടെ മകനാണ് എന്ന് വെളിപ്പെടുത്തുന്ന വാക്കുകളാണ് ഇവിടെ കാണുന്നത്, അടയാളപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ വാക്കുകൾ ശാന്തനായി നീ കേൾക്കൂ. കർണ, നീ സൂതവംശജനല്ല, സൂതനായ അധിരഥൻ്റെ പുത്രനുമല്ല. രാധേയൻ എന്നറിയുന്ന നീ രാധയുടെ മകൻ അല്ലെന്നും അറിയണം. എന്നിട്ട് അവൻ്റെ ജന്മരഹസ്യം വെളിപ്പെടുത്തുന്നു. പാണ്ഡവരുടെ സഹോദരനാണ് എന്നുള്ള കാര്യം വെളിപ്പെടുത്തുന്നു. ഇത്രയും വെളിപ്പെടുത്തിയതിന് ശേഷം ഇതൊക്കെ അറിഞ്ഞ് ഞെട്ടുന്നത് ആര് ഞെട്ടുന്നുണ്ട്? ചമ്മട്ടി നഷ്ടപ്പെടുന്ന തേരാളിയുണ്ട്, അല്ലേ? ചമ്മട്ടി ഏന്തിയിരുന്ന കൈയുമായി ദാരുകൻ തേർത്തടത്തിൽ പ്രതിമ പോലെ നിർജീവമായി വർത്തിച്ചു. ഇവരുടെ കൂടെ വന്നിട്ടുള്ള ദാരുകൻ്റെ അവസ്ഥയാണ് പറയുന്നത്. അത് അറിഞ്ഞ അയാളും ഞെട്ടിത്തെരിച്ചു പോവുകയാണ്. ഇനി ശ്രീകൃഷ്ണൻ കർണനെ പാണ്ഡവപക്ഷത്തേക്ക് വരുത്താൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നോടത്ത് പാണ്ഡവ സങ്കേതത്തിൽ ചെന്നിറങ്ങുന്ന നീ ഭ്രാതാവാണെന്ന് പാണ്ഡവർ അറിയും. പാണ്ഡവരുടെ ജ്യേഷ്ഠനാണ്, സഹോദരനാണ് എന്നറിയും. അറിഞ്ഞു കഴിഞ്ഞാലോ ജ്യേഷ്ഠനായ നിന്നെ അവർ 5 പേരും കാൽ പിടിച്ച് ആദരിക്കും. ഇത്രയും കാലം പരിഹസിച്ചിട്ടുള്ള ആളുകളാണ്, അവർ നിന്നെ കാല് പിടിച്ച് ആദരിക്കും എന്നാണ് പറയുന്നത്. ദ്രൗപദിയുടെ 5 മക്കളും അർജുനപുത്രനായ അഭിമന്യുവും നിന്റെ മുമ്പിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് നിന്റെ പാദധൂളികൾ ശിരസിലണിയും. നിന്റെ കാലിലുള്ള പൊടി അവരെടുത്ത് അവരുടെ തലയിലണിയും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആരൊക്കെ അവനെ അംഗീകരിക്കും? ജീവിതത്തിൽ അംഗീകാരം കിട്ടാതെ പോയിട്ടുള്ള ഒരു കഥാപാത്രമാണ് കർണൻ. അവനെ എല്ലാവരും അംഗീകരിക്കും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. തീർന്നില്ല, പണവും അധികാരവും ഒക്കെ കിട്ടുമെന്നുള്ളതാണ് പറയുന്നത്, അല്ലേ? ധൗമ്യൻ, പാണ്ഡവ കുലഗുരുവായ ധൗമ്യൻ എന്ത് ചെയ്യും? നിന്റെ അഭിഷേകം നടത്തും. അത് കഴിഞ്ഞ് വേദങ്ങൾ അറിയുന്ന ബ്രാഹ്മണന്മാരുടെ കാർമ്മികത്വത്തിൽ പാണ്ഡവപുത്രന്മാരും പാഞ്ചാല മത്സ്യ ചെയ്തി രാജാക്കന്മാരും ഞാനും, അതായത് ശ്രീകൃഷ്ണനും എല്ലാം ചേർന്ന് നിന്നെ പാണ്ഡവ മഹാരാജാവായിട്ട് അഭിഷേകം നടത്തും എന്നാണ് പറയുന്നത്. കിരീടധാരണം നടത്തും. പിന്നെ കർണൻ കുറച്ചു കാലം മുൻപ് ദ്രൗപദിയെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷെ ദ്രൗപദി അവിടെ അപമാനിച്ച് അയാളെ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. അതേ ദ്രൗപദി ആരായിട്ട് മാറും? പട്ടമഹിഷിയായി, നിന്റെ രാജ്ഞിയായിട്ട് അതേ ദ്രൗപദി മാറും എന്നൊക്കെയാണ് പറയുന്നത്. അതേപോലെ കർണനെ പരിഹസിച്ചിട്ടുള്ള ആളാണ് ഭീമൻ. അപ്പോൾ യുധിഷ്ഠിരൻ, ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ എന്നുള്ള യുവരാജാവായ യുധിഷ്ഠിരൻ എന്ത് ചെയ്യും? നിനക്ക് വെൺചാമരം വീശിത്തരും. അതേപോലെ നിന്നെ പരിഹസിച്ചിട്ടുള്ള, അത് ശ്രീകൃഷ്ണൻ പറയുന്നില്ല, കർണനെ പരിഹസിച്ചിട്ടുള്ള ആളാണ് ഭീമൻ. ആ ഭീമൻ നിന്റെ സിംഹാസനത്തിൽ പിന്നിൽ നിന്ന് വെൺകൊറ്റ കുട പിടിക്കും. അങ്ങനെ യുധിഷ്ഠിരനും ഭീമനും അർജുനനും നകുല സഹദേവന്മാർക്കും പാണ്ഡവരുടെ പുത്രന്മാർക്കും ഒക്കെ എന്താണ്, കർണനെ സേവിക്കുക എന്നുള്ള ഒരു ജോലി മാത്രമായിരിക്കും പിന്നീട് ഉണ്ടാവുക. കർണൻ്റെ ആജ്ഞകളനുസരിച്ച് പ്രവർത്തിക്കുക, കർണൻ സേവകരായിരിക്കുക എന്നുള്ള നിലയിലേക്ക് മാറും, അല്ലേ? അപ്പോൾ ശക്തരായിട്ടുള്ള ബന്ധുക്കളുണ്ട്, പാഞ്ചാലന്മാരുണ്ട്, വൃഷ്ണികളുണ്ട്. ഇവരൊക്കെ ആരുടെ ബന്ധുവായിട്ട് മാറും? കർണൻ്റെ ബന്ധുവായിട്ട് മാറും. ചുരുക്കി പറഞ്ഞ ഒരു ചക്രവർത്തിയായി തീരും. അതുകൊണ്ടാണ് പറയുന്നത് ഈ മഹാരാജ്യത്തിൻ്റെ ഛത്രാധിപത്യം നടത്താൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ പാണ്ഡവരെ അംഗീകരിക്കുന്നവരെല്ലാവരും, പാണ്ഡവരുടെ പക്ഷത്തുള്ള എല്ലാവരും കർണനെ അംഗീകരിക്കും. അതുമാത്രമല്ല, കർണൻ പാണ്ഡവപക്ഷത്തേക്ക് പോകുന്നതോടുകൂടി കൗരവരുടെ പക്ഷം യുദ്ധത്തിൽ നിന്ന് പിന്മാറും. അതേപോലെ ഹസ്തിനപുരി ആരിലേക്ക് വന്നു ചേരും? കർണനിലേക്ക് വന്നു ചേരും. അത്രയും വലിയൊരു ഒരു എന്താ പറയുക, ഒരു ഓഫറാണ് ആര് മുന്നോട്ട് വയ്ക്കുന്നത്? കൃഷ്ണൻ കർണൻ്റെ മുന്നിലേക്ക് വെക്കുന്നത്. കർണനെ തങ്ങളുടെ പക്ഷത്താക്കാനുള്ള, തങ്ങളുടെ വശത്തേക്കാക്കാനുള്ള ഒരു
കാര്യമാണ് ആര് ചെയ്യുന്നത്? ശ്രീകൃഷ്ണൻ ചെയ്യുന്നു. എന്നാൽ ഇതിന് കർണൻ കൊടുക്കുന്ന മറുപടിയാണ് ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ളതും പാഠത്തിൻ്റെ മർമ്മമായിട്ടുള്ളതും കർണൻ നൽകുന്ന മറുപടിയാണ്. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് കർണൻ്റെ മറുപടി എന്ന് നോക്കാം. കൃഷ്ണൻ്റെ വാക്കുകളെ തന്നോടുള്ള നന്മ കൊണ്ടാണ്, തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് കൃഷ്ണൻ പറയുന്നതെന്നൊക്കെ അംഗീകരിക്കുന്നുണ്ട് അല്ലേ. എന്നോടുള്ള സ്നേഹബുദ്ധി കൊണ്ടാണ് നീ ഇതൊക്കെ എന്നോട് ഉപദേശിച്ചതെന്നൊക്കെ ആര് പറയുന്നുണ്ട്? കർണൻ പറയുന്നുണ്ട്. പക്ഷേ കൃഷ്ണൻ പറയുന്ന അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. സുയോധനനുമായുള്ള വീഴ്ചയെ ഞാൻ ഭർഷിച്ചാൽ നീചമായ കൃതജ്ഞത പോലും എന്നെ കണ്ടാൽ ലജ്ജിച്ച് തല താഴ്ത്തും. അതായത് ദുര്യോധനായിട്ടുള്ള ബന്ധം ഞാൻ ഉപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്ദികേട് എന്നെ കണ്ടാൽ നാണം കെട്ട് തല താഴ്ത്തും എന്നാണ് പറയുന്നത്. നന്ദികേടിനെക്കാളും അപ്പുറത്തുള്ള ഒരു സംഗതിയായിട്ട് അത് മാറും. കാരണം എന്താണ് ദുര്യോധനൻ തനിക്ക് ചെയ്തു തന്നത് എന്നാണ് പറയുന്നത് അല്ലേ. അവിടെ ഒരു ദിവസം ആയുധ വിദ്യാപ്രയോഗ ദിവസമാണ് പാണ്ഡവരുടെ കൗരവരുടെയും ഒക്കെ ആയുധവിദ്യ അവർ ജനങ്ങളുടെ മുന്നിൽ വെച്ച് എന്ത് ചെയ്യുന്നു? പ്രദർശിപ്പിക്കുന്നത്. ആ വേദിയിലേക്കാണ് കർണൻ പ്രവേശിക്കുന്നതും അർജുനൻ ചെയ്ത എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നതും. പക്ഷേ അവിടെ അംഗീകാരത്തിന് പകരം നിന്റെ കുലമേത് എന്ന് ചോദിച്ച് അപമാനിച്ച് വിടുകയാണ് ചെയ്തത്. അന്ന് അപമാനം കാരണം കർണൻ മരിച്ചു. കർണൻ പറയാണ് താനെന്ന അപമാനബോധം കൊണ്ട് മരിച്ചു. ആ കർണന് പുനർജന്മം നൽകുകയാണ് ആര് ചെയ്തത്? ദുര്യോധനൻ ചെയ്തത്. ദുര്യോധനൻ എന്ത് ചെയ്തു? രംഗവേദിയിൽ നിന്നും ജീവിതവേദിയിൽ നിന്നും പോകുന്ന കർണന് പ്രത്യുപകാരമൊന്നും പ്രതീക്ഷിക്കാതെ എന്ത് കൊടുക്കുകയാണ്? രാജ്യം തന്നെ കൊടുക്കുകയാണ്. അവിടെ രംഗവേദിയിൽ നിന്ന് മാത്രമായിരുന്നില്ല കർണൻ പിൻവാങ്ങിയിരുന്നത്. രംഗവേദിയിൽ നിന്ന് അവിടുന്ന് പോവുകയല്ല, അദ്ദേഹം ജീവിതവേദിയിൽ നിന്ന് പോവുമായിരുന്നു. അവിടുന്ന് മരണമായിരുന്നു അദ്ദേഹം മനസ്സിൽ കണ്ടത്, മരിക്കാമെന്നായിരുന്നു തീരുമാനിച്ചത്. അങ്ങനെ വിചാരിച്ചിരുന്ന കർണനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ആളാണ് ആര്? ദുര്യോധനൻ. അവന് രാജ്യം കൊടുത്തു. ഇനി രാജ്യം അല്ലെങ്കിൽ അധികാരം അല്ലെങ്കിൽ പണം, സമ്പത്ത് ഇതൊന്നുമല്ല. ദുര്യോധനൻ കൊടുത്ത വസ്തുക്കൾ എന്തോ ആ വസ്തുക്കളുടെ പേരിലല്ല അതിനെ മതിക്കുന്നത് അല്ലേ. ദുര്യോധനൻ തന്ന രാജ്യവും വിഭൂതികളും അവയ്ക്ക് വേണ്ടി മാത്രമായി ഞാൻ വിലമതിക്കുന്നില്ല. ആ സ്വത്തും പണവും കിട്ടിയോണ്ടല്ല അതിന് വില കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ്? അന്ന് അവൻ എനിക്ക് തിരിച്ചു തന്ന് എൻ്റെ അഭിമാനമാണ് എന്നാണ് കർണൻ പറയുന്നത് അല്ലേ. മറ്റുള്ളവരുടെ മുന്നിൽ നഷ്ടപ്പെട്ട ആ അഭിമാനമാണ്, ആത്മാഭിമാനമാണ് വീണ്ടെടുത്ത് തന്നത്. ആത്മാഭിമാനവും ആത്മവിശ്വാസവും എനിക്ക് തിരിച്ചു തന്നുകൊണ്ട് അവൻ എനിക്ക് തിരിച്ചു തന്ന എൻ്റെ ജീവൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പുനർജന്മം എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഇവർ 100 വട്ടം എനിക്ക് എന്ത് ചെയ്യാം? ആത്മഹത്യ ചെയ്യാം. പക്ഷേ അവനെ എനിക്ക് ഈ ഉടലിലുള്ള അവൻ തന്ന ജീവനെ എനിക്ക് എങ്ങനെ നിന്ദിക്കാനാവും അല്ലേ. ദുര്യോധനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ, ദുര്യോധനെ കൈവിടുകയാണെങ്കിൽ ആ ദുര്യോധനൻ തന്ന ജീവനെ നിന്ദിക്കുന്നതിന് തുല്യമാവും എന്നാണ് കർണൻ പറയുന്നത്. കഴിഞ്ഞില്ല, വീണ്ടും അയാൾ പറയുന്നുണ്ട് യുദ്ധം തീർച്ചയായും ഇനി യുദ്ധത്തിൽ പിന്മാറ്റമല്ല. എങ്ങനെയാണ് ദുര്യോധനൻ എല്ലാവരും പറഞ്ഞിട്ടും, ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടും, അമ്മ പറഞ്ഞിട്ടും ഇതൊന്നും കേൾക്കാതെ യുദ്ധത്തിന് തയ്യാറായത്? കർണനെ വിശ്വസിച്ചിട്ടാണ്. കർണൻ തൻ്റെ കൂടെ ഉണ്ടാവും എന്ന് വിശ്വസിച്ചിട്ടാണ്. പരസ്പരം ദ്വൈരഥത്തിൽ അർജുനനെ കർണൻ തോൽപ്പിക്കുമെന്ന വിശ്വാസം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ വിചാരിക്കുന്നത്. അതായത് യുദ്ധത്തിന് മുതിർന്നത് ആര്? ദുര്യോധനൻ. അങ്ങനെ കർണനെ വിശ്വസിച്ച് യുദ്ധത്തിന് പുറപ്പെട്ടിട്ട് കർണൻ പാതി വഴിയിൽ ആ യുദ്ധം ഉപേക്ഷിക്കുകയാണെങ്കിലോ അതിനേക്കാളും വലിയ നീചമായ കാര്യം മറ്റൊന്നില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ആ കർണൻ്റെ ആ ഒരു നിശ്ചയദാർഢ്യം നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. അതേപോലെ കർണൻ എന്തിനും ഉപരിയായി, എല്ലാത്തിനും ഉപരിയായി തൻ്റെ സൗഹൃദത്തിനെ കാണുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു മഹത്വം നമുക്ക് വെളിപ്പെടുന്ന ഒരു സന്ദർഭമാണിത്. ഭൂമി മുഴുവൻ കിട്ടിയാലും ഇപ്പോൾ സുയോധനനെ കർണൻ കൈവിടുകയില്ല അല്ലേ. കൃഷ്ണൻ എന്തൊക്കെ കൊടുക്കാമെന്നാണ് പറഞ്ഞത്? പാഞ്ചാലന്മാരുടെ ബന്ധുത്വം ഉണ്ട് അല്ലേ. പാഞ്ചാല, മാത്സ്യ, ഛേദി രാജാക്കന്മാരുടെയൊക്കെ ബലം ഉണ്ട്. കൃഷ്ണൻ്റെ ബന്ധുബലം ലഭിക്കും. അപ്പോൾ ഇത്രയും ബന്ധുബലം ലഭിക്കുന്ന പറഞ്ഞിട്ടും ചക്രവർത്തിയായിട്ട് തീരാമെന്ന് അറിഞ്ഞിട്ടും ഒരുപാട് രാജ്യങ്ങൾ തൻ്റെ കീഴിൽ അണിനിരക്കുമെന്ന് അറിഞ്ഞിട്ടും കർണൻ എന്താ വേണ്ട എന്ന് തീരുമാനിച്ചത്? കാരണം ഇതിനെല്ലാം ഉപരിയായിട്ട്, ഇതിനെല്ലാം മേലെയായിട്ട് കർണൻ വിലമതിക്കുന്നത് ദുര്യോധനനുമായിട്ടുള്ള സൗഹൃദത്തിനെയാണ്. സ്വർണത്തിന് അനേകം കുന്നുകൾ എനിക്കായി നീ നീട്ടിയാലും അവനെ ഇന്ന് ഞാൻ കൈവിടുകയില്ല. ഭൂമി മുഴുവൻ തരാമെന്ന് പറഞ്ഞാലും സ്വർണത്തിൻ്റെ കുന്നുകൾ തരാമെന്ന് പറഞ്ഞാലും ഞാൻ ദുര്യോധനെ കൈവിടുകയില്ല എന്നാണ് കർണൻ പറയുന്നത്. കാരണം ബന്ധം കൊണ്ടും ഇത്ര ബന്ധങ്ങൾ നിനക്ക് കിട്ടും, ലോഭം കൊണ്ടും ഭയം കൊണ്ടും യാതൊന്നുകൊണ്ടും ഈ മാർഗത്തിൽ നിന്ന് കർണൻ ഇനി പിന്മാറ്റമില്ല. അപ്പോൾ കൃഷ്ണൻ എന്തൊക്കെ തരാമെന്ന് പറഞ്ഞോ അതൊന്നും
എന്തിന് പകരാവില്ല, സൗഹൃദത്തിന് പകരമാവില്ല, ഞാൻ പിന്മാറില്ല എന്നാണ് കർണൻ പറയുന്നത്. അപ്പോൾ ഈ പാഠത്തിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് കർണൻ്റെ കഥാപാത്ര നിരൂപണമാണ്. അപ്പോൾ ഈ പാഠഭാഗമായിട്ട് മാത്രം ബന്ധിപ്പിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാവുന്ന കാര്യം എന്താ, കർണൻ്റെ നന്ദി, ധർമ്മബോധം, എല്ലാറ്റിലും ഉപരിയായിട്ട് എന്തിനെ കാണുന്നു, സൗഹൃദത്തിനെ കാണുന്നു അല്ലേ. അദ്ദേഹം ലോഭത്തിൽ അടിപ്പെടുന്നില്ല, പണം, അധികാരം എന്നിവയിൽ മയങ്ങുന്നില്ല, ഒന്നുകൊണ്ടും എന്നെ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കില്ല എന്നാണ് കർണൻ പറയുന്നത്. ഇതൊക്കെയാണ് പാഠഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാവുന്നത് അല്ലേ. അദ്ദേഹം ത്യജിക്കുകയാണ് ചെയ്യുന്നത്, തങ്ങളുടെ കുടുംബക്കാർ അല്ലെങ്കിൽ അനുജന്മാരുമായിട്ട് സഹോദരന്മാരുമായി ഒത്തുള്ള ജീവിതം ത്യജിക്കുകയാണ് ചെയ്തത്. തന്നെ ഉപദ്രവിച്ചവർ, തന്നെ അപമാനിച്ചവരോടൊക്കെ മധുരമായി പ്രതികാരം ചെയ്യാനുള്ളൊരവസരമാണ് കർണൻ വേണ്ടെന്ന് വെച്ചത്. കാരണം എല്ലാത്തിലും ഉപരിയാണ് കർണന് സൗഹൃദം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നത്. അപ്പം നന്ദിയുള്ള ഒരു കഥാപാത്രമായിട്ട് നമുക്ക് ആരെ കാണണം, കർണനെ കാണണം എന്നാണ് ഞാൻ പറയുക. ഇനി പാഠഭാഗത്തിനും പുറമെയായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ത്യാഗശീലം, അദ്ദേഹത്തിൻ്റെ ദാനശീലം വളരെ പ്രാധാന്യമുള്ളതാണ്. കർണൻ ആരെന്ത് ചോദിച്ചാലും നൽകാൻ മടിയില്ലാത്തവനാണ്. അപ്പോൾ കർണൻ്റെ കവചകുണ്ടലങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ വേഷം മാറി വരുന്നുണ്ട്. അപ്പോൾ യാതൊരു മടിയും കൂടാതെ തൻ്റെ കവചം പറിച്ച് നൽകുന്നുണ്ട് കർണൻ. അപ്പോൾ അതിൽ വിഷമം തോന്നിയ ഇന്ദ്രൻ കർണന് ഒരു ആയുധം പകരമായിട്ട് നൽകുന്നൊക്കെയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ദ്രൻ ആ ആയുധം പകരമായിട്ട് നൽകിയത്? ആ കവചകുണ്ടലങ്ങൾ നൽകാൻ അയാൾ മടിച്ചില്ല. തൻ്റെ തല പോലും ഒരാൾ ദാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ അറുത്തു മുറിച്ച് നൽകാൻ മടിയില്ലാത്ത ആളാണ് കർണൻ. അത്രമാത്രം ദാനശീലമുള്ള ഒരു കഥാപാത്രമാണ് കർണൻ എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത പാഠം പെരുന്തച്ഛൻ എന്ന പാഠഭാഗത്തിലേക്ക് കടക്കാം. അടുത്ത പാഠഭാഗമാണ് ജി ശങ്കരക്കുറുപ്പിൻ്റെ പെരുന്തച്ഛൻ എന്ന് പറയുന്ന കവിത. അപ്പോൾ ഇത് പറയിവറ്റ പന്തിരകുലം എന്ന് പറയുന്ന നമ്മളുടെ ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പറയിവറ്റ പന്തിരകുലത്തിലെ ഒരു കഥാപാത്രമാണ് പെരുന്തച്ഛൻ. തച്ചനാണ് അദ്ദേഹം. അപ്പോൾ തച്ചൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കഥ എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ മകനെ കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. മകൻ്റെ കഴിവിൽ അസൂയ പൂണ്ടിട്ടുള്ള പെരുന്തച്ഛൻ മകനെ കൊന്നുകളഞ്ഞു എന്നാണ് പലരും പറയുന്നത്. അപ്പോൾ ഇതിന് ഈ ഒരു കഥയ്ക്ക് ഒരു മറുവശം എന്ത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ജി ശങ്കരക്കുറുപ്പ് ഈ കവിത എഴുതിയിട്ടുള്ളത്. പെരുന്തച്ഛൻ്റെ വാക്കുകളിലൂടെ അതിനെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാലങ്ങൾ കഴിഞ്ഞ് കിടപ്പിലായി വാർദ്ധക്യം ബാധിച്ചിട്ടുള്ള പെരുന്തച്ഛൻ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നുള്ള രീതിയിലാണ് ഈ പാഠം അവതരിപ്പിച്ചിട്ടുള്ളത്. കവിതയാണ് അല്ലേ. ഇത്തിരിക്കൊരു സുഖം തോന്നുന്നുണ്ട് എനിക്കിന്ന്, പൊത്തിലെത്ര നാളായി ഞാൻ ചുരുണ്ടു കിടക്കുന്നു അല്ലേ. അപ്പോൾ തൻ്റെ മുറിയിൽ തന്നെ അല്ലെങ്കിൽ തൻ്റെ വീട്ടിൽ തന്നെ കഴിയുകയാണ് അദ്ദേഹം എന്നുള്ള സൂചനയാണ് അവിടെ നൽകുന്നത്. പക്ഷേ അവിടെ ഒരു പൊത്തിനുള്ളിൽ കഴിയുന്നു എന്ന് പറയുകയാണ്. അതിന് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ള അർത്ഥമുണ്ട്. അതേപോലെ തന്നെ ഒരു മനുഷ്യജന്മം അല്ലാതായി തീർന്നു എന്നുള്ള സൂചനയും കൂടി ആ പൊത്ത് എന്നുള്ള വാക്കിലൂടെ കഴിയുന്നുണ്ട്. കാരണം വീടുകളിൽ കഴിയുന്നവർ മനുഷ്യരാണ്, പൊത്തിൽ കഴിയുന്നവർ നികൃഷ്ട ജീവികളാണ് അല്ലേ, അല്ലെങ്കിൽ ഇഴജന്തുക്കൾ മറ്റുമൊക്കെ ആയിട്ടുള്ള ജന്തുജാലങ്ങളാണ് പൊത്തിൽ കഴിയുന്നത്. അപ്പോൾ അവിടെ തൻ്റെ ഒരു നില മാറിയിട്ടുണ്ട് എന്നുള്ളൊരു സൂചനയാണ് കൊടുക്കുന്നത്. ഇനി അദ്ദേഹത്തിന് ബാധിച്ചിട്ടുള്ള രോഗം വാദമാണ്. വാദരോഗം കാരണം അദ്ദേഹം പ്രേതമായി തീർന്നു, ശരീരം പ്രേതം പോലെ. ഇപ്പോൾ ജീവനുണ്ടെന്ന് പേരിന് പറയാം എന്നുള്ള അവസ്ഥയാണ്. ഇനി ഏതൊരു കാര്യവും ഇവിടെ പെരുന്തച്ഛൻ ഉദാഹരണമായിട്ട് പറയുമ്പോൾ മരത്തടികളെ മുൻനിർത്തിയിട്ടാണ് പറയുന്നത് അല്ലേ. അദ്ദേഹത്തിൻ്റെ കാഴ്ചകൾ അദ്ദേഹം ചുറ്റും കാണാൻ ആഗ്രഹിക്കുന്നതും താല്പര്യപ്പെടുന്നതും ഒക്കെ മരത്തടികളാണ്. അപ്പോൾ ഉളി വയ്ക്കുമ്പോൾ കട്ടപ്പൊന്നു പോൽ മിന്നും പ്ലാവിൻ്റെ പ്രത്യേകതയാണ് അതിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ തടി, അതിൻ്റെ നിറം സ്വർണ്ണ നിറമാണ്. അപ്പോൾ ഉളി വെച്ച് ചെത്തുന്ന സമയത്ത് പൊന്നു പോലെ മിന്നുന്ന പ്ലാവും, കളിവഞ്ചി വെട്ടിയിടാൻ ചേലേന്തും വൻ തേന്മാവും പ്ലാവും മാവും ഒക്കെ ആയിട്ട് ചുറ്റുമുള്ള മരങ്ങളെ കാണാനാണ് അദ്ദേഹത്തിന് താല്പര്യം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പറമ്പിൽ ഒരു വാഴക്കുറ്റി പോലും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് അദ്ദേഹം ഓർക്കാണ് ഉളി എന്നൊരു അമ്പല മൈതാനത്ത് അദ്ദേഹം കണ്ടിരുന്ന ഒരു മരത്തിൻ്റെ പ്രത്യേകത. അത് എത്രയോ കോൽ മുകളിലേക്ക് ഉയരത്തിലേക്ക് വളവ് തിരിവുകളൊന്നും ഇല്ലാതെ ഉയർന്നു പൊങ്ങുന്നുണ്ട്. അങ്ങനത്തെ തടികളൊക്കെ ആളുകൾക്ക് ഇഷ്ടമാണ്. അതിന് പൊത്തില്ല, നല്ല ആരോഗ്യമുള്ള തടിയാണ്. 9 ആൾ കൂടി ചേർന്ന് ചുറ്റിയാലും അതിനെ ചുറ്റാനാവില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്രയും വണ്ണവും നീളവും ഒക്കെയുള്ള നല്ലൊരു തടി ഉളിയന്നൂർ അമ്പല മൈതാനത്തിൽ ഉണ്ട്. അത് മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിലുള്ള
പല വീടുകൾക്കും മോന്തായത്തിനൊക്കെ ആയിട്ട് അത് ഒപ്പിക്കാം, ചീലാന്തിക്ക് അത് ഒപ്പിക്കാം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണക്കുകൾ മൊത്തം പോകുന്ന ഈ മരത്തടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. പിന്നെ അദ്ദേഹം പുറത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ നാനിയെ കാണുകയാണ്. പടിമയിലിരിക്കുന്നു നാനിയും വയറ് ചുങ്ങി. അപ്പോൾ അവളുടെ രൂപം മാറിയിട്ടുണ്ട്, വാർദ്ധക്യം അവളെയും ബാധിച്ചിട്ടുണ്ട് അല്ലേ. ആ രൂപം മാറിയ നാനിയെ കാണുമ്പോൾ അദ്ദേഹം അവളുടെ പഴയ കാലത്തിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. അതിനെ തടിയായിട്ട്, മരത്തടിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സാദൃശ്യപ്പെടുത്തുന്നത്. നാനിയുടെ പഴയകാല രൂപത്തിനെ മരത്തടിയായിട്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മേഖല എന്ന് പറയുന്നത് ഇതാണ്, ആശാരിയാണ്, മരത്തടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജീവിതമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാദൃശ്യ കൽപ്പനകൾ മുഴുവൻ എന്തായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ഒരു കാര്യത്തിനെ വിവരിക്കുന്നത് പോലും എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും, മരത്തടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും. അപ്പോൾ നാനിയുടെ മുൻകാലത്തെ ശരീരത്തിനെ വർണ്ണിക്കുന്നത് നോക്കുക. പൂത്ത ചമ്പകത്തൈ പോൽ നിവർന്നും കടഞ്ഞെടുത്ത പോലുടമ്പാർന്നും. ഓക്കെ, അവളുടെ ശരീരം കടഞ്ഞെടുത്ത പോലെ ഒരു ഉടമ്പായിരുന്നു, കടഞ്ഞെടുത്തതുപോലെ ഒരു ശരീരമായിരുന്നു എന്ന് പറയുന്നു. അതേപോലെ പൂത്ത ചമ്പകത്തിനെ പോലെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പൊങ്ങുവാൻ കഴിഞ്ഞെങ്കിൽ നിരങ്ങാം കിഴവനെ താങ്ങുമായിരുന്ന കൈ. ഓക്കെ, ഇന്ന് കിടപ്പൊന്നും അനങ്ങാൻ പോലും വയ്യ, ഒന്ന് പൊങ്ങാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു, നിരങ്ങിയെങ്കിലും എനിക്ക് പുറത്തേക്ക് പോകാമായിരുന്നു. അപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവൻ്റെ ആ കൈകൾ എനിക്കൊരു താങ്ങായി മാറുമായിരുന്നു എന്ന് പറയുന്നു. ആരുടെ കൈകളെയാണ് പറയുന്നത്? തനിക്ക് നഷ്ടമായ തൻ്റെ മകനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്തായാലും പിന്നെയും അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. അദ്ദേഹം ഓർക്കുകയാണ് തൻ്റെ മകനുമായിട്ട് ഒരുമിച്ച് അദ്ദേഹം ഒരു ക്ഷേത്രത്തിൻ്റെ താഴികക്കുടം തീർക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള കാര്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടുപേരും ക്ഷേത്രത്തിൻ്റെ പണിയിൽ ഏർപ്പെടുന്നുണ്ട്. മകൻ എന്ത് ചെയ്യുന്നു, ഒരു ഗരുഡൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി. ആ ഗരുഡൻ്റെ പ്രതിമ ഇപ്പം പോയി നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രത്യേകത അതിൻ്റെ ചിറക് ചലിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നും. ആ പ്രതിമ അത്രയും ജീവനുള്ള ഒരു പ്രതിമയാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ഗരുഡൻ വന്നിരുന്ന് അതിൻ്റെ ചിറകിപ്പോഴും ചലിക്കുന്നുണ്ടെന്ന് സംശയം തോന്നുന്ന വിധത്തിലാണ് ആ മകൻ അത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാണുമ്പോൾ തനിക്ക് അസൂയ വന്നു എന്നാണ് മറ്റുള്ളവർ പറഞ്ഞത്. ഞാനതിലസൂയാലുവായി പോൽ ഏതച്ഛന് മാനമല്ലൊട്ടൊക്കെ മകനെ പുകഴ്ത്തുമ്പോൾ. ആ നേരം മറ്റുള്ളവർ മകനെ പുകഴ്ത്തിയപ്പോൾ ഇവിടെ പെരുന്തച്ഛൻ അസൂയ പൂണ്ടു എന്നാണ് പറയുന്നത്. അതെങ്ങനെ സാധിക്കുമെന്നാണ് പെരുന്തച്ഛൻ തിരിച്ചു ചോദിക്കുന്നത്. ഏതച്ഛന് മാനമല്ലൊട്ടാകെ മകനെ പുകഴ്ത്തുമ്പോൾ? മകനെ പുകഴ്ത്തുക എന്ന് പറയുന്നത് ഏതച്ഛനാണ് അഭിമാനമല്ലാതെയായിട്ട് മാറുന്നത്? അതെനിക്ക് അഭിമാനമല്ലേ, എൻ്റെ മകൻ നല്ല രീതിയിൽ ഒരു പ്രതിമ നിർമ്മിക്കുകയും അത് മറ്റുള്ളവരെ അംഗീകരിക്കുകയും മകനെ പുകഴ്ത്തുകയും ഒക്കെ ചെയ്യാന്ന് പറയുന്നത് തനിക്ക് അഭിമാനിക്കാവുന്ന കാര്യമല്ലേ? 1000 മണിയുടെ നാക്കടക്കിടാം, വളരെ പ്രധാനപ്പെട്ടതാണ്. 1000 മണിയുടെ നാക്കടക്കിടാം, ഒറ്റ വായിലെ നാവാർക്കാനും കെട്ടുവാൻ കഴിയുമോ? 1000കണക്കിന് മണി ഉണ്ടെങ്കിൽ 1000കണക്കിന് മണിയുടെ നാവും നമുക്ക് കെട്ടാം, അത് എളുപ്പമാണ്. പക്ഷെ അതിനേക്കാൾ പ്രയാസമാണ് ഒരു മനുഷ്യൻ്റെ നാവിനെ അടക്കി നിർത്തുക എന്നുള്ളത്. മനുഷ്യന്മാരെ എന്തും വിളിച്ചു പറഞ്ഞു തന്നിരിക്കും, പല കഥകൾ പ്രചരിപ്പിച്ചെന്നിരിക്കും അല്ലേ, ഗോസിപ്പ് ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ ഇവിടെ പെരുന്തച്ഛൻ്റെ മകൻ്റെ നേട്ടത്തിൽ പെരുന്തച്ഛൻ അസൂയപ്പെട്ടു എന്നുള്ളത് ഇവിടെ അവർ പറഞ്ഞ് പരത്തിയ ഒരു സംഗതിയാണ്. അപ്പോൾ മനുഷ്യന്മാരിങ്ങനെ ഇല്ലാ കഥകൾ പറഞ്ഞ് പരത്തുന്നതിനെ ആർക്കെങ്കിലും തടയാൻ സാധിക്കുമോ? ഒരിക്കലും തടയാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതേപോലെ 2 ഗോപുരത്തിൻ്റെ തട്ടിലും ഇവർ നിർമ്മിച്ച പ്രതിമേനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നുണ്ടാക്കിയത് പെരുന്തച്ഛനാണ്, ഒന്നുണ്ടാക്കിയത് പെരുന്തച്ഛൻ്റെ മകനാണ്. അതിൽ എൻ്റെ പ്രതിമയെക്കാളും നന്നായത് അവനുണ്ടാക്കിയ പ്രതിമയാണ്. അതിൽ അസൂയ പൂണ്ടു ഞാൻ എന്നാണ് മറ്റുള്ളവർ പറയുന്നത്. എൻ കരം തോറ്റാൽ എന്താണ് എൻ മകൻ ജയിക്കുമ്പോൾ എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ കരം തോറ്റാൽ എന്താ, ഞാൻ തോറ്റാൽ എന്താണ്, അവിടെ ജയിക്കുന്നതാരാ, എന്നെ തോൽപ്പിച്ചതാരാ, എൻ്റെ മകനാണ്. അപ്പം ഞാൻ തോറ്റത്തിൽ അസൂയ പൂണ്ടുന്ന അല്ലെങ്കിൽ അസൂയപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്നാണ് പെരുന്തച്ഛൻ ചോദിക്കുന്നത്. എൻ കണ്ണിലുണ്ണി കേളും പുകളല്ലേ, എൻ്റെ കണ്ണിലുണ്ണിയായിട്ടുള്ള എൻ്റെ മകന് കിട്ടുന്ന പുകൾ, അവന് കിട്ടുന്ന പ്രശസ്തി എൻ്റെയും കൂടെയല്ലേ, എനിക്കും അഭിമാനിക്കാവുന്നതല്ലേ. കൊച്ചനെ സ്തുതിക്കുമ്പോൾ എന്മുഖം മങ്ങി പോലും തച്ചനായാലും ഞാനൊരു അച്ഛനല്ലാതായി പോമോ അല്ലേ. എൻ്റെ മകനെ സ്തുതിച്ചപ്പോൾ എൻ്റെ മുഖം മങ്ങി പോലും, ആളുകൾ പറയാണ് എൻ്റെ മുഖം മങ്ങി എന്ന്. അപ്പോൾ പറയാണ് തച്ചനായാലും, ഒരു തച്ചൻ എന്നുള്ള നിലയിൽ എന്ത് തോന്നാം, ഒരു പക്ഷേ അസൂയ തോന്നിയെന്നിരിക്കാം. പക്ഷേ ഞാനൊരു അച്ഛനല്ലാതായി പോമോ അല്ലേ. തച്ചനായിരിക്കാം, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ പറയട്ടെ ഞാൻ ആരും കൂടിയാണ്, അച്ഛനും കൂടിയാണ് എന്ന് പറയുന്നുണ്ട്. അവിടുന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് പെരുന്തച്ഛൻ
അല്ല തൻ്റെ മകനെ കൊന്നിട്ടുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്ന പെരുന്തച്ഛൻ തൻ്റെ മകനെ കൊന്നിട്ടുള്ള ഒരാളല്ല. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ചർച്ച ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനായിട്ടുള്ള പാഠങ്ങൾ. പ്രധാന ആശയങ്ങളിലൂടെ എല്ലാം കടന്നുപോയി എന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കഥാപാത്ര നിരൂപണങ്ങളൊക്കെ തയ്യാറാക്കി പഠിക്കുന്നത് നന്നായിരിക്കും. അമ്മമ്മയുടേതും കർണൻ്റെതും ഒക്കെ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ തയ്യാറെടുക്കുക. ഓൾ ദ ബെസ്റ്റ്.